الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. അല്ലാഹുവിൻ്റെ കഅബ സന്ദർശിക്കാൻ വേണ്ടി, ഹജ്ജിന് വേണ്ടി, സിയാറത്തിന് വേണ്ടി പുറപ്പെടുന്ന അല്ലാഹുവിൻ്റെ അതിഥികളെ ആദരിക്കാനും അവർക്ക് വേണ്ടി യാത്ര അയക്കാനും ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. അല്ലാഹു നമ്മളെയൊക്കെ കബൂലാക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു ദിവസം അവിടെ എത്താനും നമ്മുടെ ഇബാദത്തുകളൊക്കെ പരിപൂർണമായ നിലക്ക് വീട്ടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് യാത്ര പുറപ്പെടുന്നവരുടെ യാത്രയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവരുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവരുടെ ആരോഗ്യത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പരിപൂർണമായ ആരോഗ്യത്തോടുകൂടെ, ആഫിയത്തോടുകൂടെ, രോഗങ്ങളൊന്നുമില്ലാതെ സലാമത്തായിക്കൊണ്ട് എല്ലാവിധ ഹജ്ജിൻ്റെ അമാലുകളും പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചെന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്കും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ നല്ല കാര്യങ്ങളും പരിപൂർണമായ നിലക്ക് റബ്ബ് തആല നമ്മിൽ നിന്നൊക്കെ കബൂലാക്കട്ടെ. നമ്മളെ സ്നേഹിച്ചവർ, സഹകരിച്ചവർ, നമ്മുടെ മാതാപിതാക്കളെയും ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഖബറിൽ പ്രയാസത്തിലാണെങ്കിൽ അല്ലാഹു അവർക്കൊക്കെ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സ് സംഘടിപ്പിച്ച നമ്മുടെ മഹല്ല് കമ്മിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ പദ്ധതികളിലും ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെയൊക്കെ മിസ്ൽ സവാബ് അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഖിദ്മ ചെയ്യാൻ, ദീർഘകാലം ഖിദ്മ ചെയ്യാൻ, ആഫിയത്തോടെ ഖിദ്മ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവർക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാടിന് ഇത്രയും കാലമായി, നൂറ്റാണ്ടുകളായി ദീൻ ഇസ്ലാമികമായ ആത്മീയമായ നേതൃത്വം നൽകി മരണപ്പെട്ടു പോയ ഉലമാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ അല്ലാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. സ്വർഗ്ഗത്തിൽ അവരെ കാണാനും സന്തോഷം പങ്കിടാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آله وصحبه الفائزين برضا الله. أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ നമുക്ക് ക്ലാസ്സിന് നേതൃത്വം നൽകാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ഉസ്താദ് സലാഹുദ്ദീൻ ഫൈസി അവർകൾ, അഭിനന്ദനായ നമ്മുടെ മഹല്ലിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, വളരെ മുബാറക്കായ ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മളെ കൂട്ടത്തിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർ അല്ലാഹുവിൻ്റെ അതിഥികളായിട്ടാണ് പോകുന്നത്. അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക, ചില സദുപദേശങ്ങൾ അവർക്കും നമുക്കും എല്ലാവർക്കും വേണ്ടി നൽകുക, അവരോട് ദുആ വസിയത്ത് ചെയ്യുക, അവരെ ആദരിക്കുക, യാത്ര അയക്കുക എന്നീ ലക്ഷ്യങ്ങളാലാണ് പരിശുദ്ധമായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അവൻ്റെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. പരിശുദ്ധമായ ഹജ്ജ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിശ്വാസിയുടെയും മനസ്സിലെ വലിയൊരു സ്വപ്നമാണ്, ആഗ്രഹമാണ്. കാലങ്ങളായി പരിശുദ്ധമായ കഅബയിലേക്കാണ് നമ്മൾ തിരിഞ്ഞ് നിസ്കരിക്കുന്നത്. ആ പരിശുദ്ധമായ ഗേഹത്തിൻ്റെ അവിടെ ചെല്ലാനും, തവാഫ് ചെയ്യാനും, സഅയ് ചെയ്യാനും മറ്റുള്ള കർമ്മങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുക എന്നത് എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുന്ന വല്ലാത്തൊരു സ്വപ്നവും ആഗ്രഹവുമാണ്.
മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നിർബന്ധമായ ഒരു ബാധ്യതയാണ്. വഴിയാലും സമ്പത്താലും ശേഷിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു ബാധ്യതയാണ് ഹജ്ജ് എന്നത്. എന്നാൽ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും പിന്നെയും ഹജ്ജിന് നീട്ടിവെച്ച് പലപ്പോഴും ജീവിതത്തിൽ പിന്നീട് അത് ചെയ്യാൻ പറ്റാതെ മരണപ്പെടുന്ന പല ആളുകളുടെയും സംഭവങ്ങൾ നമുക്കൊക്കെ അറിയാം. വളരെ അപകടമായ ഒന്നാണത്. അദ്ദേഹത്തിൻ്റെ ഒരു കാലത്ത് സമ്പത്തുണ്ടായിരുന്നു, ആ സമയത്ത് അത് നിർബന്ധമായി, പിന്നീട് അദ്ദേഹം നീട്ടിവെച്ചു, പിന്നീട് അത് ചെയ്യാൻ കഴിയാതെ പോയി. വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടൊക്കെ പിന്നീട് സംഭവിച്ചു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മക്കൾ ഓഹരി വെക്കുന്ന സമയത്ത് പിന്നീട് അതിനു വേണ്ടി മാറ്റിവെക്കാതെ പലപ്പോഴും മക്കൾ സമ്പത്ത് വീതിച്ചെടുത്ത് അങ്ങനെ ഹറാമ് തിന്നുന്നൊരവസ്ഥ. നിർബന്ധമായ ബാധ്യതകൾ മുഴുവൻ ഇങ്ങനെയാണ്. ആ ബാധ്യതകൾ നിറവേറ്റിയില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹറാമുകൾ നമുക്കല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വന്നു പോവുകയാണ്. ഒരിക്കൽ ഒരു മകൻ എന്നോട് പറഞ്ഞു, എനിക്ക് വീടുണ്ടാക്കാൻ വാപ്പാൻ്റെ അടുത്ത് ഇപ്പൊ കിട്ടുമെങ്കിൽ എന്തെങ്കിലും വാങ്ങണം, കാരണം മരിച്ചാൽ പിന്നെ ഒന്നും കിട്ടൂല. എന്തേ? വാപ്പാക്ക് അത്രയും ബാധ്യത ഉണ്ട്, ശർഈയായ ബാധ്യത. നോമ്പ് നോൽക്കാത്തതിൻ്റെ, എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ വാപ്പ നോമ്പ് നോറ്റ് ഞാൻ കണ്ടിട്ടില്ല. ആരോഗ്യത്തിനൊരു പ്രശ്നമല്ല, പക്ഷെ നോമ്പ് ഖദാ ഇങ്ങനെ വൈകിക്കുന്നതനുസരിച്ച് മുടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നിർബന്ധ ബാധ്യതകൾ പലതും വാപ്പ വീട്ടാറില്ല. അതൊക്കെ അവസാനം മരണശേഷി സമ്പത്ത് നിർത്തി കൊടുക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് എനിക്ക് അതിൽ ഒന്നും കിട്ടൂല, അതൊക്കെ വാങ്ങണമെന്ന് ഒരു മകൻ പറയാം. ശർഈയായ ബാധ്യതകൾ നമ്മൾ നല്ലതുപോലെ വീട്ടാൻ ശ്രദ്ധ കൊടുക്കൽ മുഅ്മിന്റെ ബാധ്യതയാണ്. ഹജ്ജിന് പുറപ്പെടുന്ന ആളുകളും ഉംറക്ക് പുറപ്പെടുന്ന ആളുകളും വളരെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവരുടെ സംസാരത്തിന് ഞാൻ വഴിമാറി കൊടുക്കുകയാണ്. ഈ ഹജ്ജിന്റെയും ഉംറയുടെയും മസാലകൾ വളരെ വിശാലമാണ്. പലപ്പോഴും ഗ്രൂപ്പ് നമ്മുടെ കയ്യിൽ തരുന്ന ആ ചെറിയ ഒരു റിസാലയിൽ ഏതാനും ദിക്റുകൾ മാത്രമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഉംറയ്ക്ക് വേണ്ടി പോയപ്പോൾ പലപ്പോഴും പാവം തോന്നി. നല്ല ഇഖ്ലാസിൽ സാധുക്കളായ ഉമ്മമാരും മോമിനിങ്ങളായ മനുഷ്യന്മാർ എന്തൊരു ഇഖ്ലാസിലാണ് അവർ അമലുകൾ ചെയ്യുന്നത്. പക്ഷേ നിയമപരമായി ശർഈയായി ശരിയാവാത്ത രൂപത്തിലാണ്. ജമ്മു ഖസറിന്റെ കാര്യമാണെങ്കിലും മറ്റുള്ള വുദൂ മുറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കാതെ അറിയാതെയും പഠിക്കാതെയും കേവലം ദിക്റുകൾ പഠിച്ചു വെച്ച് ഹജ്ജിനും ഉംറക്കും പോകുന്നൊരു ഏർപ്പാട് നമ്മൾ മാറ്റണം. ഏതൊരു കാര്യത്തിനും നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇൽമുകൾ കരസ്ഥമാക്കൽ നമുക്കൊക്കെ ഫർദ് ഐനാണ്. നിസ്കാരം സമയമാവുമ്പോൾ, പ്രായപൂർത്തിയാവുന്ന സമയമാകുമ്പോഴത്തേക്ക് നിസ്കാരവുമായി ബന്ധപ്പെട്ട മസലകൾ പഠിക്കൽ നിർബന്ധമാവും. കച്ചവടം അതിന് നമ്മൾ മുതിരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെടാൻ തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മസലകൾ അറിയൽ നിർബന്ധമാവും. ഹജ്ജ് ഉംറ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് മസലകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഈ പുസ്തകം കേവലം നമുക്ക് തരുന്നതല്ല, അതിൽ ഉണ്ടാവും. ഞാനത് ഉള്ളു വായിച്ചിട്ടില്ലെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട മസലകൾ നിങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ വളരെ സങ്കടമായിരിക്കും നമ്മുടെ അവസ്ഥ. വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും, പക്ഷേ നിയമപരമായി അതിൻ്റെ ഷർത്തും ഫർദും റുക്നും ഒന്നും പാലിക്കാതെ ചെയ്തു പോയാൽ അതൊന്നും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട അറിവുകൾ ഒക്കെ നമ്മൾ നേടിയെടുക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൻ സ്വീകരിക്കുന്ന രൂപത്തിലാവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ യോഗം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ വചനം കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين.
أشهد أن لا إله إلا الله وأشهد أن محمد رسول الله وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق صدق الله مولانا العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال سيدنا ونبينا محمد صلى الله عليه وسلم من حج فلم يرفث ولم يفسق رجع كيوم ولدته أمه إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ മഹലിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് മുഹമ്മദ് ഹാജി, സ്വാഗതം ആശംസിച്ച അഭിനന്ദനായ അബ്ദുറഹ്മാൻ ഹാജി, മഹലിൻ്റെ സെക്രട്ടറി അഭിനന്ദനായ സിദ്ദീഖ് ഹാജി അടക്കമുള്ള മഹലിലെ ആദരണീയരായ കാരണവന്മാരെ, നല്ലവരായ സഹോദരങ്ങളെ, ഈ വർഷം പുണ്യമായ ഹജ്ജിന് പോകാൻ വേണ്ടി ആവേശത്തോടുകൂടെ കാത്തിരിക്കുന്ന ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, ഹജ്ജിന് ഈ വർഷം പോകുന്ന ആളുകൾക്ക് സന്തോഷത്തോടുകൂടെ ഒരു യാത്രയപ്പ് മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ നൽകുക എന്നത് മാത്രമാണ് ഈ കൂട്ടായ്മയുടെ ഉദ്ദേശവും ലക്ഷ്യവും. ഇവിടെ ഒരു പ്രഭാഷണത്തിൻ്റെയോ പ്രസംഗത്തിൻ്റെയോ ആവശ്യമില്ല. ഞാൻ പിന്നെ എന്തിന് വന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ വാണിയന്നുകാർ വിളിച്ചാൽ വരിക, എന്തിന് അത് വന്നതിന് ശേഷം തീരുമാനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. വിളിക്കുമ്പോൾ വരിക, നിങ്ങളുമായി ഒന്ന് ഇടപഴകാൻ, കുട്ടിനാളിൽ ഇടപഴകിയ ഒരു നാടിനുമായി ഇടപഴകാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ. അല്ലാതെ ഒരു ക്ലാസ് അല്ല, ഒരു പ്രഭാഷണമല്ല. ഹജ്ജിന് പോകുന്ന പലരും സ്റ്റേജിലുണ്ട്. അൽഹംദുലില്ലാഹ്, ആഫിയത്തോടെ അവർക്ക് പോയി വരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷേ ഞാനിവിടെ പ്രസംഗിക്കുന്നത് സദസ്സിൽ തിരിയുന്ന അത്ര സ്റ്റേജിലേക്ക് തിരിയുന്നില്ല എന്ന് ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി. സദസ്സിൽ ഇരുന്ന് കേൾക്കുന്ന അത്ര കേട്ടിട്ട് കാര്യം മനസ്സിലാക്കാൻ സ്റ്റേജിലിരിക്കുമ്പോൾ കഴിയുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെ ഒരു തോന്നൽ ഹജ്ജിന് പോകുന്ന സ്നേഹിതന്മാർക്കുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി ഒരൽപ്പം നേരം താഴേക്ക് ഇറങ്ങിയിരിക്കുന്നതിന് വിരോധം ഇല്ല എന്ന് ഞാൻ അവരോട് അറിയിക്കുകയാണ്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം, പറഞ്ഞത് മനസ്സിലാകുന്നില്ലെങ്കിൽ മാത്രം. കാരണം അവർ സ്റ്റേജിൽ ഇരിക്കേണ്ടവരാണ്, അവരെ നമ്മൾ ആദരിക്കേണ്ടവരാണ്, അവരോട് നമ്മൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യേണ്ടവരാണ്. പക്ഷേ എനിക്ക് തോന്നിയതാണ്, ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് എന്ന് ശരിക്കും എനിക്ക് മനസ്സിലാവണില്ല. എന്നെക്കാളും പ്രായമായ ആളുകൾക്കപ്പോൾ അത്രയും മനസ്സിലാകൂല എന്നൊരു തോന്നൽ എനിക്ക് വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ എൻ്റെ ഒരു പ്രസംഗം ഭയങ്കര പ്രസംഗമായതുകൊണ്ടോ നിങ്ങൾ സദസ്സിലേക്ക് ഇരിക്കേണ്ട ആളുകൾ ആയതുകൊണ്ടോ പറഞ്ഞതല്ല. ദ്രമനാജി പറഞ്ഞ മാതിരി 2 മിനിറ്റ് ഇവരോട് പോയിക്കോട്ടെ അല്ലേ. ഇതുപോലെ ഒരുമിച്ച് കൂടി യാത്രയപ്പം നൽകുന്നത്, ആ പുണ്യഭൂമിയിലെത്തിയാൽ
നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് അവരോട് വസിയത്ത് ചെയ്യാനാണ്. കാരണം ഹജ്ജിന് പോകുന്നവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു, അൽ ഹുജ്ജാജ് വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്, അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്. ഹജ്ജിന് പോകുന്നവരും ഉംറക്ക് പോകുന്നവരും അല്ലാഹുവിൻ്റെ ഗസ്റ്റുകളാണ്. അവര് വെറുതെ വിസ എടുത്തങ്ങ് പോകല്ല. അല്ലാഹു വിളിച്ചപ്പോ ആ വിളിക്ക് ലബ്ബൈക്ക് എന്നുത്തരം പറഞ്ഞവരാണ് ആ ഭൂമിയിലേക്ക് എത്തുന്നത്. അല്ലാഹു അവരെ വിളിച്ചിട്ട് പോവുകയാണ്. അതുകൊണ്ട് അവർ അല്ലാഹുവിൻ്റെ ഗസ്റ്റുകളാണ്. അവർ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു അവർക്ക് ഉത്തരം കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കെ ചൊല്ലിക്കോളി, മുഹമ്മദുർ റസൂലുള്ളാഹി. ഹജ്ജിന് പോകുന്നവർ അല്ലാഹുവിനോട് ദുആയിരുന്നാൽ അവർക്ക് അല്ലാഹു ഉത്തരം കൊടുക്കും. മാത്രമല്ല വൈനിസ്തഗ്ഫിറുഹു ഗുഫിറ ലഹും, അവർ അവിടെ ചെന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് പൊറുക്കണേ എന്ന് അല്ലാഹുവിനോട് പറഞ്ഞാൽ ആ ആളുകൾക്കും അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന് പോകുന്നവർ ചെറിയ ആളുകളല്ല. അവരെ നമ്മൾ വല്ലാതെ ആദരിക്കണം, അവരെ നമ്മൾ വല്ലാതെ ബഹുമാനിക്കണം. ഒരിക്കലും അവരെ കുറിച്ച് ആരാപ്പാ പോണി നമുക്കറിയാം, അവനൊക്കെ പഴയ കാലത്ത് ആരായിരുന്നു നമുക്കറിയാലോ എന്നൊരു വാക്ക് പറയരുത്. കാരണം ഹജ്ജ് കഴിയലോടെ ഉമ്മ പെറ്റ മക്കളെ പോലെ തെറ്റില്ലാത്ത കുറ്റമില്ലാത്ത സ്ഫടിക സമാന ഹൃദയരായവര് മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവരെ നമ്മൾ ആദരിക്കണം, ഹജ്ജിന് പോകുന്നവരെ നമ്മൾ ബഹുമാനിക്കണം. അവരെ കൈപിടിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരിക്കണമെന്ന് യാതൊരു മടിയും കാട്ടാതെ എല്ലാവരും പറയണം. കാരണം മഹാനായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ഉംറക്ക് അനുവാദം ചോദിക്കുന്നുണ്ട്. ഞാൻ ഉംറക്ക് പോവുകയാണ്, ഞാൻ ഉംറക്ക് പോവുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് അവരോട് പറഞ്ഞത്, യാ അഖി, ഓ സഹോദര, നീ എന്നെ അശ്രിക്നാ ഫീ ശൈഇൻ മിൻ ദുആഇക്, നിന്റെ ഒരു ദുആയിലും എന്നൊഴിവാക്കരുതേ. ആരാ ഇത് പറയുന്നത്? ലോകത്തിന്റെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ഒരു ദുആയിലും നീ എന്നെ ഒഴിവാക്കരുതേ, വലാ തൻസന, ഞങ്ങളെ മറക്കരുതേ എന്ന് ആ പോകുന്നവനോട് വസിയ്യത്ത് ചെയ്യുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ മുമ്പിലുള്ള ആളുകളോടൊക്കെ ഞാൻ പറയുന്നത്, ഹാജിമാരെ ആദരിക്കണം, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, അവരോട് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണം. അതിനുള്ളൊരവസരമായി ഈ കൂട്ടായ്മയും ഒറ്റക്കും നമ്മൾ സന്നദ്ധരാകണം എന്നാണ് ഒന്നാമതായി എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. രണ്ടാമത്തെ ഒന്ന്, ഹജ്ജിന് പോകുന്ന എല്ലാവരോടും നമ്മളെല്ലാവരും ഹജ്ജിന് പോകാൻ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കണം. എല്ലാ മനുഷ്യരും, ചില ആളുകളൊക്കെ പറയാറുണ്ട് എന്നെക്കൊണ്ട് പൈനൊന്നും കഴിയൂല,
സാരല്ല, എല്ലാം നടക്കട്ടെ. അപ്പൊ നാം പറഞ്ഞു വന്നത്, രണ്ടാമതായി നമ്മളൊക്കെ എപ്പോഴും അള്ളാഹുവിനോട് ദ്വാരന്നുകൊണ്ടിരിക്കുക ആ പുണ്യഭൂമിയിലെത്താൻ വേണ്ടി. പോയവരും പോകാത്തവരും പലവട്ടം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ നിരാശ വരരുത്. ചില ആളുകൾ പറയും എന്നെ കൊണ്ടൊന്നും ഇപ്പം അതിന് കഴിയൂലെന്ന്. എനിക്കൊക്കെ എന്ത് ഹജ്ജ്, 2-3 കുട്ടികളെ കെട്ടിച്ചാനാണ്. അവിടെ ആണെങ്കിലോ പെരിയിൽ കുറെ കടണ്ട്, അവിടെയാണ് കഷ്ടപ്പാടാണ്, പ്രയാസാണ്. ഞാനൊന്നും ഇപ്പം മക്കയും മദീനൊന്നും കാണലുണ്ടാവില്ല. അങ്ങനെ ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കാതിരിക്കുക. എല്ലാ സമയത്തും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹുവേ, ആ പുണ്യഭൂമിയിലേക്ക് ഞങ്ങളെ പലവട്ടം എത്തിച്ചു തരണേ അല്ലാ എന്ന് എല്ലാ ദുആയിലും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വഴി അള്ളാഹു തുറന്നു തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഓർക്കുകയാണ്, മുമ്പിലേക്ക് ഉംറക്ക് പോയപ്പോൾ ഒരു പ്രായമായ ഒരാളുണ്ടായിരുന്നു കൂടെ. അയാൾ ഉംറയിൽ ഞാൻ ദ്വാരക്കുമ്പോഴൊക്കെ പൊട്ടിക്കരയാണ്. ഞാൻ പറഞ്ഞു, എന്താ നിങ്ങളെ ഇത്ര വേദനിപ്പിക്കുന്ന കാര്യം എന്താ? അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ 4 പെൺകുട്ടികളെ കെട്ടിച്ചാനേ എനിക്ക്. ഒരു ചെറിയ പെരേ ഉള്ളൂ. ഞാൻ ഹോട്ടലിൽ വെള്ളം കൊടുന്നു കൊടുക്കുക. അന്ന് ഞാൻ ഹോട്ടലിൽ ഇപ്പൊക്കെ അന്ന് ഞാൻ ഹോട്ടലിൽ വെള്ളം കൊടുന്നു കൊടുക്കണ ജോലി എനിക്ക്. അങ്ങനെ ജീവിക്കണ ഒരാളാ. ഞങ്ങളെ നാട്ടിൽ നിന്ന് പലരും ഉംറക്ക് പോകും, പലരും ഹജ്ജിന് പോകും. എന്നോട് ഞാൻ അങ്ങനെ ഹജ്ജിന് പോകാട്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരിക്കിട്ടാന്ന് പറഞ്ഞാണ്ട് ഞാൻ എൻ്റെ പെരിയിൽ പോയി കുറേ കണ്ണീരൊലിപ്പിക്കും. പഠിച്ചോനെ, എനിക്ക് സ്ഥലം കാണിച്ചു തരൂലേ? ഉംറക്ക് പോകുക എന്ന് എന്നോട് ഒരാൾ പറഞ്ഞാൽ ഞാൻ അയാളോട് ദ്വാരക്കാൻ പറഞ്ഞ് നിസ്കാരം കഴിഞ്ഞിരുന്ന് ദ്വാരക്കും. റബ്ബേ, ആ സ്ഥലം ഞാൻ കാണൂലേ, റബ്ബേ എനിക്ക് കാണിച്ചു തരൂലേ? ഒരു ദിവസം ഞാൻ ചായക്കടയിൽ ചായ കുടിക്കുമ്പോൾ ഒരു ആചാര്യ വന്ന് അവിടെ ഇരുന്ന് എന്നോട്, ഞാൻ ഇന്ന ദിവസം ഉംറക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകാണ്ട് എന്നോട് ചോദിച്ചു മേമാക്ക ഉംറക്കൊക്കെ പോണ്ടേ ചോദിച്ചു എന്നോട്. ഞാൻ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു, നിങ്ങൾ ദ്വാരിക്കട്ടാ എന്നും പറഞ്ഞ് ഞാൻ വേഗം ചായ പൂർത്തിയാക്കാതെ ഹോട്ടലിൽ നിന്നാണ്ട് ഉറങ്ങി. കരച്ചിൽ വന്നിട്ട് ഹോട്ടലിൽ നിന്നാണ്ട് ഇറങ്ങിയിട്ട് ഞാൻ കരഞ്ഞു, റബ്ബേ എനിക്ക് പോകാൻ കഴിയൂലേ? അയാൾ പറയണം, വൈകുന്നേരം ആയപ്പോ കണ്ട് ഒരു കുട്ടീനെ വന്നിട്ട് നിങ്ങളോട് നിങ്ങളെ പാസ്പോർട്ട് നേരാൻ വേണ്ടി പറഞ്ഞേക്കണ. പക്ഷെ ഏതാ മോനെപ്പ? അപ്പൊ നേരത്തെ രാവിലെ ചോദിച്ച ആചാരാ. അപ്പൊ ഞാനിത് എന്തിനാന്നറിയില്ല, ഞാൻ പാസ്പോർട്ട് എടുത്തു കൊടുത്ത് എന്തെങ്കിലും വല്ല ആനുകൂല്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കഷ്ടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലോ. ഞാൻ പാസ്പോർട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ ഉംറക്കുങ്ങളും പോരുന്നട്ടാ, ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അയാൾ ഇങ്ങനെ കാണിച്ചു വന്നു, അതാണ് ഉസ്താദെ ആചാര്യ, അയാൾ കൂടെ ഉണ്ട്. ഞാനിതറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ 4 മക്കളെ കെട്ടിക്കാന് കടം, കഷ്ടപ്പാട്, ഹോട്ടലിൽ വെള്ളം കൊടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ആ പുണ്യഭൂമിയിലേക്ക് പടച്ച റബ്ബ് എത്തിച്ചത് ആ മനുഷ്യന്റെ മനസ്സിന്റെ അതിതീവ്രമായ ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഹാജിമാരോട്, അജ്ജമ്മമാരോട്, പോകണോലും പോകാത്തവരോടൊക്കെ ഞാൻ പറയാണ്, എപ്പോഴും അല്ലാഹുവിനോട് ദ്വാരന്നു കൊണ്ടിരിക്കുക ആ പുണ്യഭൂമിയിൽ എത്തിക്കാൻ. ഒന്നെങ്കിൽ നമുക്ക് ആ ഭൂമിയിൽ പോകാനുള്ള ഭാഗ്യമുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി പോകാൻ അല്ലാഹ് ഈ ഭൂമിയിൽ നമുക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ മനസ്സുരുകിയ പ്രാർത്ഥന കൊണ്ട് നാളെ മഹ്ശറയിലേക്ക് ചെല്ലുമ്പോ നമ്മളെ കിതാബിൽ ഹജ്ജ് ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആനാ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് എനിക്ക് പറയാം, ഹജ്ജിന് പോയ കുറേ ആൾക്കാരുണ്ട്, ഓൽക്കൊന്നും ചിലപ്പോൾ ഹജ്ജ് കിട്ടിയിട്ടുണ്ടാവില്ല. ഹജ്ജിന് പോകാത്ത കുറേ ആൾക്കാരുണ്ട്, ഓൽക്കൊക്കെ ഹജ്ജ് കിട്ടിയിട്ടുണ്ടാവും. എനിക്കത് പെട്ടെന്ന് മനസ്സിലായില്ല എന്താ ഈ പറഞ്ഞത്. ഹജ്ജിന് പോയ കുറെ ആൾക്കാരുണ്ട്, ഓൽക്കൊന്നും ഹജ്ജ് കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോ. എന്നാ ഹജ്ജിന് പോകാത്ത കുറെ ആളുകളുണ്ട്, ഓൽക്കൊക്കെ ഹജ്ജ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ചിന്തിക്കുന്നത്, അവിടെ അങ്ങനെ പോയി ടൂറായി പോകുന്നിട്ട് എന്താ കാര്യം? ടൂറായി പോയി ഞാനൊരു ഹാജിയാവണം, ഹജ്ജ് ചെയ്തു എന്ന് നാട്ടുകാര് പറയണം, ആ നിലക്ക് പോയിട്ട് എന്താ കാര്യം? നമ്മളൊക്കെ മദ്രസ പഠിക്കണ്ടായിരുന്നു അല്ലെ? കുറെ ഹജ്ജിന് പോയ ഒരാൾ പെരേക്ക് വിരുന്നേര് വന്നപ്പോ അയാൾ അടുക്കളയ്ക്ക് വിളിച്ചറിഞ്ഞു, ഞാൻ 1ാമത്തെ ഹജ്ജിനല്ല 2ാമത്തെ ഹജ്ജിന് പോയപ്പോ കൊണ്ടുവന്ന പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവാ. അത് പറഞ്ഞതുകൊണ്ടല്ല. എന്നിട്ട് നമ്മളെ പുസ്തകത്തിലുണ്ടായിരുന്നു, അത് അയാൾ പറയുമ്പോ ലക്ഷ്യം ഞാൻ 2 ചെയ്തിക്കണെന്ന് ഈ മന്നോനെ അറിയിക്കലാണ്. അജയരാക്കാന്ന് വിളിച്ചോട്ടെ, മന്നോനെ അജയരാക്കാന്ന് വിളിച്ചോട്ടെ, നിയമാക്കാന്ന് വിളിച്ചണ്ട എന്ന് കരുതിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളെ മദ്രസയിൽ വിക്കലുണ്ടായിരുന്നു. അതോടുകൂടി 2 ഹജ്ജിന്റെ കൂലിയും പോയി. 2 ഹജ്ജിന്റെ കൂലിയും പോയി. കാരണം മൂപ്പര ലക്ഷ്യം ആൾക്കാരെ അറിയിക്കലാണ്, ജനങ്ങൾ അറിയിക്കലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ചിലപ്പോ കിട്ടൂല. നേരെ മറിച്ച് ഇവിടെ ഇരുന്ന് പോകാൻ കഴിയൂലല്ല റബ്ബേ,
അറഫയിൽ ആളുകൾ നിൽക്കുമ്പോ ഇവിടെ ഇരുന്ന് മനസ്സ് പൊട്ടുക, മിനയിൽ ആളുകൾ നിൽക്കുമ്പോ ഇവിടെ ഉറക്കത്തിൽ മിന കണ്ണിൽ കാണുക. അതിങ്ങനെ നിസ്കാരത്തിൽ അല്ലാ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ഞങ്ങളെ എത്തിക്കണേ എന്ന് ദ്വാരിക്കണവന് അള്ളാഹു ഹജ്ജിന്റെ കൂലി കൊടുക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ രണ്ടാമത് ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും ഹജ്ജിന് പോകാൻ, ഉംറക്ക് പോകാൻ എപ്പോഴും ദ്വാരുന്ന കൊണ്ടേയിരിക്കുക. ഹജ്ജിന് ദ്വാരക്കാൻ എല്ലാവർക്കും പേടിയാ, കാരണം പൈസ ചെലവാകുമോ എന്നുള്ള ബേജാറാ. നിസ്കരിക്കാൻ പോകാൻ വലിയ ബേജാറില്ല, കാരണം കീശിന്ന് പൈസ ചെലവാവില്ല. എന്നാൽ എന്നോടൊരാൾ പറഞ്ഞു, ഞാൻ ഞങ്ങളെ മഹല്ലിലെ പള്ളിയിലെ ജുമാക്ക് പോലില്ല, ഞാൻ ഞങ്ങളെ പള്ളിയിലെ മഹല്ലിലെ ജുമാക്ക് പോലില്ല. ഞാൻ എന്തോ ചോദിച്ചു, എന്നും പിരിവാണ് പറഞ്ഞു, എന്നും പിരിവാണ്. ആ മൂപ്പര് പിരിവുള്ളതുകൊണ്ടാ പോകാത്ത, കൊടുക്കാൻ കഴിയാത്തോണ്ടാ? അല്ല, അരക്കത്തരം കൊണ്ടാണ്. അല്ല ഞാൻ എന്താ, ആകെ അയാൾ അതല്ലേ കൊടുക്കണുള്ളൂ. ആഴ്ചയിലൊരു 50 റുപ്യ, ആഴ്ചയിലൊരു 25 റുപ്യ, ആഴ്ചയിലൊരു 100 റുപ്യ, അതിന് മടിച്ചിട്ടാ പോകാതിരിക്കണത്? അല്ല, അയാൾ അരക്കത്തരം കൊണ്ട് പോകാതിരിക്കണതാണ്. അല്ലെങ്കിൽ അങ്ങനെങ്കിലും അൽഹംദുലില്ലാ ദീനിന് വേണ്ടിയല്ലേ കൊടുക്കട്ടെ, നീന്തിച്ചൂടെ? തോന്നില്ലെങ്കിൽ കുറച്ചെങ്കിലും കൊടുത്തൂടെ? അപ്പൊ മനുഷ്യന് കൊടുക്കുക എന്ന് പറഞ്ഞ പണത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ മഹാനായ ഒസാരി ഇമാം പറയുന്നുണ്ട്, ഒരാളെ ഇബാദത്തും തഖ്വയും ഈമാനൊന്നും അയാളെ നിസ്കാരവും നിസ്കാരത്താഴുമ്പോ നോക്കി നിങ്ങൾ അളക്കണ്ട. പൈസനോടൊന്ന് അടുത്തു നോക്കേണ്ടി, സമ്പത്തിനോട് അടുത്തു നോക്കുക, മുതലിനോട് അടുത്തു നോക്കുക. ഒരു വിരലിന്റെ പേരിലാണ് ഇക്കാര്യം കുടുംബക്കാരായിട്ട് തെറ്റി നടക്കുന്നത്. ഒരു ചാണ് വേലി അപ്പുറത്താന്നതിന്റെ പേരിലാണ് ഇക്കാര്യം കുടുംബക്കാരായിട്ട് തല്ലുണ്ടാക്കിയത്, കുറുമ്പേറ്റെടുക്കണത്. മൂപ്പരോ ലോകലജിന് പോയിട്ട് എന്താ കാര്യം? സമ്പത്തുമായി അടുക്കുമ്പോ സാരില്ല, എന്റെ സമ്പത്ത് പോയാലും എനിക്ക് എന്റെ റബ്ബിന്റെ സ്വർഗം കിട്ടണമെന്ന് ചിന്തിക്കുന്നവൻ, അവനാണ് ഈമാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പോയി വരാനുള്ള സമ്പത്ത്, പോയി വരുന്നത് വരെ തിന്നാനും അവനാണ് ഭക്ഷണം കൊടുക്കേണ്ട ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും സൗകര്യങ്ങളൊക്കെ ഉള്ളോല് ആഫിയത്തുണ്ടെങ്കിൽ പോകല് നിർബന്ധ. നമ്മളെന്താ വിചാരിച്ച് ഭയങ്കര സമ്പത്തുള്ളവൻ ഹജ്ജിന് പോകുക? അല്ല, പോയി വരുന്നത് വരെ അയാൾക്കും അയാൾ ആശ്രിതർക്കും ഭക്ഷണം, പാർപ്പിടം, താമസം, വീടും, കടം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് ബാക്കി ഹജ്ജിന് പോകാനുണ്ടോ? അതോടൊപ്പം ശാരീരികമായുള്ള ആഫിയത്തുണ്ടോ? എന്നാ ഹജ്ജിന് പോകലും നിർബന്ധാണ്. എന്റെ മോളെ കെട്ടിച്ചെടുത്ത്, ഞാൻ മോളെ അന്ന് കെട്ടിച്ചിട്ട് 2 പവൻ കൊടുക്കാണ്ട്, അല്ലെ എൻ്റെ ഒരു മോളെ കെട്ടിച്ചാണ്ട്, എനിക്ക് എത്ര പറമ്പ്? എനിക്ക് പറമ്പ് 25 ഏക്കർ, അല്ലെ 1 ഏക്കർ പറമ്പുണ്ട്. എന്നിട്ടാ ഓൻ കല്യാണം കഴിക്കാണ്ട് സാമ്പത്തിക പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ് ഹജ്ജിന് പോകാതിരിക്കണത്. ഓനക്ക് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, ഒരു മൂല വിറ്റ സുഖത്തിൽ പോയി വരാ. പക്ഷേ മുതല് വിറ്റ് പോണോ? അതവിടെയാണ് പ്രശ്നം. മുതല് വിറ്റിട്ടൊക്കെ പോണോ? എത്ര ഭൂമി ഉണ്ടായാലും തൊടൂല, വെറുതെ പണം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ ഹജ്ജിന് പോകാം. അതാണോ ഹജ്ജ് നിർബന്ധമാണ് കാര്യം? അല്ല, നമ്മളെ കയ്യിൽ മുതലുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് പോകൽ നിർബന്ധമാണ്. പോകാൻ നിർബന്ധമായിട്ട് ഹജ്ജിന് പോകാതെ മരണപ്പെട്ടു പോയാൽ അല്ലാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരനാകും. ഞാൻ വലിയ കാര്യപ്പെട്ട ആളാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മാത്രമല്ല, ഇവിടെ ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞല്ലോ, ബാപ്പ മരിച്ചാല് ബാപ്പാക്ക് ഹജ്ജിന് പോകൽ നിർബന്ധമായി മരിച്ച ബാപ്പയാണെങ്കിൽ ബാപ്പാന്റെ അല്ലെങ്കിൽ ഉമ്മാന്റെ ഒക്കെ മുതല് വിഹിതിക്കുമ്പോ ഓലെ ഹജ്ജിനുള്ള ഭാഗം മാറ്റി, അവരെ ഹജ്ജിനുള്ള ഭാഗം മാറ്റി വെക്കണം. അവരെ ഹജ്ജിനുള്ള ഭാഗം മാറ്റി വെച്ച് ബാക്കിയെ വീതിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മക്കളോ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ വേണം. ബാപ്പ മരിച്ചുപോയി, ഇമ്മ മരിച്ചുപോയി, ഹജ്ജ് ചെയ്യിപ്പിക്കണില്ല, ഹജ്ജായിട്ട് ചെയ്യണില്ല, മുതലെടുത്തിട്ട് അങ്ങനെ തിന്നാണ്. അതാണ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത്, ഹറാമിന്റെ മുതല്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മളെ അമ്മമാർ, നമ്മളെ ഉപ്പമാർ, ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ഉപ്പ ഹജ്ജ് ചെയ്യാൻ സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നു, പക്ഷേ ചെയ്തിട്ടില്ല, ഞാൻ ഹജ്ജ് ചെയ്യണോ? മുത്തുനബിയുടെ ചോദ്യം, നിന്റെ ബാപ്പ ആർക്കെങ്കിലും കടം കൊടുക്കാണ്ടെങ്കിൽ ഇജ്ജ് കൊടുക്കണോ? ആ സ്വഹാബി പറഞ്ഞു, ഞാൻ കൊടുക്കണ്ടേ? എന്റെ അപ്പ ആർക്കെങ്കിലും കടം കൊടുക്കാണ്ടെങ്കിൽ ഞാൻ കൊടുക്കണം. മുത്തുനബി പറഞ്ഞു, എന്നാൽ മനുഷ്യന് കൊടുക്കാനുള്ള കടം നീ വീട്ടണമെങ്കിൽ അതിനേക്കാൾ ആദ്യം വീട്ടുന്നത് പടച്ചോന്റെ കടമാണ്, നിന്റെ ഉപ്പാന്റെ ഹജ്ജാകുന്ന കടമാണ് ആദ്യമായി നീ വീട്ടേണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്മളൊക്കെ ഹജ്ജിന് പോകണം, ഉംറക്ക് പോകണം.
അതേ പ്രകാരം നമ്മളെ കുടുംബത്തിലുള്ളവർക്ക് ഇതേക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഹജ്ജിന്റെ മസ്അലകൾ കഴിവിന്റെ പരമാവധി നമ്മൾ പഠിക്കുക. കഴിവിന്റെ പരമാവധി അത്രേ കയ്യുള്ളൂ, അല്ലേ? അല്ലാതെ കയ്യോ? അല്ലാതെ എത്ര വെച്ചിട്ടാ? ഇപ്പൊ നമ്മൾ ഈ ഹജ്ജിന് പോകാൻ ഒരുങ്ങിയ ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഹജ്ജ് ക്ലാസ് എവിടെയത് കേട്ടോ അവിടേക്കൊക്കെ മണ്ടു. അങ്ങനെയാണ് ഹജ്ജിന് പോകാൻ ഒരുങ്ങിയ ആൾക്കാർക്ക്. കാരണം ഇത് എവിടെ നിന്നൊക്കെ കിട്ടുക, അവിടെ മുഴുവൻ ഓടും. പൂക്കോട്ടൂരിന്റെ ഹജ്ജ് ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പോയിന്നാ? പോയിരുന്നു, അവിടെ പോയിരുന്നു. ഞാൻ വേറെ എവിടെയെങ്കിലും അവിടെയും പോകും, എല്ലായിടത്തും പോകും. കഴിഞ്ഞ് വരുമ്പോ ചോദിക്കേണ്ട എന്തേ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. പണ്ട് ഏതോ ഒരു മൂലയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹജ്ജ് ക്ലാസ് എടുത്തു. മസാല പറഞ്ഞ് 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 വൈകുന്നേരമായപ്പോൾ ഉസ്താദ് ചോദിച്ചു, എനിക്ക് കിട്ടണതൊക്കെ ഞാൻ പറഞ്ഞിക്കണ്, ഞാൻ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളിയാർ. അപ്പൊ ഒരു വല്യപ്പ നീച്ചാണ്ട് പറഞ്ഞാൽ, ഉസ്താദെ ഞാൻ കൊടുത്ത പാസ്പോർട്ട് തിരിച്ചു കിട്ടാൻ വല്ല മാർഗമുണ്ടോ? അതാണ് എന്റെ സംശയം എന്ന് പറഞ്ഞാലോ. അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കണ്? നിങ്ങൾ രാവിലെ വന്നതാ, ഞാൻ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല അറിഞ്ഞാലോ. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ അതോട് ആകെ എന്റെ സംശയം, എന്റെ പാസ്പോർട്ടും പൈസയും തിരിച്ചെന്ന് വെച്ച് പെരി പോയിരിക്കായിരുന്നു. കാരണം എനിക്കിതൊന്നും തിരിയണില്ല. അതാണ് അവസ്ഥ. അങ്ങനെ പറഞ്ഞ് 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 ഒന്നും അല്ലാതാവും. സത്യത്തിൽ ഹാജിമാരോട്, ഹജ്ജമ്മമാരോട് ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ പവിത്രമായ ഹജ്ജും കർമ്മവും സുഖമാണ്, നല്ല സുഖമാണ്. പക്ഷെ മനസ്സിൽ ഈമാണ്ടാകണം, മനസ്സിൽ ഈമാണ്ടാകണം. ഈമാൻ ഇല്ലെങ്കിൽ ഹജ്ജും ഉംറയും പ്രവർത്തനങ്ങളും ഇടങ്ങേറാണ്. കാരണം എന്താ അറിയോ? പരിശുദ്ധമായ ഹജ്ജ് എന്ന് പറയുന്നത് ത്യാഗത്തിന്റെ ചരിത്രമാണ്, രസത്തിന്റെ ചരിത്രമല്ല, സന്തോഷത്തിന്റെ ചരിത്രമല്ല. മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുനീരിന്റെ കഥ പറയുകയാണ് ഹജ്ജ്. മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗത്തിന്റെ കഥ പറയുകയാണ് ഹജ്ജ്. മഹദിയായ ബീവി ഹാജർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുനീരോടെയുള്ള നെട്ടോട്ടത്തിന്റെ കഥയാണ് ഹജ്ജ്. ഹജ്ജ് ആഹ്ലാദത്തിന്റെ കഥയല്ല, ആനന്ദത്തിന്റെ കഥയല്ല, സന്തോഷത്തിന്റെ കഥയല്ല, ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും കഥയാണ്. പക്ഷേ ആ ദുഃഖത്തിന്റെ മുമ്പിലും ആ പ്രയാസങ്ങളുടെ മുമ്പിലും തളരാതെ നിന്ന മഹാമനീഷികളെ ഓർക്കുകയാണ് ഹജ്ജ്. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നടന്ന് 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 അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നടന്ന് 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 കാല് തളർന്ന് പുണ്യമായ മക്കയിലേക്ക് എത്തി. പടച്ച തമ്പുരാൻ പറഞ്ഞു കഅബ ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നടന്ന് നടന്ന് ലോകത്ത് ഇത്ര ദീനിന് വേണ്ടി നടന്ന ഒരു മഹാനില്ല. ആ മഹാകാല് ഒരു പാറയിലേക്ക് അങ്ങ് തട്ടിയതോടെ പാറങ്ങ് പേടിച്ച് വിറച്ച് പാറ ഉരുകി ഒലിക്കാൻ തുടങ്ങി. പാറ അങ്ങനെ ഉരുകാണ്. കാരണം ഇബ്രാഹിമിന്റെ പാറ പേടിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അടങ്ങ് കല്ലേ, അടങ്ങ്, അവിടെ നിന്നു കല്ല്. പിന്നെ ആ നാവുകൊണ്ട് ഉപദേശിച്ചാ പിന്നെ കല്ല് പേടിക്കും. കല്ല് അവിടെ നിന്നു. ഇന്നും അത് മക്കാം ഇബ്രാഹിമിന്റെ ഉള്ളിൽ ആ കാൽ ആഴ്ന്നു പോയ സ്ഥലം കാണാം. അള്ളാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. മക്കാം ഇബ്രാഹിം, അതിന്റെ പിന്നിൽ നിന്ന് ദ്വാരുന്നാൽ ഉത്തരണ്ടല്ലോ, നന്നായി ദ്വാരുന്നോണ്ടി എന്റെ നേരെ വേക്കുന്നു സുന്നത്ത് സ്കരിക്കാം. പക്ഷേ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ സ്കരിക്കട്ടെ എന്ന് കരുതി അവിടെ നിന്നാല് സുഡാനിയാൾ വന്ന് പൈനായിട്ട് അടിച്ചു. അപ്പൊ നമ്മൾ പിന്നെ ഓണറിൽ പോസ്റ്റ് എന്നാണ് ഈ കാര്യം. അതുകൊണ്ട് അതിന്റെ നേരെ ബാക്കിൽ നിന്നാണ് സാഹസപ്പെടാൻ നിൽക്കണ്ട. കുറെ ബാക്ക് പോയി സുഖത്തിൽ നിന്ന് സുന്നത്ത് സ്കരിച്ച് അള്ളാഹിനോട് ദ്വാരിക്കുക. പടച്ചോനാണ് കൂലി തരുന്നത്. എടങ്ങേറുണ്ടാകുന്ന ഒരു പരിപാടിക്കൊന്നും നിൽക്കരുത്. ശരീരത്തിൽ അപകടം വരുന്ന ഒരു പരിപാടിക്കൊന്നും നിൽക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ അത്രയും ത്യാഗം സഹിച്ചപ്പോ പടച്ച റബ്ബ് ലോകത്തേറ്റവും വലിയ സന്തോഷം കൊടുത്തു, അവർക്ക് ലോകത്തേറ്റവും വലിയ സമാധാനം കൊടുത്തു. ഇബ്രാഹിം നബി പിന്നെ സന്തോഷിച്ചു, മകൻ ഇസ്മായിൽ നബി ആഹ്ലാദിച്ചു. ഹാജർ ബീവിക്ക് സംസം ഖിയാമത്ത് നാൾ വരെ ആ ഉമ്മാന്റെ കണ്ണുനീരും ആ മകന്റെ രോധനവും ലോകം കുടിച്ച് ആനന്ദിക്കുകയാണ്. അതിന്റെ പേരാണ് സംസം. അല്ലാഹു കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. തണുത്തത് കുടിക്കണ്ട കേട്ടോ. അവിടെ പോയാല് അവിടെ തണുത്ത വെള്ളം ഉണ്ടാവും, തണുക്കും തണുത്തകാത്തും ഉണ്ടാവും. വൈറ മുബറദി എന്ന് തണുക്കാത്തിയും എഴുതിയിട്ടുണ്ടാവും. അത് നല്ലോണം കുടിച്ചോണ്ടി. തവാഫിന് സയ്യിന് സമയത്ത് അധികം കുടിച്ചണ്ട, പാത്താ മുട്ടിക്കാളും. അതുകൊണ്ട് ആ നേരത്തെ അധികം കുടിക്കണ്ട. റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് റൂമിൽ നിന്നൊക്കെ നല്ലോണം കുടിച്ചോണ്ടി. ആ നേരത്തെ ബർക്കത്തിന് വേണ്ടി കുറച്ച് കുടിച്ചാൽ മതി. സംസം തണുത്തത് കുടിക്കരുത്. തണുത്തത് കുടിക്കാനാണ് ഇക്കാര്യം നമ്മളെ മനസ്സ് പറയാ, ഹൃദയം ശരീരം പറയാ. പക്ഷെ കുടിച്ചാൽ പിന്നെ സോക്കടായി കിടക്കേണ്ടി വരും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് എല്ലാ ഹാജിമാർക്കും ഹജ്ജുമാർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.
സംസം അതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അവർക്ക് ആ ദുഃഖമൊക്കെ സന്തോഷമായി തോന്നാനുണ്ടായ കാരണം അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈമാനായിരുന്നു, അള്ളാഹുവിൽ അർപ്പിക്കാനുള്ള ബോധമായിരുന്നു. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ഹാജിമാരോട്, ഹജ്ജുമ്മമാരോട് മസ്അലകളുടെ കാര്യത്തിലൊന്നും നിങ്ങൾ ബേജാറാവണ്ട. കാരണം അവിടെ ചെന്നാൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന, നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്ന, നമുക്ക് അറിയാൻ പറ്റുന്ന ഉലമാക്കൾ ഉണ്ടാകും. നമ്മളെ നാട്ടുകാരനായ ഒരുപാട് ഉലമാക്കൾ ഉണ്ടാകും. ഇതുപോലെയുള്ള നമ്മളെ പുസ്തകങ്ങൾ ഉണ്ടാകും. ആ പുസ്തകം എഴുതിയ ആളുകളൊക്കെ അവിടെ ഉണ്ടാകും. അന്വേഷിക്കാനും അവസരോചിതമായി പഠിക്കാനും പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്നവരാണെങ്കിൽ പിന്നെ ഒപ്പം നിന്ന് പറഞ്ഞു തരാൻ തന്നെ ആളുണ്ടാവും. ആരും ആ വിഷയത്തിലൊന്നും വിഷമിക്കേണ്ടതില്ല. അള്ളാഹു എല്ലാം റാഹത്തോടെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പക്ഷെ പോകുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം ഹാജിമാരോട് പറയാനുണ്ട്. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഒന്നാമതായി ചെയ്തിരിക്കേണ്ട ചില കാര്യം, അത് ഇവിടുന്ന് തന്നെ ചെയ്യണം. അത് അവിടെ പോയി ചെയ്യാൻ പറ്റൂല. അത് ചെയ്തിട്ടല്ലാതെ നിങ്ങൾ പോകരുത്. അത്ര എനിക്ക് പറയാം. ബാക്കിയുള്ള ഒക്കെ നടക്കും. ഹജ്ജൊക്കെ അങ്ങനെ നടക്കും, നമ്മളറിയാതെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ നിങ്ങൾ പോകുന്നതിൻ്റെ മുമ്പ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളൊക്കെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാകും, മറ്റുള്ളവരുമായി മുശാവറ ചെയ്യുക. അത് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാകും പോകുന്നതിന് മുമ്പ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊന്ന് ഇസ്തിഖാറത്ത് നിസ്കരിക്കുക. പോകുന്നത് ഹൈറാണോ ഷർറാണോ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഇസ്തിഖാറത്ത് നിസ്കാരം, അത് നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ നിസ്കരിക്കണം. ഞാൻ ഹജ്ജിന് പോവുകയാണ്, ഹജ്ജിന് പോകുന്ന എനിക്ക് ഹൈറാണ് എന്ന് ഹൈറാണ് എന്ന് മനസ്സിലാവാൻ അല്ലെങ്കിൽ ഹൈറാവാൻ ഞാൻ ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കുക. സാധാരണ നമ്മൾ ക്ലാസ്സിലൊക്കെ മസല കേൾക്കൽ ഇസ്തിഖാറത്തിന്റെ സുന്നത്ത് നിസ്കരിച്ച് കണ്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഉറക്കത്തിൽ ഇത് ഹൈറാണോ ഷർറാണോ എന്നൊക്കെ നമുക്ക് അറിയുന്നൊക്കെയാണ്. ഞാൻ ഇവിടെ പറഞ്ഞ മാതിരി കുറേ ഹജ്ജിനും പോയിക്കണം, ഉംറക്ക് പോയിക്കണ്, ഇസ്തിഖാറത്ത് നിസ്കരിക്കണം, എനിക്കൊന്നും തീരുന്നില്ല. ഞാൻ കുറെ നിസ്കരിച്ച് നോക്കിക്കണ്, ഇത് ഹൈറാണും തിരിയണില്ല ഷെറാണും തിരിയണില്ല. എന്താ കാരണം എന്നറിയോ? നമ്മളെ നിസ്കാരത്തിന്റെ കോലാണ്. അതുകൊണ്ടാണ്. തീരണ്ടോൽക്ക് തിരി. നമ്മള് അല്ലാഹു അക്ബർ പറഞ്ഞ അന്തം വിട്ട് കുന്തം പൈസ അല്ലാഹു ലിമൻ ഹമിദ എന്ത് തിരിയാനാ? അതുകൊണ്ട് നമ്മളെ ഈമാന്റെ കുറവാ. പക്ഷെ എന്നാലും നിസ്കരിക്കണം. എന്തിനു വേണ്ടി? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഇസ്തിഖാറത്ത് നിസ്കരിക്കണം അല്ലേ? അപ്പൊ നമ്മൾ ആ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹിനോട് ദ്വാരക്കുമ്പോ റസൂലുള്ള പറഞ്ഞത് സ്വീകരിച്ചതിന്റെ ബർക്കത്തോണ്ട് നമ്മൾ ദ്വാ സ്വീകരിക്കും, ഉറപ്പാണ്. അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല എന്ന് കരുതി നമ്മൾ അവഗണിക്കണ്ട. അത് നമ്മളെ പോരായികയാണ്. നമ്മളത് ഇസ്തിഖാറത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുൽ കാഫിറൂന ഓതി, പിന്നെ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു ഓതി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് മനസ്സുരുകി അള്ളാഹിനോട് ദ്വാരക്ക, റബ്ബേ ഞാൻ ഹജ്ജിന് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്, ഖൈറാക്കി തരണേ പടച്ചോനെ എന്ന് അള്ളാഹിനോട് ദ്വാരക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊന്ന് തൗബ. അതിനെല്ലാവരോടും പറയേണ്ടതാ തൗബ. തൗബ 2. ഒന്ന് പടച്ചോനോടുള്ള തൗബ, നിസ്കാരം ഖളാ ഉണ്ടെങ്കിൽ വീട്ടണം. അതേ പ്രകാരം എന്തെങ്കിലും നമുക്ക് ഖളാകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടണം. പടച്ചോനുമായി എന്തെങ്കിലും തെറ്റുകൾ നമ്മളെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തൗബ ചെയ്യണം, തൗബ ചെയ്യണം, തൗബ ചെയ്യണം. എന്ത് തൗബ എന്ന് കരുതി ഹജ്ജിന് പോകണോലെ, അള്ളാഹു അവിടെ വെച്ച് നിങ്ങളെ വട്ടം കറക്കും. ഉറപ്പാ, പടച്ചോൻ കാക്കട്ടെ, ഉറപ്പ്. അവിടെ വെച്ച് കൊടുക്കും. അള്ളാഹിനോട് തൗബ ചെയ്യണം. പടച്ചോനോട് വല്ല തെറ്റും നമ്മളെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കളങ്കമായ മനസ്സുമായി പുണ്യ മക്കയിലേക്ക് പോകരുത്. അവിടെ നമ്മൾ കുടുങ്ങിപ്പോകും, പ്രയാസപ്പെടും. അള്ളാഹിനോട് തൗബ ചെയ്യാന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ പറയുക? എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് പടച്ചോനോട് നെഞ്ഞുരുകിയിട്ട് ഇന്നാലിന്ന തെറ്റൊക്കെ ഞാൻ ചെയ്തിരിക്കണം, എനിക്ക് മാപ്പുണ്ട പടച്ചോനെ എന്ന് പറയാം. അത്രേ വേണ്ടു. ഇനിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവൂല. അല്ലാതെ നമ്മളെ കടലാസ് ഇങ്ങനെ ബുക്ക് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് തംഫുരോനെ വന്നതും പോയതും നബിന്റെ കല്യാണത്തിന് വരാനും ചോറയിച്ചാനും തംഫുരോ ഇതിങ്ങനെ നമ്മൾ വായിച്ചിരുന്നത് എന്താ കാര്യം? പഴമക്കാരായ ആളുകൾക്ക് നമ്മളെ കിതാബിലുള്ള ആ ഇതാകുന്നു തൗബ വായിച്ചാൽ മതിയായിരുന്നു. എൻ്റെ വല്ലിപ്പൊക്കെ തൗബ ചെയ്ത് കൊടുക്കുന്ന അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. തൗബാണ്ട് ചൊല്ലി കൊടുക്കുമ്പോൾ മഹാനുകളും കരയും, പള്ളിക്കാട്ടിലിരിക്കണ പെണ്ണുങ്ങളും മുഴുവൻ കൂട്ടക്കരച്ചിലാണ്. ഓൽക്കൊക്കെ അത് മതി, ഓൽക്കൊക്കെ അത് മതി തൗബ. പക്ഷെ അമ്മക്കൊക്കെ അത് മതിയോ? നമ്മൾ ഒറ്റക്കിരുന്ന് പച്ച മലയാളത്തിൽ ആരും കേൾക്കണം, അവനെ പെണ്ണുങ്ങളും കുട്ടികളും ആരും കേൾക്കണ്ട, ഒറ്റക്കിരുന്ന് നെഞ്ഞിങ്ങനെ ഒഴിഞ്ഞിട്ട് അല്ലാഹുവേ പറ്റിപ്പോയതാണ്, ഇന്ന കാലത്ത് ഇന്ന തെറ്റെൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്, ഞാനിതാ തെറ്റുകൾ പൊറുപ്പിക്കാൻ പുണ്യഭൂമിയിലേക്ക് യാത്രയാവുകയാണ്, അതുകൊണ്ട് ഇനിയും എൻ്റെ ദോഷങ്ങളിന് ബാക്കി വെക്കാതെ അല്ലാ എനിക്ക് മാപ്പ് തരണേ എന്ന് മനസ്സുരുകി കണ്ണുകൊണ്ട് മനസ്സുരുകി കണ്ണ് നിറച്ചൊരു അല്ലാഹുവിനോട് പറയുക.
അള്ളാഹ് മാപ്പ് തരും, അള്ളാഹ് മാപ്പ് തരും. അള്ളാഹ് ഗഫൂറാൻ, അള്ളാഹ് ഗഫാറാൻ. അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ. എല്ലാവർക്കും അള്ളാഹ് മാപ്പ് തരും. അത് നിങ്ങൾ നിർബന്ധമായി ചെയ്തിരിക്കണം. പോകുന്നതിന്റെ മുമ്പ് അള്ളാഹിനോട് ചെയ്ത തെറ്റിൽ നിന്ന് മാപ്പിനെ അപേക്ഷിക്കുക. ആരും കേൾക്കണ്ട. നമ്മൾ ചെയ്ത തെറ്റി നമ്മൾ പെണ്ണുങ്ങൾ പോലും അറിയണ്ട. നമ്മൾ ചെയ്ത തെറ്റി നമ്മൾ ആരും അറിയണ്ട. ഒറ്റയ്ക്കിരുന്ന് ഒന്ന് നെടുവീർപ്പിട്ടാൽ മതി. ഒരു സ്വഹാബി അള്ളാഹിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞില്ലേ, എനിക്ക് മാപ്പുണ്ടാവുക നബിയേന്ന്. എന്തേ നീ ചെയ്ത തെറ്റെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, അത് പറയാൻ പറ്റൂല. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, തെറ്റ് എന്താണെങ്കിലും മാപ്പുണ്ടാവും. സ്വഹാബി പറഞ്ഞു, എന്റെ തെറ്റ് അങ്ങനത്തതല്ല. പക്ഷെ എങ്ങനെയാ? ഞാന് ഖബർ കുത്തുന്ന ആളാ. ഖബറിന്റെ ഉള്ളിൽ ആളുകളൊക്കെ പോയാ പിന്നെ ഖബർ മാന്തിയിട്ട് ഖബറിന്റെ ഉള്ളില് കഫംപുട എടുത്ത് വിൽക്കലാണ് എന്റെ പതിവ്. ഒരു ദിവസം ഞാൻ ഖബർ മാന്തി കഫംപുട എടുത്ത് നോക്കുമ്പോൾ ഒരു സുന്ദരിയായ പെണ്ണ. എന്ത് സൗന്ദര്യം! ഞാൻ ആ ഖബറിലിട്ട് ഓളെ വ്യഭിചരിച്ചു നബിയേ. എനിക്ക് മാപ്പുണ്ടോ? ഞാൻ വിശദീകരിക്കല്ല. ആ മനുഷ്യനെ പോലും പരിപൂർണമായി തെറ്റ് പുറത്തു കൊടുത്ത പടച്ച തമ്പുരാൻ നമ്മളല്ല കൈയൊഴിയോ? ഒരിക്കലില്ല. നമ്മളെ റബ്ബ് കൈയൊഴിയൂല. മാപ്പപേക്ഷിച്ചോളി. പടച്ചോനോട് ഒറ്റയ്ക്കിരുന്ന് പറയാം. അള്ളാഹു നമുക്ക് തൗബ സ്വീകരിക്കുമാറാവട്ടെ. രണ്ടാമത്തെ ഏറ്റവും കരപ്പെട്ട മറ്റൊന്ന്, പടപ്പാളേറ്റ് വല്ലതുണ്ടെങ്കിൽ അവരോട് നമ്മൾ മാപ്പിന് അപേക്ഷിക്കണം. പടപ്പുകളേറ്റ് വല്ലതും ആരെങ്കിലും ഉണ്ടെങ്കിൽ, തെറ്റ് ഉള്ളിൽ പിണക്കവുമായി പോകുന്ന ഒരാള് ഉള്ളിടത്ത് റഹ്മത്തിന്റെ മലക്കൾ വരൂല. കുടുംബക്കാര്, അയൽവാസികൾ, നാട്ടുകാർ, ആരുമായെങ്കിലും നമ്മൾ എന്തെങ്കിലും മാനസികമായ പ്രശ്നമുണ്ടോ എന്ന് സ്വശരീരത്തിനോട് ചോദിക്കുക. ഉണ്ടെങ്കിൽ ഒരു മടിയും കാട്ടണ്ട, പോയിട്ട് പറയണം, ഞാനും ഇനിയും കൂടി വല്ലതും ഉണ്ടെങ്കിൽ മാപ്പ് തരണം കേട്ടാ. അപ്പൊ ഓൻ പറയണം ക്രൂരനാ, ഓൻ പറയാണ് പോയി പണിയൊക്കെ പോയി, ആ മാപ്പം തരൂല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ റബ്ബിലേക്ക് വിട്ടുകൊടുക്കുക. അത് നമ്മൾ ഉത്തരവാദില്ല. നമ്മളെ കടമ നിർവഹിച്ചു. നമ്മളെ കടമ നിർവഹിച്ചു. നമ്മൾ എത്ര മക്കളോടാണെങ്കിലും തെറ്റ് നിൽക്കരുത്. ബാപ്പാര്, ഭാര്യയോട്, ഭർത്താവിനോട്, അയൽവാസിയോട്, കുടുംബക്കാരോട് ഓരോരുത്തരും അവനവന്റെ മനസ്സിനോട് ചോദിക്കുക, ഞാൻ എൻ്റെ ഏട്ടന്മാരായിട്ട് എന്തെങ്കിലും ഉണ്ടോ, എൻ്റെ അമ്മയാളായിട്ട് എന്തെങ്കിലും ഉണ്ടോ, എൻ്റെ കുടുംബക്കാരായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ അബൂ ഹുറൈറ തന്റെ അനുയായികളോട് പറഞ്ഞു, കുടുംബത്തിൽ ആരോടെങ്കിലും തെറ്റിയവർ ഇവിടെയുണ്ടെങ്കിൽ ഈ സദസ്സിൽ ഇരിക്കാൻ പാടില്ല, നീച്ചു പോകണം. ഒരു സ്വഹാബി ബേക്ക് കൂടി മെല്ലെ കഴിച്ചിലായി. നേരെ പോയത് അമ്മായിന്റെ അടുത്ത്, കപ്പാന്റെ പങ്ങളെടുത്ത് പോയിട്ട് പറഞ്ഞ, അമ്മായിയെ ഞങ്ങൾക്ക് നിങ്ങളോട് ചെറിയൊരു വെറുപ്പുണ്ടായിരുന്നു, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടായിരുന്നു കേട്ടോ. അമ്മായി ചോദിച്ചു, അമ്മായിന്റെ കുട്ടിക്ക് ഇപ്പം എന്തേ ഇങ്ങനെ ഒരു ബോധം വന്നത്? അതോ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ എന്നോട് അബൂ ഹുറൈറ റളിയല്ലാഹു സദസ്സിനോട് പറഞ്ഞു, കുടുംബത്തിൽ ആരോടെങ്കിലും മനസ്സിൽ വെറുപ്പേറ്റിരിക്കണവരുണ്ടെങ്കിൽ ഈ സദസ്സിൽ ഇരിക്കാൻ പാടില്ല. ഞാൻ ഉടൻ എഴുന്നേറ്റ് പോന്നതാ. ഉടൻ അമ്മായി പൊരുത്തപ്പെട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അമ്മായിയുടെ മോൻ ചോദിക്കണം, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് മുത്ത് നബിയോട് ചോദിക്കണം. സ്വഹാബി തിരിച്ചു വന്ന് ചോദിച്ചപ്പോ മഹാനവർകൾ പറഞ്ഞു, സമീഅതു ഖലീലി, എന്റെ ഖലീലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുടുംബത്തോട് പിണക്കം മനസ്സിൽ വെച്ച് നടക്കുന്നവർ എവിടെയുണ്ടെങ്കിലും ലാ യൻസിലുർ റഹ്മ, അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ റഹ്മത്ത് ഇറങ്ങൂല. റബ്ബിന്റെ റഹ്മത്ത് അവിടെ ഉണ്ടാവൂല. പിന്നെന്ത് തവാഫ്, പിന്നെന്ത് സഅയ്, പിന്നെന്ത് അറഫ, പിന്നെന്ത് മുസ്ദലിഫ. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നതിന്റെ മുമ്പ് ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, കുടുംബത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പിടിക്കണം, പൊരുത്തപ്പെടിക്കണം, ദ്വാരക്കാൻ പറയണം. കാരണം നമ്മളെ രക്ഷിക്കാൻ, നമുക്ക് കർമ്മങ്ങൾ റാഹത്താക്കാൻ നമുക്ക് കഴിയില്ല, അല്ലാഹുവിന് മാത്രമേ കഴിയൂ. ആർക്കും കഴിയില്ല, ഏത് ഗ്രൂപ്പിനും കഴിയില്ല. അല്ലേ? ഗ്രൂപ്പിൽ നമ്മൾ പോയാൽ ചോറ് കൊടുക്കാൻ കഴിയും, മീൻ നല്ല പൊരിച്ചു കൊടുക്കാൻ കഴിയും, കോഴിക്കാല് പൊരിച്ചു കൊടുക്കാൻ കഴിയും. പക്ഷെ അത് തൊണ്ടി കൂടി ഇങ്ങോട്ട് ഇറക്കി കൊടുക്കാൻ പറ്റുമോ? ഓടക്കോലെടുത്ത് കുത്തി കൊടുക്കുക. ഇതിങ്ങോട്ട് ഇറക്കണമെങ്കിൽ പടച്ചോന്റെ തൗഫീഖ് വേണം. അല്ലാതെ അതെല്ലാം കൂടി ഉണ്ടായിട്ട് എന്താ കാര്യം? തവാഫിനും സഅയിനും പോകാനും കൊണ്ടുപോകാനും ആളുണ്ട്, നടക്കാൻ നമുക്ക് കഴിയണ്ടേ? ഇവിടുന്നാട് ചെന്നേക്ക് നമുക്ക് രോഗാണ്ട് വന്നു, ആർക്കെങ്കിലും തടയാൻ കഴിയോ? നേരെ പോയി ഹോസ്പിറ്റലിൽ കടന്നു, എന്താ ഉണ്ടാകുക? അറഫീക്ക് ഒരു മറ്റേ ആംബുലൻസിൽ കൊണ്ടുവരും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു എല്ലാ ഹാജിമാരെയും കാത്തു രക്ഷിക്കട്ടെ. ഇതല്ലേ മനുഷ്യൻ, ഇതല്ലേ മനുഷ്യൻ. അതുകൊണ്ട് പോകുന്നതിന്റെ മുമ്പ് ഇതുകൾ മുഴുവനും നിർവഹിക്കുകയും ഏത് സമയത്തും സദാ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. റബ്ബേ,
ആ പുണ്യഭൂമിയിലേക്ക് ഞാൻ പോവുകയാണ്. ഒരു വിഷമവും ഇല്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ അവിടെ എത്തിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യണം. എപ്പോഴും ദ്വാരുന്നുകൊണ്ടിരിക്കണം. മനസ്സ് പോണീന്റെ മുമ്പ് എന്നെ നന്നാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പോണീന്റെ മുമ്പ് എന്നെ മനസ്സ് ക്ലിയർ ആക്കുക. ആ ബൽപ്പത്തരെ കണ്ട് ഒഴിവാക്കിയിട്ട് ഞാനിതാ പോവുകയാണ്, ഇങ്ങോട്ട് തിരിച്ച് വന്നോളണം എന്നില്ല എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുക. എന്നാൽ നമ്മളെ റബ്ബ് നമ്മളെ കൂടെ ഉണ്ടാവും. അള്ളാഹു നമ്മളെ സഹായിക്കും. ഒരു പ്രയാസം ഉണ്ടാവില്ല. രസകരമായി പോയി തിരിച്ചെത്താൻ കഴിയും. ഇവിടുന്ന് പോണ നേരത്ത് നമ്മൾ കണ്ടോരേ അനുഭവങ്ങളാണ് നമുക്ക് വലിയ സാക്ഷി. പോകുമ്പോൾ ചില പെണ്ണുങ്ങൾ ചില ആണുങ്ങളൊക്കെ വന്നു കണ്ട് കാര്യം ഉസ്താദേ വയക്കണട്ട മുട്ടുകൊണ്ട് നടക്കാൻ വയ്യ, ഊരോണ്ട് നടക്കാൻ വയ്യ, പട്ട കെട്ടിക്ക് ഞാൻ ഹജ്ജിന് പോവുകയാണ് ഉസ്താദ്, പുതിയോണ്ട് പോവുകയാണ്, അവിടുന്ന് മരിച്ചാലും വേണ്ടിയില്ല. ആഗ്രഹം നിറഞ്ഞ ആഗ്രഹം. ചിലോരങ്ങനല്ല. ചിലോല് ഞാൻ ഹജ്ജിന് പോവാണ്, പ്രശ്നമൊന്നുമില്ല, 30-35 കൊല്ലം ജിദ്ദയിലുണ്ടായിരുന്നു, ഉണ്ട് അതൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു 50 കൊല്ലം സൗദി വെള്ളം പോലെ കുടിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ഏതായാലും ഇൻഷാ അല്ലാഹ് പോട്ടെ. ഇവ രണ്ടാൾ നമ്മളെ വ്യത്യാസം എന്തായിരിക്കും അറിയോ? ആദ്യം പോയ പായസത്തി മാമണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ചില മരുകളൊക്കെ പറയും ഉസ്താദെ എമ്മാനെ പിടിച്ചിട്ട് കിട്ടണില്ല. കാരണം തവാഫിനും ഉണ്ട്, അയ്യനും ഉണ്ട്, അറഫയും മീനും, കാൽമുട്ട് വേദനയില്ല, ഉരവേദനയില്ല, ഒരു അസുഖമില്ല, ഇങ്ങോട്ട് തിരിച്ചെത്തോളം അങ്ങനെ രോഗിയാണെന്നൊരൊക്കെ പറയാൻ കഴിയാത്ത വിധം പടച്ച റബ്ബാണ്ട് ആഫിയത്ത് കൊടുക്കുകയാണ് അള്ളാഹു നമുക്ക്. നേരെ മറിച്ച് ഇവിടുന്ന് വല്യർത്താനം പറഞ്ഞു ഒരേ കൊല്ലം ഞങ്ങളോട് പോണ സമയത്തൊക്കെ ഇങ്ങനെ പറയും ഞാൻ അവിടെ പോയിരുന്നു, ഇത്ര കൊല്ലം ഞാൻ മക്കത്തുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു വല്യർത്താനം. നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ക്ലാസ്സിലിരുന്ന് അടുത്തുള്ളവർക്ക് അയാൾ ക്ലാസ് എടുത്തു കൊടുക്കും. നമ്മൾ നേരെ മക്കയിൽ പോകുന്ന അറിയുമ്പോഴേക്കും മൂപ്പരിങ്ങനെ മക്കയിൽ ഇങ്ങനെ മറ്റുള്ളവനോട് ചുരുക്കത്തെ പറഞ്ഞ മൂപ്പരെ ക്ലാസ് എടുക്കണോണ്ട് ക്ലാസ് എടുക്കണ മൂലയിലടങ്ങാറായിരുന്നു. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ ദുൽഹുലൈഫ അബിയാർ അലിയിൽ ഇഹ്റാം ചെയ്യാൻ ഇറങ്ങി അവിടുന്ന് ഇഹ്റാം ചെയ്ത് എല്ലാവരും ബസ് കയറി. ഈ ഒരു ഫുലാനെ കാണില്ല. 1.5 മണിക്കൂർ നേരം തെരഞ്ഞു അയാളെ. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പണ്ട് എവിടുന്നോ ഒരു ആൾക്കാരൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ പിടിച്ചോണ്ടിരുന്നു. അപ്പൊ മൂപ്പര് ഇങ്ങനെ വെള്ളം ഉണ്ടാ അറിഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല 35 കൊല്ലത്തെ പരിചയം? അവർ പറഞ്ഞു ഉസ്താദ് അന്ന് ഞാൻ ഈ സ്ഥലമൊന്നും കണ്ടിട്ടില്ല. അന്ന് ഞാൻ ഈ സ്ഥലമൊന്നും കണ്ടിട്ടില്ല, മാത്രമല്ല അന്ന് ഇത്ര ബസ് ഉണ്ട് അവിടെ. ഇത് എവിടേക്ക് ഇറങ്ങിയാലും ഒരുപോലെ അല്ല. അള്ളന്ന് ശരിയാക്കിയതാ, നിർത്തിക്കാളന്റെ ബിഡല് മതി. ഇത് നിഷ്കളങ്കതയുടെ സ്ഥല, ഇത് പരിശുദ്ധതയുടെ സ്ഥല. വലുതാവണ്ട, നീ നിഷ്കളങ്കനാവുക. ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടിമയാണ്. എൻ്റെ മേത്ത് വെറും ഒരു തുണി, എൻ്റെ മേത്ത് വെറും ഒരു പുതപ്പ്. ഞാൻ ഇന്ന് ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന മയ്യത്ത് പോലെ ഒരു കഫം പിടക്കിടയിലുള്ള ഒരു പാവം മനുഷ്യനാണ് എന്ന ബോധം നിന്നിലുണ്ടാവണം. ഹജ്ജോടുകൂടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഒരു മനസ്സുണ്ടാക്കുകയാണ് പടച്ച റബ്ബ് ഹജ്ജിലൂടെ. അല്ലാത്ത ഹജ്ജിന്റെ കർമ്മങ്ങളുടെ പ്രത്യേകതകൾ എന്താ? ഒന്നുമില്ലല്ലോ. ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്താ പരിപാടി? അറഫയിൽ വെറുതെ ഇങ്ങനെ പോയിരിക്കുക. ചെല്ലി പറയലൊക്കെ സുന്നത്താണ്, ആണെങ്കിൽ ചെല്ലി പറഞ്ഞാൽ മതി. മിനയിൽ ഇങ്ങനെ ഇരിക്കുക. പിന്നെ അവിടെ ഒരു കല്ലുണ്ട്, ആ അതിന് ഇങ്ങനെ എറിയ. നമ്മളെ നാട്ടിൽ ഒരാൾ ഇങ്ങനെ എറിഞ്ഞ് കണ്ട അവനെ കുതിരവട്ടത്ത് കൊണ്ടുപോകില്ലേ? ഇതൊരു പണിയില്ല, വെറുതെ ഇങ്ങനെ എറിയാണല്ലോ. ചില ആൾക്കാർ പറയും ചെയ്ത്താൻ എറിയണം. അവിടെ ചെയ്ത്താനൊന്നുമില്ല, ഒക്കെ വെറുതെ പറയണം. അവിടെ അങ്ങനെ ഒരു സിമെന്റിന്റെ ഒരു പലക ഉണ്ട്, നമുക്ക് ഇങ്ങനെ എറിയാം. ചില ആൾക്കാർ ചെയ്ത്താണ്ടെന്ന് കരുതിയിട്ട് കല്ലോ നല്ല ചെരുപ്പൊക്കെ എടുത്ത് എറിയാം, കുപ്പിയൊക്കെ എടുത്ത് എറിയാം. ചില ആളുകൾ 7 കല്ല് കൊണ്ടുപോയി ഈ ഒരു കല്ലൂടൊക്കെ ചെയ്താൽ സ്ഥലം. ഈ കോലത്തിലൊക്കെ എറിയണ മനുഷ്യന്മാര് അവിടെ അതൊന്നുമല്ല പണി. ഹജ്ജിന്റെ പണി എന്ന് പറയുന്നത് എന്റെ റബ്ബെന്നെ ഏൽപ്പിച്ച എന്താണെങ്കിലും ഞാൻ ചെയ്യും. എന്നെ എൻ്റെ റബ്ബ് ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞത്, ഞാൻ ഇരിക്കും. ഒരിക്കലും ഞാൻ അസ്വസ്ഥനാവില്ല. എൻ്റെ റബ്ബെന്നോട് എറിയാനാണ് പറഞ്ഞത്, എന്തിനാണെന്ന് ഞാൻ ചോദിക്കില്ല. എൻ്റെ റബ്ബ് പറഞ്ഞതനുസരിക്കുന്ന ഒരു വിനീത മനസ്സുള്ളവനാണ് ഞാൻ. എന്നോട് എൻ്റെ റബ്ബ് ഒരു തുണിയും ഒരു പൊതയും ധരിക്കാനാണ് പറഞ്ഞത്, എന്തേ എനിക്കൊരു ബനിയനിട്ടൂടെ എന്ന് ഞാൻ ചോദിക്കൂല. എൻ്റെ റബ്ബ് പറഞ്ഞതനുസരിക്കേണ്ട ഒരു പാവം അടിമയാണ് ഞാൻ. ആ ഒരു ബോധത്തിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ സംശുദ്ധീകരിച്ചിരിക്കുകയാണ് പടച്ച തമ്പുരാന് ഹജ്ജിലൂടെ, ഉംറയിലൂടെ. അല്ലാതെ മറ്റൊന്നുമല്ല. അതിനുള്ള ഒരുക്കമാണ് ഇവിടെ വെച്ചൊരുങ്ങണം. കളങ്കമില്ലാത്ത മനസ്സ്,
നിഷ്കളങ്കമായ മനസ്സ്, വലിപ്പത്തരമില്ലാത്ത മനസ്സ്. ആ മനസ്സുണ്ടാക്കിക്കൊണ്ട് എന്ത് വന്നാലും ഞാൻ എൻ്റെ റബ്ബേ നിന്റെ മാർഗത്തിൽ സഹിക്കുമെന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് മറ്റുള്ളവരെ കൊണ്ട് പൊരുത്തപ്പെടിയിച്ച് തൗബ ചെയ്ത് എല്ലാം സഹിക്കാം സന്നദ്ധനായി വീട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ഒരു ഹാജി, ഒരു ഹജ്ജുമ്മ, നിങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ കാവലുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇവിടുന്ന് പോണീന്റെ മുമ്പ് അതാങ്ങൾ ചെയ്യേണ്ടത് എല്ലാ നിലക്കും മനസ്സ് ക്ലിയർ ചെയ്യാം. പരിശുദ്ധമായി എൻ്റെ കർമ്മത്തിലൊന്നും ഉണ്ടാവില്ല, എൻ്റെ റബ്ബ് എന്നെ സഹായിക്കും എന്ന ചിന്തയുണ്ടാവുക. ഹജ്ജിന്റെ കർമ്മങ്ങൾ ഉംറ 3 കർമ്മങ്ങളാണ് പോകുന്നവര് ചെയ്യാം. ഒന്ന് ഹജ്ജ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞോളൂ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2 ഉംറ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3 മുത്തുമാണിക്കല്ലായ മുഹമ്മദ് മുസ്തഫ നമ്മളെ ഖരളിനെ സിയാറത്ത് ചെയ്യുക, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ കർമ്മങ്ങളാണ് നമ്മുടെ ലക്ഷ്യം. ഒന്ന് ഉംറക്ക് പലവട്ടം നിങ്ങൾ പോയതാണ്, ഇപ്പൊ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. പഴയ കാലത്ത് ഉംറ ഇങ്ങനെ വ്യാപകമായി ആരും പോകലില്ല, ഉണ്ടോ? പഴയ കാലത്ത് ഇല്ല. ഇപ്പൊ ഇങ്ങനെ വ്യാപകമായി ഉംറക്ക് പോകുന്ന ആ സമയത്ത് പല ആളുകൾ ചോദിക്കാറുണ്ട്, ഇത് എന്ത് ഉംറ ഇക്കാലത്ത് ഇപ്പോഴായിട്ടൊരു ഉംറ? അങ്ങനെയൊന്നുമല്ല. പഴയ കാലത്ത് ഹജ്ജിനും ഉംറക്കൊക്കെ ഒരേ പൈസ. പഴയ കാലത്ത് ഹജ്ജിനും ഉംറക്കും ഒരേ പൈസ, ഒരേ അടങ്ങേറ് അല്ലേ? പായ് കപ്പലിന് മറ്റോ പോകണം, ഹജ്ജിനാണെങ്കിലും അങ്ങനെ തന്നെ, ഉംറക്കാണെങ്കിലും അങ്ങനെ തന്നെ, പൈസ ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പം അങ്ങനെയല്ല, ഹജ്ജിന് നല്ല സംഖ്യ വേണം, ഉംറക്ക് കുറച്ച് പൈസ ഉണ്ടായാൽ പോകാം. ഹജ്ജിന് നല്ല ആരോഗ്യം വേണം, ഉംറക്ക് മക്കളോ മരക്കളോ ആരെങ്കിലും ഒപ്പം ഉണ്ടെങ്കിൽ ആരോഗ്യം ഇല്ലാത്തവർക്കും പോകാം. അപ്പൊ അതുകൊണ്ട് ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹജ്ജും ഉംറയും ഒരുപോലെ നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പഴയ കാലത്ത് ഹജ്ജിന് പോകുമ്പോൾ ഉംറയും കൂടി ചെയ്യും. ഇപ്പോ ഹജ്ജിന് പോകാൻ കഴിയൂല, ആരോഗ്യം വയ്ക്കുന്നില്ല, അതുകൊണ്ട് മക്കളെയും മരക്കളെയും കൂടെ ഒരു വീൽ ചെയറിൽ നിന്ന് ഒന്തിക്കോളും, ഞാൻ ഒന്ന് പോട്ടെ. അപ്പൊ ഉംറ നിർവഹിക്കാൻ കഴിയും. അല്ലെങ്കിൽ എനിക്കൊന്ന് കാണാൻ വല്ലാത്തൊരു ആഗ്രഹം ഒന്ന് കണ്ടുവരട്ടെ, കുറഞ്ഞ പൈസ കൊണ്ട് ഒരു വള വിറ്റാല്, ഒരു മൂത്രം വിറ്റാൽ പോയി തരാൻ കഴിയും. ആ നിലക്കാണ് ഇപ്പൊ ഉംറ വ്യാപിച്ചത്. അത് നല്ല ഹൈറ് തന്നെയാണ്. അള്ളാഹു എല്ലാവർക്കും പോകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉംറ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, തവാഫ് ആദ്യം ഇഹ്റാം ചെയ്യാം അല്ലേ? ആദ്യം ഇഹ്റാം ചെയ്യാം, പിന്നെ തവാഫ് ചെയ്യുക, പിന്നെ സഫാ മർവന്റെ ഇടയിൽ സഅയ് ചെയ്യുക, മുടി മുറിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് എത്രയും നമുക്ക് ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവനവന്റെ ആരോഗ്യം അനുസരിച്ച് മക്കയിൽ താമസിക്കുന്ന, ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കല്ല കേട്ടോ, ചില സൂചനകൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാലോ ഈ സമയം. അതുകൊണ്ട് അത് എത്രയും നമുക്ക് ചെയ്യാം. ഒരാൾ ഉംറ ചെയ്താൽ ഒരു ഉംറ കഴിഞ്ഞ അടുത്ത ഉംറന്റെ ഇടയിലുള്ള അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൻ ലിമാ ബൈനഹുമാ. രണ്ടിന്റെയും ഇടയിൽ, 2 ഉംറന്റെ ഇടയിലുള്ള എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും ഉംറ കൊണ്ടെന്ന് റസൂലുള്ളാഹി. ഹജ്ജിന് പോകുന്നവരെ, മക്കയിൽ നിങ്ങൾ താമസിക്കുമ്പോ എത്ര ഉംറയും നിങ്ങൾക്ക് ചെയ്യാം. അവിടെ ചെന്നിട്ട് എവിടെന്നാണ് ഉംറക്ക് ഇഹ്റാം ചെയ്യേണ്ടത്? ഹജ്ജിന്റെ ഏത് മീഖാത്തിലും പോയാൽ ചെയ്യാം. പക്ഷെ ഹജ്ജിന്റെ മീഖാത്തിലേക്കൊന്നും ആ സമയത്ത് പോകാൻ കഴിയില്ല. ത്വായിഫ് കാണാൻ പോകുന്നുണ്ടെങ്കിൽ ദുൽഹുലൈഫയിൽ നിന്ന്, മറ്റേ ഖർനുൽ മനാസിൽ നിന്നുകൊണ്ട് ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ കഴിയും. അല്ലാഞ്ഞാൽ നമുക്കവിടെ ജുഹ്ഫയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹ്റാം ചെയ്ത ജുഹ്ഫയുണ്ട്. അതേ പ്രകാരം ജിറാനത്തുണ്ട്. അതേ പ്രകാരം ആയിഷ റളിയല്ലാഹു അൻഹ ഉംറക്ക് ഇഹ്റാം ചെയ്ത തൻഈമുണ്ട്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉംറക്ക് വന്നിട്ട് പൂർത്തിയാക്കാതെ തഹല്ലുലായ പിന്നെ ഹുദൈബിയയുണ്ട്. അവിടെയൊക്കെ പോയി ഉംറക്ക് ഇഹ്റാം ചെയ്യാം. 1 വട്ടോ 2 വട്ടോ 3 വട്ടോ എത്രയും ഉംറക്ക് ഇഹ്റാം ചെയ്യാം. ഉംറക്ക് ഇഹ്റാം ചെയ്യുന്നിടത്തോളം കൂലി കൂടുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷേ ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഹജ്ജിന് പോകുന്നവരോട് ഞാൻ പറയാൻ, 8 ഉംറ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ 8 ഉംറ ചെയ്യാൻ മണ്ടണ്ട. ഓരോരുത്തരും അവനവന്റെ തടിയെക്കുറിച്ച് ഓർമ്മ വേണം. നമുക്ക് അറഫുണ്ട്, നമുക്ക് മിനുണ്ട്, മുസ്ദലിഫുണ്ട്, ഒരുപാട് കർമ്മങ്ങൾ ഇനിയും ചെയ്യാണ്ട്. 8 ചെയ്ത് കണല്ലോ, 9 ചെയ്ത് കണല്ലോ എന്നും കേട്ട് ആദ്യം മക്കത്ത് പോയി നിൽക്കുന്നവർ 8 ചെയ്തു 9 ചെയ്തു എന്ന് കരുതി അവനവന്റെ ആരോഗ്യം നോക്കാതെ ഉംറ ചെയ്യാൻ ഓടിയാൽ ഹജ്ജ് വരുമ്പോഴേക്ക് കിടപ്പിലാകും. അള്ളാഹു കാക്കട്ടെ. നമ്മൾ കാണാറുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ മുമ്പിൽ പറയണം. ഇത് ഞാൻ മസാലയും പറയുന്നൊന്നുമല്ല, അനുഭവപ്പെടുന്ന ചില അപകടങ്ങളെ കുറിച്ച് നിങ്ങളെ സൂചിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി. ചില പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. നമ്മളെ റൂമിൽ 4-5 പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ
ഒരു പെണ്ണ് പറയും വന്നാണ്ട് എന്ത് അടി ഞാൻ 8 ഉംറ ചെയ്തു, ഞാൻ ആരോഗ്യം ഉണ്ടാവും. അപ്പൊ കാൽമുട്ട് വേദന ഊരവേദനയുള്ള മാമ പറയും അല്ലാ ഓള് 8 എണ്ണം ചെയ്താലോ, ഞാൻ 3 എണ്ണം ചെയ്തിട്ടുള്ളൂ. അവസാനം ഇടങ്ങാറായി പൈസ കൊടുത്ത് പോകും. 8 എണ്ണം കഴിയുമ്പോഴേക്ക് പിന്നെ മുപ്പത്തേക്ക് നടക്കാൻ കഴിയൂല, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ്. നേരെ മറിച്ച് കുറേ ഉംറ ചെയ്യലല്ല, ആ പുണ്യഭൂമിയിൽ നിന്ന് എന്ത് ചെയ്താലും കോടിക്കണക്കിന് കൂലിയല്ലേ. ഒരാൾക്ക് ഉംറ ഒന്നേ ചെയ്യാൻ കഴിയുള്ളൂ, മതി. ഇനി ദിക്റല്ലിക്കോളിയും സ്വലാത്തല്ലിക്കോളിയും അതങ്ങനെ ചെയ്ത് 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 ആ ഉംറനേക്കാളും കൂടുതൽ കൂലി നേടിക്കോളി. ഇനി ഒന്നുമില്ലേ, കാബ നോക്കിയിരുന്ന് പൊട്ടി 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 കരഞ്ഞോളി. സമസാഹിബ് ഒരിക്കൽ പറഞ്ഞോട്, പിന്നെ ഒരിക്കണ്ടല്ലോ ഒരു ഹജ്ജിന് വന്ന ഒരാള് മുസാഫിക്ക് നോക്കി കരയന്നെ 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 കരയന്നെ. അപ്പൊ സമസാഹിബ് മറ്റൊരു വഴി ഖുർആൻ ഓത്. അപ്പൊ മൂപ്പർക്കൊരു സംശയം തോന്നി, എന്താ അറിയോ, അപ്പുറത്തിരുന്ന ഒരാൾ മുസാഫിക്ക് നോക്കി കരയുന്നു. ഏതായത്തായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിന് ഇത്ര വേദനിപ്പിച്ചത്? അങ്ങനെ ഖുർആനൊക്കെ കഴിഞ്ഞ് ഇയാളും കണ്ണീരൊക്കെ തുടച്ച് പോണ സമയത്ത് ചോദിച്ചാലോ നിങ്ങൾ ഇത്ര വേദനിപ്പിച്ചത്, ഏതോ മറ്റുള്ള രാജ്യക്കാരനാ, നിങ്ങളെപ്പോഴാണ് ഇത്ര വേദനിപ്പിച്ചത് ഏതായത്താണ്? അയാൾ പറഞ്ഞു, ആയത്ത് വേദനിപ്പിക്കണമെങ്കിൽ ഖുർആൻ ഓതാ എനിക്കറിയണ്ടേ, എനിക്ക് ഖുർആൻ ഓതാ അറിയില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, എന്നും വന്നുകാണ്ട് ഹറമിൽ വന്നിരുന്ന് ഖുർആൻ എടുക്കും. എന്നിട്ട് അയക്ക് ഇങ്ങനെ നോക്കിയിട്ട് പഠിച്ചോനെ എൻ്റെ റബ്ബിൻ്റെ കലാമാണുള്ളത്, എനിക്കത് ഓതാൻ അറിയണില്ല റബ്ബേ എന്ന് ആലോചിച്ചപ്പോൾ കരഞ്ഞ് കരഞ്ഞ് മണിക്കൂറോളം ഞാൻ കരഞ്ഞു. എനിക്കൊരു സംതൃപ്തിയാണ്. നോക്കണങ്ങൾ ആ 10 മിനിറ്റുള്ള ആ കരച്ചിലിന് ഇന്ത്യങ്ങളെ ഓത്ത് കൂടെ നിൽക്കുവോ? നമ്മളിങ്ങനെ അന്തം വിട്ട് ഓതുക എന്നല്ലാതെ ആ മനുഷ്യന്റെ ഓരോരോ കണ്ണീരും സ്വർഗത്തിലേക്കുള്ള പാതയമാണ്. ഹജ്ജിന് പോകുന്നവരെ, ഹജ്ജുമ്മമാരെ, മക്ക വർത്താനം പറയേണ്ട സ്ഥലമല്ല, മക്ക ബഡായി വിട്ട് നടക്കേണ്ട സ്ഥലമല്ല. മക്ക ഒരു മൂലയിൽ കഅബത്തിലോ ഹറമിലോ മറ്റോ ഇരുന്ന് ദിക്റുകളും സ്വലാത്തുകളും ചെല്ലേണ്ട സ്ഥലമാണ്. അവനാന്റെ മക്കത്ത് നമ്മൾ താമസിക്കുന്ന റൂം ഹറമിലാണെങ്കിൽ, ഹറമിന്റെ ഉള്ളിലാണെങ്കിൽ, ആ ഹറമിന്റെ ഉള്ളിലുള്ള റൂമിൽ വെച്ച് ഇബാദത്ത് എടുത്താൽ 10,000 കൂലിയ, ലക്ഷക്കണക്കിന് കൂലിയ. അത് മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലാണെങ്കിൽ കോടിക്കണക്കിന് കൂലിയ. നമ്മളെ റൂമിൽ ഇരുന്ന് ഖുർആൻ ഓതിയാൽ പോലും ലക്ഷക്കണക്കിന് കൂലിയാണെന്ന് അർത്ഥം. നമ്മളെ റൂമിൽ ഇരുന്ന് ഖുർആൻ ഓതിയാൽ പോലും. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടായി എന്നുള്ളത് ചിലപ്പോൾ അവിടെ പോയാൽ ഞാൻ ഈ പറഞ്ഞത് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായിരിക്കും റൂമിൽ ഇരുന്ന് ഖുർആൻ ഓതിയാലും ലക്ഷങ്ങളാണെന്ന് ഉസ്താദ് ഇങ്ങനെ പറയാൻ കാരണം അപ്പം തിരി. എന്താ കാരണം? ഇതൊക്കെ കേട്ടുപോയാലും റൂമിൽ കണ്ട് എത്തിയാൽ പിന്നെ ബഡായി ഉണ്ടാവുള്ളൂ. അങ്ങനെ വിടലും വിട്ടിരിക്കും, എല്ലാം കേൾക്കും. ആ റൂമിലിരുന്ന് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ തരട്ടെ. അപ്പൊ നിങ്ങൾ ചോദിച്ചോ ആ പുണ്യഭൂമിയിലോ? ആ വലിയ സ്ഥലം, മഹത്തായ സ്ഥലം, ഏറ്റവും വലിയ സ്ഥലം, എന്നാൽ ഏറ്റവും വലിയ ഇബ്ലീസുള്ള സ്ഥലമാണ്. പുണ്യ മക്കയും മദീനുമാണ് ഏറ്റവും കൂടുതൽ ഇബ്ലീസ് ഇടങ്ങാറ ഓടി നടക്കുന്ന സ്ഥലം. വാണിയന്നൂരിലും ചമ്പറയിലൊന്നുമല്ല, അവിടെയൊക്കെ കുറച്ചുണ്ടാവുള്ളൂ. ഏറ്റവും വലിയ ഇബ്ലീസ് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് മക്കത്തും മദീനത്തുമാണ്. എങ്ങനെയെങ്കിലും നമ്മളെ നാവുകൊണ്ട്, എങ്ങനെയെങ്കിലും നമ്മളെ മനസ്സുകൊണ്ട്, എങ്ങനെയെങ്കിലും നമ്മളെ അവയവങ്ങളെ കൊണ്ട് അതുവരെ ചെയ്തതൊക്കെ ഫിനിഷാക്കി നാട്ടിൽ പറഞ്ഞേക്കാനുള്ള പരിപാടിയാണ് മൂപ്പര പണി. അപ്പൊ നമ്മളങ്ങനെ ഇരുന്ന് വിടും. അവനെക്കുറിച്ചും അവനെക്കുറിച്ചും അവരെക്കുറിച്ചും ഇവരെക്കുറിച്ചും അവനങ്ങനെ പറഞ്ഞിരിക്കും. കാരണം എന്താ? ഒരു റൂമിൽ 5 ആളാണ്. ഈ 5 ആൾ ആരാ നമുക്കറിയില്ല. പിന്നെ ആരൊക്കെയാണ്, എവിടുന്നൊക്കെയുള്ള 4 ആൾക്കാരാണ്? അതിൽ ഒരാൾ വന്നത് മഹാബഡൽറ്റീസിന്റെ ആളാണ് ഈ കാരം, അതിൽ നമ്മൾ കൂടിക്കൊടുക്കും. അങ്ങേപ്പുറത്തുള്ളത് മഹാബഡായിയാണ് ഈ കാരം, അപ്പൊ ഈ സാധു കൊടുങ്ങും. അതിന്റെ ഉള്ളിലാണ് അവനവൻ ഈമാനെ സംരക്ഷിക്കേണ്ടത്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ഷഹീദ് ഷഫീഉനാ റസൂലുള്ളാഹി. ആ ഉംറ കഴിവിന്റെ പരമാവധി നമുക്ക് ചെയ്യാം. അതേ പ്രകാരം പുണ്യ മക്കയിലുള്ള അമലുകളൊക്കെ നമുക്ക് നിർവഹിക്കാം. പിന്നെ ഹജ്ജ് തുടങ്ങുന്നത് എന്നാണ്? ഹജ്ജ് തുടങ്ങുന്നത് ദുൽഹജ്ജ് 7-8-നാണ്. ദുൽഹജ്ജ് 6-നോ 7-നോ ഹജ്ജിന് ഇഹ്റാം ചെയ്യും. ഇഹ്റാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇഹ്റാം ചെയ്യലോടുകൂടെ പിന്നെ ആണുങ്ങൾ ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പഠിക്കണം, മനസ്സിലാക്കിയിരിക്കണം. പെണ്ണുങ്ങളാണെങ്കിലോ അതേ പ്രകാരം ആണുങ്ങൾ തല മറക്കാൻ പാടില്ല. പെണ്ണുങ്ങളാണെങ്കിൽ അവൾ മുങ്കൈ മറക്കാൻ പാടില്ല, മുഖം മറക്കാൻ പാടില്ല. ബാക്കിയുള്ളതൊക്കെ മറക്കണം, ബാക്കിയുള്ളടക്കം മറക്കണം, ബാക്കിയുള്ളടക്കം മറക്കണം. പല പെണ്ണുങ്ങളെയും ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ പോലും സോക്സ് ഇടാതെ നടക്കുന്നത് കാണാറുണ്ട്.
ഇവിടെ മൂലേര് കാണാതിരിക്കാൻ വേണ്ടി സുജൂദ് പോകുമ്പോൾ പിടിച്ച് താത്തി കൊടുക്കുക. ബേക്കുന്ന മൂലേര് കാണേണ്ട സോക്സ് താത്തിച്ചിട്ട് ആർക്കും വേണ്ടി ഹജ്ജിന് പോണേ. നമ്മളെ ഈ ഭാഗത്ത് പോണ പെണ്ണുങ്ങളൊന്നും അല്ലാന്ന് കരുതിക്കോളി. അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ലോകത്ത് കാണാം. ഇതൊക്കെ എങ്ങനെ കേട്ടാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകുന്ന ഒരു മനസ്സ്, അതുവഴി അള്ളാഹിന്റെ ശാപം വാങ്ങി തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഖവും മുങ്കയും മറക്കണ്ട, ബാക്കിയുള്ളതൊക്കെ മറക്കണം. എപ്പോ? ഉംറക്കോ ഹജ്ജിനോ ഇഹ്റാം ചെയ്താൽ. അപ്പൊ ഇഹ്റാം ചെയ്യാത്ത സമയത്ത് മക്കത്തോ മദീനത്തൊക്കെ ആണെങ്കിലോ പെണ്ണുങ്ങളെല്ലാടും മറക്കണം, മുഴുവനും മറക്കണം. മുഖവും മുങ്കയും എല്ലാം മറച്ചാദരവോടുകൂടെ ആ പുണ്യഭൂമിയിൽ നടക്കാവൂ, ആ പുണ്യഭൂമിയിൽ ജീവിക്കാവൂ. അല്ലാതെ മക്കത്തും മദീനത്തും പോയാൽ മുഖവും മുങ്കയും മറക്കണ്ടെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് മുഖവും മുങ്കയും ഒഴിവാക്കി നടക്കുക, അത് ഇഹ്റാം ചെയ്താലുള്ളവരോടാണ്. അല്ലാതെ ഇഹ്റാം ചെയ്യണതിന് മുമ്പോ തഹല്ലുലായതിന് ശേഷമുള്ള സംസ്കാരമല്ല. അതുകൊണ്ട് പെണ്ണുങ്ങളെ, പുണ്യമായ ഭൂമിയിൽ പോയി റബ്ബിന്റെ ശാപം വാങ്ങി തിരിച്ചു വരരുതേ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 100 വട്ടം അദബ്, 100 വട്ടം ആദരവ്, അതാണ് നമ്മൾ അവിടെ കാത്തു സൂക്ഷിക്കേണ്ടത് ആ പുണ്യഭൂമി. അപ്പൊ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, സുഗന്ധം പൂശാൻ പാടില്ല, മുഖവും മുടിയും നഖവും മുറിക്കാൻ പാടില്ല, വിവാഹം സംയോഗം പോലുള്ള ഒന്നും പാടില്ല. ഇങ്ങനെ വളരെ സൂക്ഷിക്കേണ്ട മുഹറമാത്തുൽ ഇഹ്റാമുകൾ. അത് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താൽ തവാഫും സഅയും കഴിഞ്ഞ് മുടി മുറിക്കലോടുകൂടെ അത് കഴിഞ്ഞു. എന്നാ ഹജ്ജിനുള്ള ഇഹ്റാം അങ്ങനല്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മക്ക് ഈ ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കേണ്ട സമയം എപ്പോഴാ വരിക അറിയോ? ദുൽഹജ്ജ് 6നോ 7നോ ഇഹ്റാം ചെയ്താൽ 8, 9, 10, 10ന്റെ അന്ന് ഏകദേശം നമുക്ക് ജംറയായി എറിഞ്ഞ് മുടി മുറിച്ചാൽ മാത്രമേ നമുക്ക് ഇനി ഈ മുഹറമാത്തുൽ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാൻ പറ്റുള്ളൂ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇഹ്റാമിൽ ചെയ്ത് നേരെ 8ന്റെ അന്ന് മിനയിലേക്ക് പോകണം. യൗമുത് തർവിയ, 8ന്റെ അന്ന് യൗമുത് തർവിയ എന്ന് പറയും. അന്ന് മിനയിലേക്ക് പോകണം. മിനയിൽ നമുക്ക് താമസിക്കാൻ ഒരു ടെന്റ് ഉണ്ടാകും, അവിടെ താമസിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചത് ഇശയും അല്ലേ, മഗ്രിബും ഇശയും സുബഹിയും ഒക്കെ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചു. എന്നിട്ട് അവിടുന്ന് നേരം വെളുക്കുമ്പോൾ രാവിലെ 9 പള്ളിയിൽ, അവിടുത്തെ പുണ്യമായ പള്ളിയുണ്ട് അറഫയിലെ പള്ളി, മസ്ജിദുൻ നമീറ, ആ പള്ളിയിലെത്തി അവിടുന്ന് ളുഹൂറും അസറും കൂടി ജമ്മാക്കി ളുഹൂറിന് ശേഷമാണ് അറഫയിൽ നിൽക്കേണ്ടത്. അറഫയിലേക്ക് ചെന്നു. ഇപ്പൊ നമുക്കതൊന്നും കഴിയില്ല. ഇപ്പൊ അങ്ങനത്തെ സുന്നത്തുകളൊന്നും എടുക്കാൻ സാധിക്കില്ല. ഇപ്പോ ദുൽഹജ്ജ് 8ന് നമ്മളെ മിനയിൽ കൊണ്ടുപോയാൽ, 8ന് 7ന് കൊണ്ടുപോയാൽ 8ന് തന്നെ രാത്രി നേരം വെളുക്കണതിന് മുമ്പ് തന്നെ ബസ് വന്ന് നമ്മളെ അറഫയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ മനാസിക്ക് വായിച്ചു കണ്ട് സുബൈ ഇവിടുന്ന് നിസ്കരിച്ചിട്ട് ഞാൻ പോരുള്ളൂ പറഞ്ഞാല് അവിടെ ഇരിക്കാം, ബാക്കിയുള്ളവർ പോയിട്ടുണ്ടാവും. കാരണം ഇന്നത്തെ പ്രായോഗിക അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പഴയ കാലം പോലല്ല. ഇപ്പൊ നമുക്ക് ആ വാശിയൊന്നും പിടിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ വാശി പിടിച്ചാൽ ചിലപ്പോ ഉച്ചയാകുമ്പോഴേക്ക് അറഫയിലേക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ നമ്മളെ ഹജ്ജനില്ലാതെ പോകും. ഇത് പേടിച്ചിട്ടാണ് ഗവൺമെന്റ് നേരത്തെ തന്നെ നമ്മളെ അറഫയിൽ എത്തിക്കണം. ഏതായാലും ആ ദിവസം ഇഹ്റാമിന്റെ വേഷത്തിൽ തൽബിയത്തും ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമുക്ക് താമസിക്കാൻ ഒരുക്കിയ മിനയിലെ ടെന്റിൽ താമസിച്ച് നമുക്ക് അറഫയിലേക്ക് പോകാനുള്ള ബസ് വരുമ്പോ നമ്മളെ സാധനങ്ങൾ എടുത്ത് തൽബിയത്തും ചൊല്ലി ബസ്സിൽ കയറി. ആ ബസ്സിൽ നേരെ അറഫയിൽ പോയി. നിങ്ങളേക്ക് നടക്കാൻ പറ്റൂലേ? അറിയണോൽക്കൊക്കെ ആണെങ്കിൽ നടക്കാം, അറിയാത്തോല് നടന്നാൽ എവിടേക്ക് എത്തൂല. കാരണം ഒന്നാകെ തിരക്കുവാണ്, എങ്ങോട്ടാ പോകണ്ടെന്നും അറിയില്ല, ആ കിടങ്ങാറായി പോകും. അപ്പൊ അതുകൊണ്ട് ബസ്സിൽ തന്നെ പോകേണ്ടി വരും. ഏതായാലും പോയി അറഫയിൽ നമ്മളെ രാവിലെ തന്നെ കൊണ്ടുപോയിടും. രാവിലെ അവിടെ കൊണ്ടുപോയി ഇട്ടാൽ നമ്മളവിടെ പോയി കിടന്നുറങ്ങി. ഉച്ച മുതലാണ് പിന്നെ അറഫയിൽ, ദുൽഹജ്ജ് 9 മുതൽ പിന്നെ അറഫയിൽ നിൽക്കേണ്ട സമയമായി. ഉച്ച മുതൽ പിന്നെ അറഫയിൽ നിന്ന് പൊട്ടിക്കരയാണ്, ദുആ ചെയ്യാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. കഴിവിന്റെ പരമാവധി അന്നത്തെ അറഫ, അൽ ഹജ്ജു അറഫ, മുഹമ്മദ് മുസ്തഫ, അറഫയാണ് ഹജ്ജ്. അന്ന് ഇബ്ലീസ് നെട്ടോട്ടമോടുന്ന ദിവസമാണ്. ഇബ്ലീസ് എന്നെ ഞാൻ ഉണ്ടാക്കിയ എല്ലാ പണിയും തകർന്നു എന്ന് ചിന്തിക്കുന്ന ദിവസമാണ്. അന്ന് ഹാജിമാരെ കണ്ണുനീര് കൊണ്ട് അറഫ നിറഞ്ഞൊഴുകുന്ന ദിവസമാണ്. അറഫ ഒരു അത്ഭുത സ്ഥലമാണ്. ഒരല്പ സ്ഥലേ ഉള്ളൂ. ആ സ്ഥലത്ത് എല്ലാവരും കൂടി താമസിക്കണം. ഏതൊക്കെ ഭാഷക്കാർ, ഏതൊക്കെ ദേശക്കാർ, ഏതൊക്കെ രൂപക്കാർ, എല്ലാവരും ഒരേ വേഷമാണ് അവിടെ, എല്ലാവരും ഒരേ ശബ്ദമാണ് അവിടെ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ
വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. തൽബിയത്തും ചൊല്ലി അല്ലാഹുവിനോട് മനസ്സൊരുക്കി ദുആ ചെയ്ത് ഏകദേശം മഗ്രിബ് വരെ അറഫയിൽ ഹജ്ജുമാരെ കഴിയണം. ഹാജിമാര് ആണുങ്ങൾക്ക് കഴിയുമെങ്കിൽ അവിടെ മലയോ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മുകളിലൊക്കെ കയറുന്നത് വരയ്ക്കുക. പെണ്ണുങ്ങളൊക്കെ എൻ്റെ റൂമിൽ തന്നെ അദബിൽ ഇരുന്നത് വരയ്ക്കുക. അവൻ്റെ റൂമിൽ അദബിലും മര്യാദയിലും ഇരുന്നത് വരയ്ക്കുക. അവിടെ ഒന്നും സ്ത്രീകൾ അദബ് കൈവിടരുത്, അച്ചടക്കം കൈവിടരുത്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് തിരിച്ചു പോവുകയാണ് മുസ്ദലിഫയിലേക്ക് തിരിച്ചു പോവുകയാണ്. രാത്രിയായാൽ നമുക്ക് പോകാനുള്ള ബസ് വരും. ആ ബസ്സിൽ എല്ലാവരും കൂടി കയറിയിട്ട് യാത്രയാവുകയാണ് നേരെ മുസ്ദലിഫയിലേക്ക്. ഇന്നേതാ രാത്രി? ദുൽഹജ്ജ് 9 രാത്രി അല്ലേ? ദുൽഹജ്ജ് 9 രാത്രി അല്ലേ? ദുൽഹജ്ജ് 9 രാത്രി ബസ്സിൽ കയറി പുറപ്പെടുകയാണ് നേരെ മുസ്ദലിഫയിലേക്ക്. മുസ്ദലിഫയിൽ അന്ന് സുബഹി വരെ ഇരിക്കൽ ഫർളാണ്. അന്ന് അവിടെ സുബഹി വരെ ഇരിക്കുക. സുബഹി വരെ എന്ന് പറഞ്ഞാൽ സുബഹി ആകുന്നതിന് മുമ്പ് ഒരു അല്പനേരമെങ്കിലും അറഫയിൽ മുസ്ദലിഫയിൽ ഉണ്ടാവുക, അത്രേ ഉള്ളൂ. ഒരാളിന് നേരം വെളുക്കോളം അവിടെ കിടന്നില്ല, ഒരു പ്രശ്നമില്ല. സുബഹിന്റെ മുമ്പ് അറഫയിൽ ഉണ്ടാവണം കുറച്ചു നേരം. അത് ബസ്സിലിരുന്നാലും വേണ്ടിയില്ല, കാറിലിരുന്നാലും വേണ്ടിയില്ല, നിലത്തിറങ്ങിയിരുന്നാലും വേണ്ടിയില്ല, അവിടെ കിടന്നാലും വേണ്ടിയില്ല. സുബഹി വരെ കിടക്കലാണ് ഏറ്റവും നല്ലത്. പക്ഷേ കൂട്ടമായും പോകുമ്പോൾ ഒരിക്കലും അവിടെ കിടക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. വെയ്യാത്ത ആൾക്കാർക്കൊന്നും അവിടെ കിടക്കാൻ കഴിയില്ല. ബസ് തന്നെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള ചിലവരൊക്കെ ഇറങ്ങിയിട്ട് നടക്കാറുണ്ട്, അറിയണോലൊക്കെ. പക്ഷെ അവിടെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കണ്ട. നേരം വെളുക്കോളം അവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞ് തിരക്കൂടണ്ട. ഒരല്പനേരമെങ്കിലും അവിടെ ഇരുന്നാൽ ബാധ്യത വീടി. സാധിക്കുമെങ്കിൽ അവിടെ ഇരുന്നിട്ട് കല്ല് പെറുക്കണം. മുസ്ദലിഫയിൽ നിന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്ല് പെറുക്കിയിട്ടുണ്ട്. സാധിക്കുന്നവർക്ക് അവിടെ നിന്ന് കല്ല് പെറുക്കാൻ അവസരം തരും. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് സാധിക്കുന്നവർക്ക് കല്ല് പെറുക്കാം. പക്ഷെ അവിടെ തന്നെ പെറുക്കണോ? അവിടെ തന്നെ പെറുക്കൽ നിർബന്ധമുണ്ടോ? ഒന്നുമില്ല. അവിടെ തന്നെ പെറുക്കൽ നിർബന്ധമൊന്നുമില്ല. നമ്മളവിടെ പോയിട്ട് നമ്മളെ അവിടെ നിന്നൊക്കെ എടുത്ത് കല്ലെടുത്താലും മതി. അല്ലെങ്കിൽ ഇനി ബൈക്കണൊരു തോനെടുത്തിട്ട് മറ്റുള്ളവരെ സഹായിച്ചാൽ മതി. എല്ലാവരും അവിടുന്ന് കല്ല് പെറുക്കിക്കോളം നിർബന്ധമൊന്നുമില്ല. മഹാന്മാരായ അയിമ്മത്തുകൾ ഒരു കല്ലുകൊണ്ട് എറിയണ രൂപം വരെ പറയുന്നുണ്ട്. ഒറ്റ കല്ലുണ്ട് ഫുള്ള് എറിയ. എങ്ങനെ? ഒരു കല്ലുകൊണ്ട് എറിയ, പോയി കണ്ട എടുത്തോണ്ടിരിക, പിന്നെ അതുകൊണ്ട് എറിയ, പിന്നെ എടുത്തോണ്ടിരിക, പിന്നെ അതുകൊണ്ട് എറിയ, പിന്നെ അത് എടുത്തോണ്ടിരിക. ഒറ്റ കല്ലുണ്ട്. അത്രയും എളുപ്പത്തിൽ അയിമ്മത്തുകൾ മസാല പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനാസിക്കിൽ കണ്ടതനുസരിച്ച് അങ്ങനല്ലേ എന്ന് പറഞ്ഞ് നമ്മളൊപ്പമുള്ളവരോട് ചൂടായി ആളുകളെ വെറുപ്പിക്കാൻ നിൽക്കണ്ട. നമുക്ക് അപകടം വരാതിരിക്കാനുള്ള വഴിയാണ് അയിമ്മത്തുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഏതായാലും അങ്ങനെ കല്ല് പെറുക്കി സുബഹിക്ക് ശേഷത്തോടു കൂടെ നമ്മൾ എങ്ങോട്ട് തിരിച്ചെത്തി? അറഫയിലേക്ക് തിരിച്ചെത്തി. ഇന്നലെ യൗമുത്തർവിയന്റെ രാത്രി താമസിച്ച ടെന്റിലേക്ക്. അപ്പോഴേക്കൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവും. ഒരിക്കലും ദേഷ്യം പിടിക്കരുത്. കാരണം ബസ്സാണ്ട് വന്ന് നിർത്തുമ്പോ അടിച്ചാണ്ട് കേറും ആൾക്കാർ. അടിച്ചാണ്ട് കേറും ആളുകൾ നിറഞ്ഞ് കുത്തി തിങ്ങിയിട്ട് എന്താ ഞങ്ങളെ കൊടുന്ന ആൾക്കാരെന്താ കൂടി ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറ്റിയിരിക്കണ് എന്നൊന്നും പറയണ്ട. അങ്ങനെ പറയണ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടോ? ഞങ്ങളതിൻ്റെ ഉള്ളിൽ പുട്ടിന് പൊടി കുത്തണം മരുമേൻ്റെ കുത്തി നിറച്ചിട്ടുണ്ടാവും. അക്കാലത്തിൽ നിങ്ങൾ അവിടുന്ന് ശരിയാക്കും പഠിച്ചോ. ഇവിടുന്ന് തന്നെ അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുന്നുള്ള ഗമിയിൽ പോവുകയാണെങ്കിൽ. കാരണം അറഫയിൽ നിന്ന് മിനയിലേക്കുള്ള യാത്ര, അറഫയിൽ നിന്ന് മിനയിലേക്കുള്ള യാത്ര അതൊരു സാഹസം, അതൊരു കുറച്ച് വിഷമമുണ്ടാവും. ഇവിടെ തന്നെ മനസ്സിലാക്കുമ്പോൾ സാരമില്ല എന്ന് ചിന്തിച്ചാൽ മതി. ഞങ്ങളൊരിക്കൽ അറഫയിൽ നിന്ന് മിനിക്കനെ പോകുമ്പോൾ ഒരു ആചാര്യാക്കണ്ടെന്ന് വയസ്സങ്കാക്ക എല്ലാവരും കൂടി ഇങ്ങനെ നിന്നിട്ട്, ഇപ്പം അങ്ങനത്തെ ബുദ്ധി അത്ര വലിയ ബുദ്ധിമുട്ട് പേടിക്കൊന്നും വേണ്ടട്ടാ. എങ്ങനെ നിന്നിട്ട് വാത്താനുണ്ട്, വിസർജിക്കാനുണ്ട്. ആകെ ഇടങ്ങാറായിട്ട് നിൽക്കുകയാണ്. ചിലവർ ഇങ്ങനെ നിൽക്കണോടുത്തിരുന്നിട്ട് അങ്ങനെ വല്ല ആരും അറിയാതെ അങ്ങനെ വിടണുണ്ട്. കാരണം ഒന്നായിട്ട് കുത്തി നിറച്ചൊക്കെയല്ലേ ബസ്സിന്റെ ഉള്ളിൽ മൂത്രമൊക്കെ ഇറങ്ങി പോകാൻ പറ്റുമെങ്കിൽ നാട്ടുക നിന്നിട്ട് അങ്ങനെ വിട് തന്നെ. ഏതായാലും അതിന്റെ അടിയിൽ കൂടി രാജാരൊക്കെ പറഞ്ഞു, തൽബിയത്താണ് ചൊല്ലിക്കൂടി നിങ്ങൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, എല്ലാം കൂടി ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അപ്പോൾ എല്ലാം കൂടി ലബ്ബൈക ലാ ശരീക ലക ഇന്നൽ ഹംദ, അപ്പോൾ എല്ലാം കൂടി ഇന്നൽ ഹംദ വറഹ്മത ഇങ്ങനെ പലതും എന്തൊക്കെയോ മൂപ്പർക്ക് തൊള്ളി വരുന്നൊക്കെ ചൊല്ലിക്കൊടുക്കുകയാണ്. അപ്പൊ ആരൊരാൾ പറഞ്ഞു വന്നിഅമത ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ഇന്നൽ ഹംദ വന്നിഅമത എന്ന് പറയും. ഇയാൾ പറഞ്ഞു എൻ്റെ ഒരു നിഅമത്ത് പൈക്കാജ് അവിടുന്ന്. അയാൾ പറയാ എൻ്റെ ഒരു നിഅമത്ത്, ഇരിക്കാനായിട്ടൊരു സീറ്റില്ല, ഊരവേദനയായിട്ടാണെങ്കിൽ വയ്യ, ആത്താമുട്ടിയിട്ടാണെങ്കിൽ ഇടങ്ങാറായിക്കണ്. ഈ സമയത്ത് എൻ്റെ ഒരു നിയമത്ത് ചലക്കാതെ അവിടെ ഇരുന്നോ. നാട്ടിൽ നിന്ന് മൂലേര ക്ഷമവയലോ പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാം കൂടി തൂറ്റിന്ന് പറഞ്ഞു മൂപ്പര്. നാട്ടിൽ നിന്ന് ആ ക്ഷമവയല മൂലേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതെല്ലാം കൂടി തൂറ്റി മുണ്ടാതിരുന്നു പറഞ്ഞു മൂപ്പര്. ഞമ്മക്കൊന്നും ആ നേരത്ത് ചിരി വരുന്നില്ലായിരിക്കും.
പിന്നെ അറഫി പോയി കണ്ടത് ഓർത്ത് എല്ലാവരും കുളിച്ചതിന് ശേഷമാണ് പിന്നെ ഇതൊക്കെ ഓർത്ത് ഇങ്ങനെ ചിരിക്കണത്. കാരണം ആ നേരത്തെ എല്ലാവരും അടങ്ങാറായിരിക്കും, ആർക്കും ചിരി വരുന്നത് കേൾക്കുമ്പോൾ. ഞാൻ പറഞ്ഞു വരുന്നത്, അറഫയിൽ നിന്ന് മിനയിലേക്കുള്ള യാത്ര അത് രസാകുന്ന കരുതിയാൽ മതി. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. അതൊന്നും സാരമില്ല, നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് പോയാൽ ഒരു വിഷമമില്ലാതെ പഠിച്ചവനാണ്ട് എത്തിച്ചേരും. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. കാരണം നമ്മൾ വാശി പിടിക്കാൻ അവിടെ പറ്റൂല. കാരണം സുബഹി ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് നമുക്ക് അറഫയിൽ മുസ്ദലിഫയിൽ എത്തണം. നമ്മൾ അടുത്ത ബസ്സിനാക്കാം, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാക്കാം. എന്താ ഫുള്ള് തിരക്കല്ലേ, അടുത്ത തിരക്കില്ലാത്ത ബസ് വരും, അപ്പൊ കയറാം എന്നൊക്കെ പറഞ്ഞിരുന്നാൽ സുബഹിന്റെ മുമ്പ് എവിടെ എത്താൻ കഴിയില്ല? മുസ്ദലിഫയിൽ എത്താൻ കഴിയില്ല. സുബഹിയുടെ മുമ്പ് മുസ്ദലിഫയിൽ എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അർത്ഥം കൊടുക്കേണ്ടി വരും. അപ്പോ ആ യാത്ര ചിലപ്പോ കുറച്ച് പ്രയാസം ഉണ്ടാകും, സാരമില്ല, അള്ളാഹു എളുപ്പത്തിലാക്കി തരട്ടെ. അങ്ങനെ നേരെ നമ്മൾ എവിടെ എത്തി? മിനയിലെത്തി. എന്റെ വാക്ക് ചിലപ്പോൾ മീന മുസ്ലിം അങ്ങോട്ടൊക്കെ മാറുന്നുണ്ടോ സംശയമുണ്ട്, ശ്രദ്ധിക്കുക. ഏതായാലും അറഫയിലെത്തി, അല്ല മിനയിലെത്തി. മിനയിലെ ടെന്റിൽ നമ്മൾ പോയി സുഖമായി അവിടെ ഇരുന്ന് ഇനി 3 ദിവസം, അതായത് ദുൽഹജ്ജ് 10, 11, 12, 13 3 ദിവസം കഴിയേണ്ട സ്ഥലം മിനയാണ്. ഈ 3 ദിവസം മിനയിൽ കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആ പരിമിതമായ സ്ഥലമേ ഉള്ളൂ, 2 മലന്റെ ഇടയിലുള്ള സ്ഥലം. അവിടെ 3 ദിവസം ഒരാൾ നിൽക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അതിന്റെ പേരാണ് ശരിക്ക് ഹജ്ജ്. അതാണ് ശരിക്കുള്ള ഹജ്ജ്. കാരണം നമുക്ക് താമസിക്കാൻ മുത്തയ്യിഫ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടാവും. അതിലിങ്ങനെ കിടക്കുകയാണ് നമ്മൾ വരിയായിട്ട്. കാല് നീട്ടിയാ ഓന്റെ മൂക്കിനാണ് ഈ കാരം, കൈ ഇങ്ങോട്ട് തൽപ്പിച്ചാൽ ഇവന്റെ തലക്കാണ് ഈ കാരം. ഈ ചന്നിയും പ്രഷറും പ്രമേയം കൊളസ്ട്രോളും ചന്നിയുള്ള മനുഷ്യന്മാരാ കിടക്കണമെങ്കിൽ കാലാണ് നീട്ട് വെറുതെ ചങ്ങ എന്റെ കാല് പടാലി എന്റെ മൂക്കമക്കരന്. അതോടുകൂടെ തന്നെ ഓന്റെ ഹജ്ജ് ചെയ്യാതായി. അതന്നെയാണ് പഠിച്ചോന്റെ നോട്ടവും. ഇവന്റെ അവസ്ഥ പന്ത മാറിയിക്കണോ ശരിയായിക്കണോ എന്നുള്ള നോക്കണം. 3 ദിവസമാണ് മിന. ഇയാൾ ആ കുറുമ്പും ആ ദേഷ്യം പിടിച്ചതൊക്കെ മാറിയിക്കണ എന്നുള്ള നോക്കുകയാണ്. കാരണം എന്താ? ഈ കിടക്കുന്നതിൽ 40 ആളാണ് ഒരു ഇതിന്റെ ഉള്ളിലുള്ളതെങ്കിൽ ഈ 40 ആളുകൾ 40 സ്വഭാവക്കാരാണ്, 40 ശൈലിക്കാരാണ്, 40 ശരീരപ്രകൃതിക്കാരാണ്. ഈ 40 ആളുകൾക്കിടയിൽ നീ ഒരാൾ ജീവിക്കണം, ആരെയും വേദനിപ്പിക്കാതെ, ഒരാളെയും പ്രയാസപ്പെടുത്താതെ, ഒരാളെ കൊണ്ടും കറുത്ത വാക്ക് പറയിപ്പിക്കാതെ. അവിടെയാ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഞാൻ സാധാരണ തമാശ പറയാറുള്ളത് പോലെ, ഈ 4 ആളെ കൂട്ടത്തിൽ 40 ആൾ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ മക്കൾ ഇടങ്ങാറായിട്ട് ഹജ്ജിന് പറഞ്ഞാൽ വാപ്പുണ്ടാവും, മരോൾ ഇങ്ങോട്ട് വരണ്ടാറുന്നത് വയറെന്ന് പറഞ്ഞാൽ വല്ലിപ്പുണ്ടാവും. ഇറ്റിങ്ങളൊക്കെ സ്വഭാവത്തിന്റെ ഇടങ്ങാറായിട്ട് ഹജ്ജിനെങ്കിലും പോയിക്കോട്ടെ വെച്ചിട്ട് പറഞ്ഞാൽ മനുഷ്യന്മാരൊക്കെ ഇടയ്ക്ക് ഒപ്പം കിടക്കണത്. നമ്മൾ കാല് നീട്ടുമ്പോൾ അവന്റെ തലക്കട്ടി അയാൾ ചൂടാവുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മളെ തറവാട് ഭയങ്കരല്ലേ, നമ്മൾ വിട്ടുകൊടുക്കും. എന്താണ് പൈസ കൊടുത്ത് വന്നതല്ലേ, പൈസ കൊടുത്ത് എന്റെ മൂക്കിനെ വിട്ടാനാ, എന്റെ കാലാ നീട്ടാൻ എന്റെ മൂക്കിൽ തട്ടിയ എന്താ? ശരിയായി, റായത്തായി. ഇപ്പൊ അവന്റെ ഹജ്ജൊക്കെ ഹജ്ജായി. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ പ്രവാചകർ മൻ ഹജ്ജ, ഒരാളെ ഹജ്ജിന് പോയി, വലൻ യർഫുസ് വലം യഫ്സുഖ്, ഒരു വേണ്ടാത്തരവും പറയൂല, ഒരു തെറ്റും ചെയ്യൂല. എന്റെ മുഖത്താരെങ്കിലും ചവിട്ടിയാൽ ആ മുഖമൊന്ന് തടകി അവന്റെ കാലുമൊന്ന് തടകി കൊടുക്കുകയല്ലാതെ ഒരു കറുത്ത വാക്ക് പോലും ഞാൻ പറയില്ലെന്ന് ചിന്തിക്കുന്ന ഹജ്ജുമ്മ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആവണം നിങ്ങൾ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഹാജിയമാര് താമസിക്കുന്ന റൂമിൽ ഒരാൾക്ക് പെട്ടെന്ന് പനി വന്നുകാണ്ട് അയാൾ കാഷ്ടിച്ചു. റൂമിൽ വയറാണ്ട് ഇളകിയിട്ട് വയറ്റിലൊന്നായിട്ട് കാഷ്ടിച്ചു. ഏതോ നാട്ടുകാരനാ. അവസാനം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇത് അറിഞ്ഞപ്പോ അമീറും മറ്റും വന്ന് പോയി നോക്കിയപ്പോ ആ റൂമിലുള്ള വയസ്സായ ഹാജിയന്മാര് പറഞ്ഞു, ആരും ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളൊപ്പം ഉള്ളൊരു ഹാജിക്ക് അള്ള കൊടുത്ത രോഗമാണ്, വിസർജിച്ചതാണ്, ഞങ്ങൾ ഈ കൈകൊണ്ട് കഴുകി കൊടുക്കും. അതാണ് ഹജ്ജ്. ആ ഒരു മനസ്സ് വേണം ഹജ്ജിന് പോകുന്നവർക്ക്. നേരെ മറിച്ച് വേറെ ചിലർ നമ്മൾ കാണാറുണ്ട്, 4 ആൾ റൂം താമസിക്കുക, അതിലൊരു ഉമ്മ പനിച്ച് മൂത്രയിച്ചപ്പോ ബാക്കിയുള്ള 3 പെണ്ണുങ്ങൾ വന്നിട്ട് അമീറിനോട് പറഞ്ഞാലോ, എന്ത് ഉസ്താദേ ആ തള്ളനെ ഞങ്ങൾ ആ റൂമിൽ നിന്ന് മാറ്റിത്തരും, പാത്തിക്കണം അവിടെ, ഞങ്ങൾ നിസ്കരിച്ചുള്ള റൂമല്ല, ആ തള്ളനെ അവിടെ നിന്ന് മാറ്റിത്തരും. ഞഴുതുമില്ല, ചിന്തിക്കണ്ടേ? കാരണം ഈ പെണ്ണ് മൂത്രമൊഴിച്ചത് നാട്ടിൽ നിന്ന് മൂത്രമൊഴിക്കാൻ വന്നതല്ല, അല്ലാഹു ഒരു അസുഖം കൊടുത്തതാണ്. ആ പെണ്ണിന്റെ മൂത്രം ഞങ്ങൾ കഴുകി കൊടുക്കട്ടെ, ഞങ്ങൾ ആ പെണ്ണിന് ഭക്ഷണം കൊടുക്കട്ടെ. എന്നാൽ അല്ലാഹു ഇത്തരം ഒരു പരീക്ഷണം ഞങ്ങൾക്ക് തരൂല എന്ന് ചിന്തിക്കേണ്ടവരാണ് ഹാജിമാർ, ഹജ്ജുമ്മമാർ. ഒരിക്കൽ ഉംറക്ക് പോയപ്പോ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഉംറക്ക് ഇല്ലട്ടാർ.
ഒരു പെണ്ണ്, ഞാൻ ഉംറക്കില്ലട്ടോ. ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങൾ പോരാത്തത്? ഉസ്താദേ, ഞങ്ങളെ റൂമിൽ ഒരു വയസ്സായ അമ്മ പനിച്ച് കിടക്കുകയാണ്. ഞാൻ എവിടുത്താണ് ഉമ്മ? ഏതോ നാട് പറഞ്ഞു. നിങ്ങളെ എൻ്റെ ആരുമില്ല ഉസ്താദ്, ഞാൻ റൂമിൽ നിന്ന് വന്നപ്പോൾ കണ്ടതാണ്. അമ്മ പനിച്ച് കിടക്കുകയാണ്. നമ്മൾ ഉംറക്ക് പോയാൽ ഉച്ചക്ക് അമ്മക്ക് പത്തനിക്ക് കഞ്ഞി കൊടുക്കാൻ ആരും ഉണ്ടാവില്ല, ചോറ് കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഉംറക്ക് ഇപ്പം ഞങ്ങൾ പൊയ്ക്കോളി, ഞാൻ ആ ഉമ്മാക്ക് കഞ്ഞിയും ചോറുണ്ടാക്കി കൊടുക്കട്ടെ. നമ്മളൊക്കെ ഉംറ ചെയ്യണേക്കാളും വലിയ കൂലി ഉണ്ടാവും ആ പെണ്ണിൻ്റെ ഉംറക്ക്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹജ്ജിന് പോയാൽ കൂടെയുള്ളവരെ നിങ്ങൾ വെറുപ്പിക്കരുത്. ഒരാളെയും നിങ്ങളൊരു കറുത്ത വാക്ക് പറയരുത്. ഇങ്ങോട്ട് പറഞ്ഞാൽ പോലും അങ്ങോട്ട് വേണ്ടാത്ത വാക്ക് പറയരുത്. ആ ഒരു അവസ്ഥ, അതിനാണ് പടച്ചോൻ മിനയിൽ ഇത്രയും ദിവസം നമ്മളോട് താമസിക്കാൻ പറഞ്ഞത്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകണം മിനയിലെറിയാൻ. മിനയിലേക്ക് എറിയാ, അത് ജംറകളെ എറിയാൻ പോയാൽ ജന്നറത്തുൽ അഖബ ഒരു ജംറ എറിഞ്ഞാൽ മതി പെരുന്നാളിന്റെ അന്ന്. അത് രാവിലെ സൂര്യൻ ഉയർന്നത് മുതൽ ആണ് ഏറ്റവും അഫ്ളൽ. പക്ഷെ ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് വിട്ടോളണമെന്നില്ല. കാരണം ആ സമയത്ത് പെരും തിരക്കായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഉച്ചക്ക് ശേഷമൊക്കെ കൊണ്ടുപോകുള്ളൂ. അതൊക്കെ മതി, ഒരു പ്രശ്നമില്ല. അഫ്ളൽ രാവിലെയാണ് എന്ന് കരുതി ഉച്ചക്ക് ശേഷവും പോയത് തെറ്റാണ് എന്ന് ചിന്തിക്കരുത്. നമ്മൾ ഉച്ചക്ക് രാവിലെ അഫ്ളലാന്നും പറഞ്ഞിട്ട് നമ്മൾ എറിയാൻ പോയാൽ നമ്മൾ അനാരോഗ്യമുള്ള മനുഷ്യന്മാരാ. ഈ വലിയ വലിയ തടിമാടന്മാർക്കിടയിൽ നമ്മൾ ഉരുളൻകിഴങ്ങിന്റെ ഉള്ളിൽ കുടുങ്ങിയ തക്കാളി മരിയാവും. അതുണ്ടായ നമ്മൾ കാണുന്ന ലെറ്റിങ്ങളോട് വരും ഒരു വരവ്, ഈ പുടുത്തം പിടിച്ചങ്ങൾ വരിക. ആ വരവിന് വരുമ്പോ നമ്മളൊക്കെ നേരെ അത് പോക്ക് സൈഡിൽ കൂടി. അതുകൊണ്ട് പല ആളുകളും, വയസ്സായ ആളുകൾ ആ സമയത്ത് ഇപ്പൊ ജിദ്ദിന്നൊക്കെ മക്കൾ വന്നാണ്ട് പറയും, ഞങ്ങളമ്മാനെ അഫ്ളലായ സമയത്ത് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ഉപ്പമാരും സമ്മതിക്കരുത്. ഉസ്താദ്മാരെപ്പോഴാ കൊണ്ടുപോകണം അപ്പോഴേ പോവുള്ളൂ എന്ന് പറയാൻ തയ്യാറാവണം. എൻ്റെ ഒപ്പമുള്ളവർ എപ്പോഴാ പോണത് അപ്പം ഞങ്ങൾ പോന്നോളാന്ന് പറയാൻ തയ്യാറാവണം. അല്ലാതെ മക്കളും പേരക്കുട്ടി ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നും പറഞ്ഞ് വന്ന് അവര് കയ്യും പിടിച്ച് കൊണ്ടുപോയി ആ തിക്കിന്റെ അടി കൂടി ഉമ്മാന്റെ കയ്യെ മക്കളാണ്ട് വിട്ടാൽ പിന്നെ ഉമ്മാനെ ചിലപ്പോൾ കിട്ടല് ഹോസ്പിറ്റലിൽ ഐസിയുവിൽ നിന്നാണ് ഈ കാര്യം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പോകുമ്പോൾ എല്ലാവരുടെ കൂടെയും റാഹത്തായി പോവുക. ജംറയേറിയ 7 കല്ല് കൊണ്ട് ഇടത്തെ കയ്യിൽ കല്ല് പിടിച്ചിട്ട് ഈ വലത്തെ കയ്യിന്റെ വിരല് കൊണ്ട് പിടിച്ചിട്ട് മെല്ലിങ്ങനെ ഇടുക. ദൂരെ എന്നിട്ട് ആ പലകമ്മ കയറിയൊന്നും വേണ്ട, ആ കളത്തേക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. കളത്തിൽ വീഴണം. ഇനി ഒരാൾ ദൂരെ ഏറാണ്ട് എറിഞ്ഞ് അയിമ തട്ടിയിട്ട് ആ കളത്തിൽ വീഴാതെ പുറത്തേക്ക് വീണാൽ അവന്റെ ഏറ് സഹിയല്ല. ഞാൻ കേട്ടിട്ടുണ്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദിക്ക് എറിയാൻ വേണ്ടി അടുത്ത് പോയിക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇടുകയാണല്ലോ. അപ്പൊ ബേക്കിന്ന് ഒരാൾ കല്ലെടുത്തോണ്ട് ഏറെറിഞ്ഞല്ലോ, നേരെ വന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ തലമണ്ട കണ്ട് കൊണ്ടല്ലോ. കല്ല് അങ്ങോട്ട് വീണപ്പോ ബഹുമാനപ്പെട്ട ഒരു തിരിഞ്ഞു നോക്കിയപ്പോ എറിഞ്ഞ ആളെ കണ്ടപ്പോ കണ്ണിയത്ത് ഉസ്താദ് എന്ത് ചെയ്തു, വേഗം ഇയാളെടുത്ത് ഓടി. ഇയാൾ ഏറ് കൊണ്ട ആള് ഓടി വരുന്നുണ്ട്, ഇയാൾ ഓടി. ഏറ് കൊണ്ട ആള് വരല്ലേ, ഇയാൾ ഓടി. കണ്ണിയത്ത് ഉസ്താദ് കൂടെ ഓടി. അവസാനം വഴിയിൽ വെച്ച കണ്ണിയത്ത് ഉസ്താദ് ഇയാൾ ഏറ് കിട്ടിയ ആൾ തല്ലാൻ പേരിച്ചിട്ട് ഓടെ പാവം. കണ്ണിയത്ത് ഉസ്താദ് ഓടിപ്പോയി പിടിച്ചിട്ട് ഇയാളോട് പറഞ്ഞാലോ, മോനെ കുട്ടി എറിഞ്ഞത് എൻ്റെ മണ്ടക്ക കൊണ്ടത്, അങ്ങോട്ട് എറിഞ്ഞാൽ സഹിയാവൂല, ആ കളത്ത് കഴിഞ്ഞാലേ സഹിയാവുള്ളൂ, അതുകൊണ്ട് അപ്പൊ ഒന്നും കൂടി എറിയാൻ തന്നെ കൈ പിടിച്ചാണ്ട് കൊടുന്നുകാണ്ട് പിന്നെ എറിയിച്ചാലോ. ഞാൻ ഉസ്താദ്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഹലോ, ഞാൻ പറഞ്ഞു വരുന്നത് ആ കളത്തിലേക്ക് അവിടെ വെപ്രാളം കാട്ടണം. അവിടെ ചെന്ന് നമുക്കൊരു ഒരു ബേജാറാ, അതൊന്നും കാണിക്കണ്ട. അതപ്പോട് കൂടെ മര്യാദയോട് കൂടെ പോയി എറിയാൻ കഴിയുമെന്ന് ഉറപ്പ് വന്നിട്ട് അവിടെ ചെന്ന് എപ്പോഴായി കുടുക്കിൽ പെടലെറിയാം, അവിടെ നിങ്ങൾ ആകെ കണ്ട് ബേജാറാകുന്നൊരവസ്ഥ വരും. നല്ല ശാന്തമായി റാഹത്തായി മെല്ലെ പോയി അതിലേക്ക് അങ്ങനെ എറിഞ്ഞാൽ ഇപ്പൊ നല്ല സൗകര്യമാണ്. ജംറ നല്ല സൗകര്യമാണ്, ഒരു തിരക്കിന്റെ സംവിധാനം പോലും ഇപ്പൊ ഇല്ല. പക്ഷെ എപ്പോഴും ജംറക്ക് എറിയാൻ പോകുമ്പോൾ കയ്യിൽ വെള്ളം ഒരു കവറിൽ കരുതണം എന്ന് മാത്രം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കയ്യിൽ തണുക്കാത്ത വെള്ളം മറ്റൊക്കെ കരുത പോകുമ്പോൾ, കാരണം വെയിലും കൊണ്ട് കുറേ നടക്കേണ്ടി വരും. കഴിഞ്ഞ കൊല്ലം KMCCയെയോ SKSFന്റെ പ്രവർത്തകന്മാരെയോ ഒന്നും അങ്ങോട്ട് വിടാതെ ഗവൺമെന്റ് അറഫയും മറ്റുമൊക്കെ അവരെ പട്ടാളത്തെ മാത്രം മിനയിലൊക്കെ ഏൽപ്പിച്ചതിന്റെ കാരണത്താൽ ഒരുപാട് മരണങ്ങളുണ്ടായി. കാരണം എന്താ? ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല, നടന്ന് ക്ഷീണിച്ച് കിടക്കുക. വെള്ളം ചോദിക്കാൻ പോലും ഒരു മനുഷ്യന്മാരവിടെ ഇല്ല. പട്ടാളക്കാരൻ ചോദിക്കുമ്പോൾ ഒരു ഫോൺ കളിച്ചും ഗെയിം കളിച്ചിരിക്കുക. അങ്ങനെ കുടുങ്ങി എത്രയോ ആളുകൾ. അവരവസ്ഥ ഇക്കുവർഷം ഉണ്ടാവില്ല എന്ന് ഉണ്ടാവാതിരിക്കട്ടെ. കാരണം സന്നദ്ധരായ നമ്മുടെ KMCCയുടെ പ്രവർത്തകന്മാരും സംഘടനാ പ്രവർത്തകന്മാരും ഒക്കെ വളരെ ചടുലതയോടുകൂടെ സേവനത്തിന് അവിടെയുണ്ട്. പക്ഷെ അവിടെ അങ്ങോട്ട് കടക്കാൻ അനുവദിക്കണം എന്ന് മാത്രം ഗവൺമെന്റ്. എന്നാ പിന്നെ ഒരു രാജ്യക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഒരു ഉമ്മ തളർന്ന ഒരു തോളിലേറ്റ് കൊണ്ടുപോയിക്കോളും. അത്രയും സന്നദ്ധരാണ് അവിടുത്തെ പ്രവർത്തകന്മാർ. അള്ളാഹു അങ്ങനെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ദ്വാരക്കണത്. പോലെ സേവനങ്ങൾ
ആ ചുട്ട് പൊള്ളുന്ന വെയിലിങ്ങനെ ഇറങ്ങി വരുമ്പോൾ വന്നിട്ട് ഇറങ്ങുമ്പോഴേക്ക് വെള്ളമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. വരിവരിയായിട്ട് നമ്മളെ പ്രവർത്തകന്മാർ, പല സംഘടനയുടെയും പ്രവർത്തകന്മാർ വെള്ളം കുടിച്ച് കുടിച്ച് മതിയാവുന്നല്ലത്, വെള്ളം കിട്ടാത്തൊരവസ്ഥ വരില്ല. പക്ഷെ അവരങ്ങോട്ട് എത്താൻ അനുവദിക്കണം, ഇത്രേ വേണ്ട. ഏതായാലും ആ 3 ദിവസം അങ്ങനെ ഫസ്റ്റ് ദിവസമായി ഏറെറിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് നാളെ ദുൽഹജ്ജ് 11, 12 ഈ ഏറെറിഞ്ഞ് കാണ്ട് പിന്നെ മുടി കളയാം. ആണുങ്ങൾ മുടി കളയുക, പെണ്ണുങ്ങളും മുടി വെട്ടുക. അതോടുകൂടെ ഒന്നാം തഹല്ലുലായി. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഇഹ്റാമിന്റെ വേഷം മാറ്റാം. എന്ന് ദുൽഹജ്ജ് 10 അന്ന്. ദുൽഹജ്ജ് 10 അന്ന് ആ ജംറനെ എറിഞ്ഞു കാണ്ട് വന്ന് കാണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മുടി മുറിക്കുക. മുടി മുറിച്ച് കഴിഞ്ഞാൽ, മുടി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുളിച്ച് തുണിങ്കപ്പായൊക്കെ മാറ്റി നല്ല പുതിയാപ്പിളായി നടക്കാം, ഉസാറായി നടക്കാം. പക്ഷെ ഭാര്യ ഭർത്താവ് ബന്ധം പറ്റൂല. അത് തവാഫും സായും കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പറ്റും. ഏതായാലും അങ്ങനെ ഇനി 3 ദിവസം മിനയിൽ കഴിയണം. 3 ദിവസം മിനയിൽ ദുൽഹജ്ജ് 11, 12, 13 മിനയിൽ താമസിച്ച് ആ 3 ദിവസവും ഉച്ചയ്ക്ക് ശേഷം ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്താ, ജംറത്തുൽ അഖബ 3 ജംറകളെയും എറിയ. 3 കല്ലുകളെ കൊണ്ട് 3 ജംറകളെയും എറിഞ്ഞ് പിന്നെ സൗകര്യം പോലെ തവാഫും സഅയും ചെയ്താൽ ഹജ്ജ് കഴിഞ്ഞു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പ്രയാസമില്ല, ഭയങ്കര രസാണ്. പക്ഷേ ഓർക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, വഅതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ആ ഖുർആനുകൾ മറക്കരുത്. ഞാൻ നീട്ടുന്നില്ല, ഞാൻ സുദീർഘമായി ഒന്നും പ്രസംഗിക്കുന്നില്ല. ആ ആയത്ത് നിങ്ങൾ മറക്കാതിരിക്കുക. വഅതിമുൽ ഹജ്ജ വൽ ഉംറത, ഹജ്ജും ഉംറയും ചെയ്യണമെന്നല്ല, ഹജ്ജും ഉംറയും പൂർത്തിയാക്കണമെന്നല്ല, ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നമ്മളത് പൂർത്തിയാക്കുക. ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി വന്നതാണെന്ന് ഓരോ ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കുക. ഓരോരോ വാക്ക് നാവ് കൊണ്ട് സംസാരിക്കുമ്പോഴും ആലോചിക്കുക. തിരിച്ചു വന്നാൽ ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കിട്ടുന്നിടത്തോളം ലാഭം ഉണ്ടാക്കുക. ദേഷ്യം പിടിക്കുന്ന ഒരുപാട് അവസരങ്ങൾ അവിടെ ഉണ്ടാകും. ഇത്ര കൂടുതൽ ദേഷ്യം പിടിക്കുന്ന സാഹചര്യം കിട്ടുന്നത് എവിടെന്നറിയോ? ഹജ്ജിലാണ്. കാരണം റൂം താമസിക്കുമ്പോൾ റൂമിലുള്ള നമ്മളെ കൂട്ടുകാരുമായുള്ള ഇടപഴകൽ നമുക്ക് സഹിക്കാൻ കഴിഞ്ഞോളന്നില്ല. ചില ആളുകളൊക്കെ റൂമാണ്ട് പൂട്ടിക്കാണ്ട് ചാവിയിട്ട് ഹറമക്കാട് പോകും. നമ്മൾ 3 ആൾ തിരിച്ചു വരുമ്പോൾ 4ാമത്തെ ആള് ചാവിയിട്ട് പോയിട്ടുണ്ടാവും. മണിക്കൂറോളം ബാധിക്കിരിക്കേണ്ടി വരും. അയാളോട് 100 നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, റിസപ്ഷനിൽ കൊടുത്തു പോയിക്കൊണ്ടിരുന്നു. എന്നാലും വയസ്സന്മാരല്ലേ, മറക്കുകയാണ് അങ്ങനത്തെ അവസരം. അതേ പ്രകാരം സമയത്ത് ഭക്ഷണം കിട്ടാത്ത സാഹചര്യം അതൊക്കെ നല്ലോണം ഉണ്ടാവും. പോകുമ്പോൾ കുറച്ച് ഔലൊക്കെ കൈക്ക പിടിച്ചോണ്ടി എന്നാ അതിരിക്കെ ചോറിട്ട നേരം വെക്കണമെങ്കിൽ തിന്നുകാണ്ട് ആ കത്തിക്കാളലൊക്കെ അവിടെ നിർത്താലോ. അല്ലാതെ തൊള്ളോണ്ടും കൈകാലുകളെ കൊണ്ട് കത്തിക്കാളരുത്. കാരണം എന്താ അറിയോ? നമ്മൾ താമസിക്കുന്ന മക്കയുടെയോ മദീനയുടെയോ അടുത്തുള്ള ഒരു റൂമുകളിലും ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെന്താ ചെയ്യണത്? എത്രയോ കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വണ്ടിക്ക് കൊണ്ടുവരിക. അവിടുത്തെ റോഡിന്റെ അവസ്ഥ പോയൽക്കൊക്കെ അറിയാം, ഏത് സമയത്തും എവിടെയും അടക്കും. പോലീസ് വെറുതെ കയ്യാട്ടിയാ ചിലപ്പോൾ കുറേട്ട് സ്വീപ്പാക്കും. ഉച്ചക്കുള്ള ചോറ് 4 മണിക്ക് വന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്താ? ആരും കിട്ടാൻ കാര്യമില്ല, പോലീസ് വൈകാട് അടങ്ങാറാക്കുകയാണ്. എന്താ പോലെ അങ്ങനെ ചെയ്യണം? അത് നമ്മോട് പറഞ്ഞൊരു കാര്യമില്ല, അവിടുത്തെ അവസ്ഥ അങ്ങനെയൊക്കെയാണ്. അത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുക. അതേ പ്രകാരം മക്ക വെള്ളമുള്ള സ്ഥലമല്ല. മക്കത്ത് വെള്ളമില്ല. സംസമല്ലാത്ത ഏത് വെള്ളം മക്കത്തുള്ളത്? ഇല്ല. പിന്നെ മക്കത്ത് ഓരോരോ റൂമുകളിലും വെള്ളം ഗവൺമെന്റ് ലോറിക്ക് അടിക്കുകയാണ്. ഈ അടിക്കണ വെള്ളം ഉസ്വാസേരായി നമ്മൾ കയറിയിട്ട് നേരത്തെ ചെലവാക്കിയാലോ? വെള്ളം കഴിയുമ്പോൾ വെള്ളം അടിക്കും. വെള്ളം അടിക്കണമെങ്കിൽ വണ്ടി വരണ്ടേ? വണ്ടിക്ക് സുഖമായി വരാൻ കഴിയണ്ടേ? സ്വലയുടെ സമയമായ അപ്പ റോഡ് മുഴുവൻ അടക്കും. നിസ്കാരത്തിന്റെ സമയമായ റോഡ് മുഴുവനും അടക്കും. ഒരു വണ്ടി പിന്നെ ചലിക്കൂല. അല്ലാ, ഇവിടെ കക്കൂസിലെ ആൾ ഇരിക്കണുണ്ട്, വെള്ളം ഇല്ല എന്ന് പറഞ്ഞുകാണ്ട് പോലീസിനോട് പറയാൻ പറ്റുമോ? നമ്മൾ വെള്ളം ചെലവ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതോടൊപ്പം 100% ഞാൻ നിങ്ങളോട് പറയാണ്, അനുസരണ മനസ്സ്. ഞാൻ ചില കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ പിന്നെ സമയം വഴിക്കുമെന്ന് കഴിഞ്ഞാൽ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അനുസരണ മനസ്സ്. നമ്മളെ നിയന്ത്രിക്കുന്ന അമീറന്മാർ, നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ അമീറന്മാര് പറയണത് അനുസരിക്കുക. എന്താ ഓല് പറയണത് അതങ്ങ് കേൾക്കുക. എന്തിനാ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഓലോട് സ്വകാര്യത്തിൽ ചോദിക്കുക. നമ്മളിരുന്ന് ചർച്ച ചെയ്യരുത്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. രാവിലെ 7 മണിക്ക് നമുക്ക് നാളെ പിന്നെ മസ്ജിദ് ഖുബ പോലുള്ള സ്ഥലത്തേക്ക് സിയാറത്തിന് പോകണം എന്ന് പറഞ്ഞു. രാവിലെ 7 മണിക്ക്. അങ്ങനെ രാവിലെ 7 മണിക്ക് ഇറങ്ങി താഴെ ഇരുന്നപ്പോ എല്ലാവരും താഴെ ഇരുന്നു. പക്ഷേ പറഞ്ഞ മോലേരും കാണാനില്ല, അമീറിനെയും കാണാനില്ല,
ആരും കാണാനില്ല. 8 മണി വരെ ഇരുന്ന്. എത്ര മണിക്കൂർ ഇരുന്നപ്പോ? 1 മണിക്കൂർ നമ്മൾ അവിടെ ഇരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് ബസ് ഇങ്ങനെ വരണേ. അതിലുണ്ടാ മൂലിയരും. മൂലിയർ എന്നാ പിന്നെ ആയത് നിങ്ങൾക്ക് ആയത് നിങ്ങൾക്ക് 8 മണിക്ക് പറഞ്ഞാൽ പോയത് എത്ര നേരം ഇവിടെ പുറത്തിരിക്കണം. ആ മൂലിയർ അന്ന് വിക്കടന്ന് ക്ലാസ് എടുത്തോണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പേരിനെ കുറിച്ച് അടിച്ച് കാച്ചിന്ന്. ഏയ് അതെന്ത് ക്ഷമേ, അതെന്ത് ക്ഷമ, അതെന്ത് ക്ഷമ. അല്ലാഹു ആയാലും ഏതായാലും സഹിക്കാൻ. അങ്ങനെ ഏതായാലും ഇപ്പൊ ഒന്നും മുണ്ടിയില്ല. മൂലിയർ ക്ഷമ വയലറിഞ്ഞതുകൊണ്ട് നമ്മളിപ്പം മുണ്ടാതിരിക്കുക, ഒന്നും പറയണ്ട. അവിടെ ഇരുന്നു. പിറ്റത്തെ ദിവസം ഇതേ അമീർ പറയാണ്, നാളെ 7 മണിക്ക് ഇറങ്ങണം. എവിടേക്കാണ്? നമുക്ക് ഹുദൈബി പോകണം, ഉംറയ്ക്ക് കയറാൻ ചെയ്യാൻ. അപ്പൊ അങ്ങേപ്പുറത്ത് ആചാര്യ നോക്കിയിട്ട് ഇന്നലത്തെ ഏണിയല്ലേ മറ്റാള്, ഇന്നലത്തെ ഏണി ഇപ്പൊ നമ്മൾ കണ്ടല്ലേ, മുണ്ടാൻ വെച്ച മൂല്യര് ക്ഷമ മുണ്ടരുത് പറഞ്ഞേ, മുണ്ടണ്ട. ഏതായാലും പിറ്റത്തെ ദിവസം ഈ ആചാര്യ പെണ്ണുങ്ങളും കൂടി 8 മണിക്ക് ഇങ്ങനെ ഇറങ്ങിയെന്ന് നോക്കുമ്പോ താഴത്തൊറ്റ കുട്ടിയും കാണാനില്ല. ഒക്കെ പോയിക്കുന്നു. ഇവരൊക്കെ എവിടെ പോയി? ഇവരൊക്കെ 7 മണിക്ക് പോയല്ലോ. ഇതെന്താ ഞങ്ങൾ പൈസ കൊടുത്ത് വന്നതല്ലേ, ഞങ്ങളെ കൊണ്ടുപോകാതെ പോയി? നിങ്ങൾ അവിടെ കിടന്ന് കുരക്കാന്നല്ലാതെ ഒരു മാർഗമില്ല. കുറ്റക്കാര് നമ്മളാണ്. കാരണം എന്താണെന്നറിയോ? ഇന്നലെ 7 മണിക്ക് ബസ് പറഞ്ഞു, പക്ഷേ വഴിയിൽ തിരക്കുള്ളത് കൊണ്ട് ബസ്സിന് ഇങ്ങോട്ട് എത്താൻ കഴിയാത്തതാണ്, അല്ലാതെ അമീറിന്റെയോ മറ്റുള്ളവരുടെയോ പ്രശ്നമല്ല. ഇന്ന് ഒരു സഹമയും ഉണ്ടായില്ല. കൃത്യം ബസ് അവിടെ എത്തി. നിങ്ങൾ അഹങ്കാരം കൊണ്ട് താഴെ ഇരുന്ന് നിങ്ങൾ മേലെ ഇരുന്നതാ. നേരെ പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്ന എന്തായിരുന്നറിയോ? ഞാനിപ്പോൾ താഴത്ത് ഇറങ്ങിയാലും ഹറമാണ്. ഞാൻ തസ്ബീഹ്മാലെടുത്തിട്ട് ഇവിടെ ഇരുന്നിട്ട് 1000 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 1000 വട്ടം ചെല്ലട്ടെ. കാരണം ഒരു സുബ്ഹാനല്ലാഹ്ക്ക് 1,00,000 കൂലിയാ, 10 ലക്ഷം കൂലിയാ. അപ്പൊ ഞാൻ താഴത്ത് ഇരുന്നിട്ട് ഞാൻ 1000 ചെല്ലട്ടെ എന്ന് കരുതി 7 മണിക്കാണ്ട് ചെല്ലൽ തുടങ്ങി. 8 മണിയായപ്പോ ബസ് വന്ന് സുബ്ഹാനല്ലാഹ് തസ്ബീഹ് നമുക്ക് നോക്കിയപ്പോ 50 ആയിട്ടുള്ളൂ. അല്ല 500 ആയിട്ടുള്ളൂ. ഞാൻ 1000 ചെല്ലണം എന്ന് കരുതിയതായിരുന്നു. അപ്പോഴേക്ക് ബസ് വന്ന്. ഓ, നമുക്ക് നഷ്ടപ്പെട്ടു. ദുഃഖം ഉണ്ടാവോ? ഒരു ദുഃഖം ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് താഴെ വിടലും വിട്ടിരിക്കണോണ്ടാണ് എന്താ ബസ് വരാത്ത തോന്നുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നർത്ഥം. ചിലപ്പോ തവാഫിന് ഇങ്ങനെ പോണ കാണാം. തവാഫിന് ഇങ്ങനെ പോകുമ്പോ ചിലപ്പോ ഒരാള് പറയും, ഉസ്താദേ ഞാൻ ആ പെട്ട് പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചട്ടെ. അപ്പൊ ഉസ്താദ് പറയും, വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ അവിടേക്ക് ഇപ്പൊ വെള്ളം നിൽക്കണ്ട. ഇയാൾ ഇങ്ങനെ നിൽക്കുമ്പോ കാണാം അങ്ങേപ്പുറത്തെ പാത്രത്തിൽ നിന്ന് പലരും വന്ന് വെള്ളം എടുത്ത് അങ്ങനെ കുടിച്ചു. അപ്പൊ ഞമ്മക്ക് പുറത്തിരുന്നാണ് ഇങ്ങനെ തോന്നുന്നു, ആ മൂല്യര് നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുക്കണം, ഇല്ലാതാക്കി ഇത്ര നേരം വേണം അപ്പുറത്ത് വെള്ളം എടുക്കാൻ എന്ന് തോന്നരുത്. കാരണം എന്താ അറിയോ? ഉസ്താദിനറിയാം നമ്മളെ കേരളക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? ആർക്കും ഒന്നുമില്ലേ? ഇല്ല, ഇന്നൊന്നുമില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് മൂത്രയിക്കാൻ മുട്ടിയ അന്ന ഞാനും മൂത്രയിക്കാൻ വരാം, ഞാനും എല്ലാവർക്കും പാത്താൻ പറ്റും. ഇത് പെണ്ണുങ്ങളെ കാര്യത്തിൽ പറയും വേണ്ട. ഒരാളോടെങ്ങാനും മൂത്രയിക്കാൻ പോയിക്കോന്ന് പറഞ്ഞാല് ഇനി നമ്മൾ അവിടുന്ന് തിരിച്ചു പോകണമെങ്കിൽ 1.5 മണിക്കൂർ ഉറപ്പാ. കാരണം എന്താ? ഓരോരുത്തർക്കും മുട്ടും. എല്ലാവരും പോരാ നേരം നിക്കെപ്പം കണ്ട് വരാനും മറ്റൊരാളോട് പോകും. നേരെ പക്ഷെ ആരോടും പോകേണ്ട പ്രശ്നം ഉണ്ടാവില്ല. വെള്ളെടുക്കാൻ പോകാൻ വേണ്ടി പറഞ്ഞാൽ വരുന്നൊരു കേടെന്താ വെച്ചാൽ, ആ താത്ത ഇവിടുന്ന് വെള്ളെടുക്കുന്നത് കാണുമ്പോൾ മറ്റേ താത്ത ബാഗിൽ നിന്ന് പാത്രം തൂട് അപ്പുറത്തേക്ക് വേണ്ടു, മറ്റേ ഇങ്ങനെ അപ്പുറത്തേക്ക് വേണ്ടു. ഒരാളെ കൂട്ടം തെറ്റിയാൽ 10 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് പോകേണ്ടത് 1.5 മണിക്കൂർ കൊണ്ട് പോകേണ്ടി വരും. ഒരാളോട് വെള്ളെടുക്കാൻ പറഞ്ഞതാ. അതുകൊണ്ട് നമ്മുടെ സാഹചര്യവും അവസ്ഥയും മനസ്സിലാക്കി നമുക്കൊരു അപകടവും ദുരന്തവും വരാതിരിക്കാനുള്ള ഉപദേശവും നിർദ്ദേശങ്ങളുമാണ് മക്കയിലും മദീനയിലും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. അത് സ്വീകരിക്കാനും അനുസരിക്കാനുമുള്ള മനസ്സുണ്ടായാൽ എവിടെയും തളരൂല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പുണ്യമായ കഅബാലയം കഴിവിന്റെ പരമാവധി തവാഫ് വർദ്ധിപ്പിക്കുക. കഴിവിന്റെ പരമാവധി തവാഫ് വർദ്ധിപ്പിക്കുക. ഹജ്ജിനും ഉംറക്കുള്ള തവാഫിൽ മാത്രമേ നമ്മൾ ഈ ഇഹ്റാം കെട്ടലും അതേ പ്രകാരം വേഷമൊക്കെ ഉള്ളൂ. അല്ലാതെ ഏത് വേഷത്തിൽ നമുക്ക് ഇഹ്റാം ചെയ്യാം. ഒളു വേണമെന്ന് മാത്രം. ഒളു മുറിയാൻ പറ്റൂല. ഒളു വേണം. ഉംറ തവാഫിൽ എപ്പോഴും ഒളു വേണം. ഒളു മുറിയാതെ നമ്മൾ കാക്കണം. ഒളു മുറിഞ്ഞാൽ പോയി ഒളു എടുത്ത് വന്നിട്ടേ ബാക്കി ചെയ്യാൻ പറ്റും.
ആ രൂപത്തിൽ തവാഫുകൾ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കുക, മക്കയിലുള്ള ജീവിതം സുന്ദരമാക്കുക. അറഫ, മിന, മുസ്ദലിഫ, അതൊക്കെ നമുക്ക് വേണ്ട മസാലകൾ കഴിവിന്റെ പരമാവധി ഒക്കെ പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് സംശയങ്ങൾ വരുമ്പോൾ നമുക്കിടയിലുള്ള ഉസ്താദന്മാരോട് ചോദിച്ച് അന്വേഷിച്ച് ഒരു നല്ല ഒരു അവസ്ഥയുണ്ടാവുക. മുത്തുമാണിക്കല്ലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലുള്ള ഏകദേശം വരുന്ന ജീവിതകാലം, ആ ജീവിതത്തിൽ റസൂലുള്ളാഹിനെ സ്വപ്നം കാണണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, ഹബീബിന്റെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, മുത്തുനബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് എല്ലാ നിലക്കും കുറ്റമറ്റ സുന്ദരമായ ഒരു ഹജ്ജാക്കി ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, നമ്മൾ ഭൂമി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ നിങ്ങളെ കാണുമ്പോ നിങ്ങളെ വീട്ടുകാർ പറയും, നമ്മളെ ഉമ്മാന്റെ ഹജ്ജ് അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്, നമ്മളെ ഉപ്പാന്റെ ഹജ്ജ് അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മക്കള് പറയും, മരുമക്കള് പറയും, അയൽവാസി പറയും, നാട്ടുകാർ. അതാണ് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്ത ഹജ്ജ്. അതായത് പോയ ആളൊന്നുമല്ല, തിരിച്ചു വന്നപ്പോ എല്ലാരോടും കർഫുള്ള ജീവിതം, ഒരാളോടും വേണ്ടാത്ത വാക്കുകളില്ല, എല്ലാരോടും സ്നേഹം മാത്രം, എല്ലാരോടും കാരുണ്യം മാത്രം, എപ്പോഴും ഇബാദത്ത്, താടിയൊന്നും വടിക്കണില്ല, അതേപ്രകാരം തല മറക്കണുണ്ട്, അച്ചടക്കം അദബൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, ഒരു നല്ല മനുഷ്യൻ. മക്കൾ പറയാണ്, ഞങ്ങളെ ഉപ്പ സ്വർഗാവകാശിയായി മാറി, അത്രയും നല്ല സ്വഭാവത്തിലേക്ക് ഞങ്ങളെ ഉപ്പ മാറി, ഞങ്ങളെ ഉമ്മ മാറി. മരുമക്കൾ പറയണം, ഞങ്ങളെ ഉമ്മ എന്തൊരു സുന്ദരമായ ജീവിതം, ഇത് ഹജ്ജ് കൊണ്ട് കിട്ടിയതാണ്, അവന്റെ ഹജ്ജാണല്ലോ സ്വീകരിച്ച ഹജ്ജ്. അല്ലാത്ത ഹജ്ജോ പെരിയിൽ വന്നപ്പോ ഇപ്പോഴും പഴയ സ്വഭാവം, കുട്ടികളോട് ചീത്തറിയാ, മരക്കളിയും ചീത്തറിയാ, അപ്പോഴും ആ കുറുമ്പും കുശുമ്പും, വെള്ളം കിട്ടാത്തതിന് ദേഷ്യം പിടിക്കുക, ചൂടാകുക, ഇപ്പോഴും മൂന്ത കുറിപ്പിച്ചടക്കുക, പെരക്കാരോട് അയൽവാസികളോട് മുഴുവൻ കുറുമ്പ്, ആ കോലത്തിൽ ഇപ്പോഴും അങ്ങനെ നിലക്കാൻ. ഞങ്ങളെ പൈസ വെള്ളത്തിലായി, ഒരു ഉപകാരമില്ല, ഒരു ഉപകാരമില്ല, ഒരു ഉപകാരമില്ല. അതുകൊണ്ട് തിരിച്ചു വന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള എല്ലാ ശൈലിയും മാറി, ഒരു നല്ല പള്ളിയും ദീനും ഇൽമുമായി ഇടപഴകുന്ന ഒരു ജീവിതം, കുടുംബത്തെ സന്തോഷിപ്പിക്കുന്ന ജീവിതം, അവരുടെ ഹജ്ജാണ് ഹജ്ജ്. അല്ല ആ പഴയ ജീവിതം അപ്പടി നിലനിർത്തുകയാണോ അവന്റെ ഹജ്ജ്? ഹജ്ജല്ല. പണ്ടൊരാള് ഹജ്ജിന് പോയി, പണ്ടൊരാൾ, ഞാൻ നിർത്തട്ടെ, പണ്ടൊരാള് ഹജ്ജിന് പോയി നല്ല പെട്ടി കൊടുന്നു, ഈത്തപ്പഴുണ്ട്, പല സാധനങ്ങളുണ്ട്. തുറന്ന് നോക്കിയപ്പോ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കൂറ പുറത്തേക്ക് ചാടി. അപ്പൊ പെരക്കാരൻ ഇയാൾ പറഞ്ഞല്ലോ, റബ്ബേ ഈ പെട്ടി ഞാൻ അറഫി കൊണ്ടുപോയിട്ടുണ്ട്, മിനി കൊണ്ടുപോയിട്ടുണ്ട്, മുസ്ദലിഫി കൊണ്ടുപോയിട്ടുണ്ട്, എല്ലായിടത്തും ഞാൻ ഈ പെട്ടി കൊണ്ടുപോയിന്ന്. അപ്പൊ ഈ കൂറി അതിലുണ്ടാവൂലേ, അതുകൊണ്ട് നമ്മളെ കൂറന്റെ പേര് കൂറ ഹാജി. ഇന്ന് മുതൽ പേര് കൂറ ഹാജി. കാരണം അയാൾ മക്കത്ത് പോയി, കൂറയും മക്കത്ത് പോയി, കൂറയും മദീനത്ത് പോയി, കൂറയും അറഫയിൽ പോയി, കൂറയും മിനയിൽ പോയി, എല്ലാം കണ്ട് രസിച്ച് കൂറ തിരിച്ചു വന്നപ്പോ കൂറാജി. നേരെ മറിച്ച് അറഫയിലും മിനയിലും പോയി പൊട്ടിക്കരൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ വന്ന അപാകതകളൊക്കെ ഓർത്ത് നിലവിളിച്ച് കണ്ണീര് വാർത്ത് അള്ളാഹുവിനെ ഓർത്തും പേടിച്ചും ഉംറയും തവാഫും സഅയും മിനയും മുസ്ദലിഫയും എല്ലാം ചെയ്ത് റബ്ബിൻ്റെ അടിമയായി വന്നവൻ അള്ളാഹുവിൻ്റെ ഹാജി. അതുകൊണ്ട് ഹാജിമാരെ, നിങ്ങൾ പോവുക, അവിടെ വെച്ച് നല്ല നിലക്ക് അമലുകൾ ചെയ്യുക, ഞങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങളുടെയൊക്കെ യാത്ര സന്തോഷകരമാകാൻ ഞങ്ങളും ദുആ ചെയ്യും. നിങ്ങൾ തിരിച്ചു വന്നാൽ അള്ളാഹുവിൻ്റെ ഹാജിയായി ജീവിക്കുക. എന്താജി ആവരുത്? കൂറയാജിയായി ജീവിക്കാതിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കിടക്കാം. സഹോദരങ്ങളെ, ഇനി നമുക്ക് നീട്ടിക്കൊണ്ട് പോകാതെ ദുആ ചെയ്യാം. ഹജ്ജും ഉംറയൊക്കെ ജീവിതകാലത്ത് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്യാം. പക്ഷേ ആ മരിച്ചുപോയ ആളുകൾ ഹജ്ജ് ചെയ്യാത്തവരാകണം. മരണപ്പെട്ടു പോയ ആളുകൾ മുമ്പ് ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ആർക്കും ഹജ്ജ് ചെയ്യാം. ആർക്കും ഹജ്ജ് ചെയ്യാം. ഒരാണാണെങ്കിൽ അവർക്ക് പെണ്ണിനും ഹജ്ജ് ചെയ്യാം. ആർക്കും അവർക്ക് വേണ്ടി. പക്ഷെ നെയ്യത്തിൽ ഇന്ന ആൾക്ക് പകരമായി ഞാൻ ഹജ്ജ് ചെയ്യുന്നു എന്ന് നെയ്യത്ത് ചെയ്യുക. ഹജ്ജ് ഇന്ന ആരാണോ എങ്കിൽ ആ ആൾക്ക് പകരമായി അയാൾക്ക് ഞാൻ ഹജ്ജ് ചെയ്യുന്നു, അയാൾക്ക് പകരമായി ഞാൻ ഹജ്ജ് ചെയ്യുന്നു എന്ന നെയ്യത്ത്. ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി നെയ്യത്ത് ചെയ്യുന്നു, ഹജ്ജ് ചെയ്യുന്നു എന്നതിന് പകരം അല്ലാഹു തആലാക്ക് വേണ്ടി ഇന്ന ആൾക്ക് പകരമായി ഞാൻ ഹജ്ജ് ചെയ്യുന്നു എന്ന് നെയ്യത്ത് ചെയ്യുക തുടക്കത്തിൽ. അത് മതി. പിന്നെ മിന, മുസ്ദലിഫ, അറഫയിലൊക്കെ ഇന്നാക്ക് വേണ്ടി ഞാൻ എറിയുന്നു, ഇന്നാക്ക് വന്നു, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ആ ഇഹ്റാമിലെ ഫസ്റ്റിലെ നെയ്യത്തോടു കൂടെ തന്നെ ആ ഹജ്ജ് ആർക്ക് പകരമായാണോ നമ്മൾ ചെയ്യുന്നത് അയാൾക്കായി മാറി.
അതാർക്കും ചെയ്യാം. അവൻ്റെ ഭാര്യയ്ക്ക് ചെയ്യാം, അവൻ്റെ പേരക്കുട്ടികൾക്ക് ചെയ്യാം, അവൻ്റെ അമ്മായിമാക്ക് ചെയ്യാം, മൂത്താപ്പാക്ക് ചെയ്യാം, അളാപ്പാക്ക് ചെയ്യാം, അയൽവാസിയിലുള്ളവർക്ക് ചെയ്യാം, നാട്ടുകാർക്ക് ചെയ്യാം. ഇനി ഗൾഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അപ്പാക്ക് ഒരു ഹജ്ജ് ചെയ്യണട്ടാ, പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് അറിയിച്ചു കൊടുത്ത് അപ്പാൻ്റെ അഡ്രസ്സും കൊടുത്ത് അയാൾ അവിടുന്ന് നമ്മളപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്താലും പെടും, ഒരു പ്രശ്നമില്ല, ആർക്കും ചെയ്യാം. പക്ഷേ അവർ മുമ്പ് ഹജ്ജ് ചെയ്തവർ ആകരുത്. ഇനി മുമ്പ് ഹജ്ജ് ചെയ്തവർക്കും നമുക്ക് ഹജ്ജ് ചെയ്യാം. പക്ഷെ അവർ മരിക്കുമ്പോൾ നമ്മളോട് വസിയ്യത്ത് ചെയ്യണം. മരിക്കുന്നതിൻ്റെ മുമ്പ് നമ്മളോട് വസിയ്യത്ത് ചെയ്യണം. അപ്പോൾ ഹജ്ജിൻ്റെ ഉംറയുടെ ഒക്കെ ഒരു പുസ്തകം എഴുതിയ ഒരു പണ്ഡിതനുണ്ട്, അഭിനന്ദനായ നമ്മുടെ മുണ്ടംപറമ്പ് മുഹമ്മദ് ബാക്കവി, അല്ലാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. വലിയ മഹാനായ പണ്ഡിതനായിരുന്നു. രോഗിയായി മരിക്കുന്നതിൻ്റെ ആ രോഗമായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന, സംസാരം പുറത്തു വരാത്ത സമയത്ത് പോലും അദ്ദേഹം ഹജ്ജിൻ്റെ മസാലകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ സംസാരിക്കാൻ കഴിയാതെ ഇങ്ങനെ നാവ് ശരിക്കും ഉറക്കാതെ ഇങ്ങനെ മറുപടി പറഞ്ഞു കൊടുക്കുന്ന. പിറ്റത്തെ ദിവസം അദ്ദേഹം ലോകത്തോട് വിട പറയാൻ, അല്ലാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. അദ്ദേഹം മരിച്ച അദ്ദേഹത്തിൻ്റെ വോയിസിൽ പറയുന്നുണ്ട്, എന്ത്, ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എല്ലാവരും എനിക്ക് ഹജ്ജ് ചെയ്യണം അല്ലെങ്കിൽ ഉംറ ചെയ്യണം എന്ന് ഞങ്ങളൊക്കെ വസിയ്യത്ത് ചെയ്യാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ നിങ്ങളൊക്കെ എനിക്കൊക്കെ വേണ്ടി ഹജ്ജ് ഉംറ നിങ്ങളെല്ലാവരും ചെയ്യണം എന്ന് ഞാൻ എല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി ആ വസിയ്യത്ത് അനുസരിച്ചുകൊണ്ട് എത്രയും ആർക്കും ചെയ്യാം, എത്രയും. അല്ലെങ്കിൽ അല്ലാത്തവർ, മരിച്ച ആളുകൾ അവർ ചെയ്തിട്ടില്ലെങ്കിലാണ് ചെയ്യേണ്ടത് എന്ന് മഹാന്മാരായ അയിമ്മത്തുകൾ പറയുന്നു. അള്ളാഹു നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. പിന്നെ ഉംറയും ഹജ്ജൊക്കെ പലർക്കും വേണ്ടി ചെയ്യാറുണ്ട്. അവിടെ ചെന്നാൽ പലരും നമ്മളോട് പറയും, ഇന്നാക്ക് വേണ്ടിയാണ്, അവർ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയതാണ്, അവർക്ക് വേറെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അവിടെ ചെന്നാൽ എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റുമോ? ചില ആളുകൾ ചോദിക്കാണ്ട്, ഉമ്മാക്കും ഉപ്പാക്കും കൂടി ഒരു ഉംറ, വല്യമ്മാക്കും കൂടി കൂട്ടിയിട്ടൊരു ഉംറ, അങ്ങനെയൊന്നുമില്ല. ഒരാൾക്ക് ഒരു ഉംറ, നമ്മൾ സാധാ ഉംറയും ഹജ്ജ് ചെയ്യുന്ന പോലെ ഒരാൾക്ക് ഒന്ന്. പക്ഷേ നമ്മളെ ഹൃദയത്തിലും മനസ്സിലും കുറേ ആളുകൾ ഉംറയും ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയവരുണ്ടാകും. അപ്പം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഉംറയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂലി അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണേ എന്ന് ഹദിയ ചെയ്യാം. അവർക്ക് വേണ്ടി ഉംറ ചെയ്യാൻ പറ്റൂല, അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റൂല. മരിച്ചോലും മരിക്കാം, എല്ലാവർക്കും വേണ്ടി മുമ്പ് ഹജ്ജ് ചെയ്തവരാണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലൊക്കെ മരിച്ചു പോയവർക്ക് വേണ്ടി നമുക്ക് ഉംറയും ഹജ്ജൊക്കെ നമുക്ക് തന്നെ നമ്മൾ സ്വയം ചെയ്ത് കാണ്ട് നമ്മൾ യാസീൻ ഓതി വരക്കണമായിരിക്കും. യാസീൻ ഓതി ഹദിയ ചെയ്യണത് പോലെ നമ്മളൊരു ഉംറ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാഹുവേ, ഞാൻ ഈ ചെയ്ത ഉംറയുടെ കൂലി എൻ്റെ ഉപ്പാൻ്റെ, എൻ്റെ വല്യമ്മാൻ്റെ, അല്ലെങ്കിൽ ആരൊക്കെയാണോ നമുക്ക് ഓർമ്മ ഉണ്ട് അവരൊക്കെ പേര് പറഞ്ഞ അവർക്കൊക്കെ നീ നിൻ്റെ കൂലി എത്തിച്ചു കൊടുക്കണേ അല്ലാ എന്ന് ദ്വാരക്ക. നമ്മൾ യാസീൻ ഓതി വസിയ്യത്ത് ദ്വാരക്കാറുള്ളത് പോലെ. അല്ലാതെ ഹജ്ജ് ഒന്ന് ഒരാൾക്കേ ചെയ്യാൻ പറ്റൂ. അയാൾ എന്നെ മുമ്പ് മരിക്കണതിന് മുമ്പ് ചെയ്യാത്തവർ ആകരുത്, അയാൾക്ക് വേറെ ഒരാൾ ചെയ്തവരും ആകരുത് എന്ന കാര്യം നമ്മൾ അറിയുക. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ ഉമ്മമാരോട്, സഹോദരങ്ങളോട് മദീനയുടെ യഥാർത്ഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മുമ്പ് ഇവിടെ വാർഷികത്തിലും മറ്റുമൊക്കെ അഭിനന്ദനായ ബഷീർ ഫൈദ് ഇവരൊക്കെ അവിടെ അവതരിപ്പിച്ചതാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മദീനയിൽ കുറച്ച് ദിവസം മാത്രമേ താമസമുണ്ടാകൂ, ഒരല്പകാലം മാത്രമേ താമസമുണ്ടാകൂ. പക്ഷേ മദീനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വാഭാവികമായും നമുക്കനുയോജ്യമായ കാലാവസ്ഥ അല്ല മദീനയിലുണ്ടാവുക. നമുക്കനുയോജ്യമായ കാലാവസ്ഥ അല്ല മദീനയിലുണ്ടാവുക. മദീനയിലേക്ക് ഹിജറ പോയി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും. അവിടെ ചെന്ന് എല്ലാവർക്കും പനി ബാധിച്ചു. പനി ബാധിച്ച് കിടക്കുകയാണ് ലോകത്തിന്റെ നേതാവിന്റെ സ്വഹാബത്ത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പനി ബാധിച്ച് കിടക്കുന്ന സമയത്ത് മകളാകുന്ന ആയിഷത്തു സിദ്ദീഖ കാല് തടകിക്കൊണ്ട് കുല്ലും സബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി എന്നിങ്ങനെ പാട്ടുപാടി കണ്ണുനീരോടുകൂടെ തടകി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോലും മദീനയിലെത്തിയ സ്വഹാബത്തിന് പനി ബാധിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര നല്ല കാലാവസ്ഥയാണെങ്കിലും മദീനയിലെ കാലാവസ്ഥയുമായി പെട്ടെന്ന് സമരസപ്പെടാൻ നമുക്ക് കഴിയില്ല. പനി വരും, ജലദോഷം വരും, എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരാനേറെ സാധ്യതകളുണ്ട്. ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, ഇത് അള്ളാന്റെ ഹബീബിന്റെ നാടാണ്, റസൂലുള്ളാഹിന്റെ ഹളറത്തിലാണ് ഞാൻ താമസിക്കുന്നത് എന്ന മനസ്സ് നമുക്കുണ്ടാകുമ്പോ എല്ലാം സന്തോഷകരമാണ്. വെറുക്കുന്ന, പ്രയാസം വരുന്ന ഒരു വാക്ക് പോലും മദീനയെ കുറിച്ച് പറയരുതേ. കാരണം റസൂലുള്ളാഹി ജനിച്ചത് മക്കയിലാണ്, അള്ളാഹിന്റെ ഹബീബ് വളർന്നത് മക്കയിലാണ്.
ലോകത്തിന്റെ നേതാവിന്റെ ഓരോരോ ജീവിതത്തിന്റെ കളിയും ഉല്ലാസവും മക്കയിലാണ്. അങ്ങനത്തെ മക്കയിൽ നിന്ന് മുത്തനബി മദീനയിൽ പോയി. മദീനയിൽ ഇസ്ലാം ശക്തിപ്പെട്ടു. പിന്നെ മുത്തുനബിയും സ്വഹാബത്തും മക്കത്ത് വന്നു. മക്ക ഇസ്ലാമിന് അധീനപ്പെട്ടു. അതിനുശേഷം സ്വഹാബത്തും റസൂലുള്ളയും കൂടി മക്കയിലേക്ക് തിരിച്ചു ചെന്ന് ആ മക്കയിൽ നിന്ന് റസൂലുള്ള കരയുന്നുണ്ട്. ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, നിങ്ങളുടെ പോയാൽ കാണാം, ജന്നത്തുൽ മുഅല്ലയിലുണ്ട് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അത് കഴിഞ്ഞിങ്ങനെ ഹറമിലേക്ക് പോരുന്ന വഴിയിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേരാണ് മസ്ജിദുർ റായ, കൊടിനാട്ടിയ പള്ളി. കൊടിനാട്ടിയ പള്ളി അള്ളാഹുവിന്റെ ഹബീബിന്റെ വിജയ പതാക വിജയത്തിൽ ശ്രീരാധമുക്കിയത് പുണ്യമായ കഅബയിലാണെങ്കിലും കൊടി നാട്ടുന്നത് ഈ മസ്ജിദുർ റായ നിൽക്കുന്ന സ്ഥലത്താണ്. ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, ഓ ഉപ്പ, എന്താ ഇവിടെ കൊടി നാട്ടുന്നത്? അല്ലാഹുവിന്റെ റസൂൽ കരയിലാണ്. കണ്ണിൽ വെള്ളമൊലിപ്പിച്ച് പറഞ്ഞു, മോളെ, ഇത് മക്കയാണ്. ഓർമ്മയില്ല മോളെ, സുജൂദിൽ കിടക്കും എന്റെ പെരടിയിൽ ഇവര് കൊടൽമാല ഇട്ടത് ഓർമ്മയില്ല മോളെ. വെള്ളം തരാതെ ശൈബ് ത്വാലിബിലെ പുല്ല് നമ്മൾ എടുത്തു തിന്നത് ഓർമ്മയില്ല മോളെ. കൂക്കി വിളിച്ചത് അന്ന് വെള്ളം തരാതെ ഭക്ഷണം തരാതെ കിടക്കുമ്പോ എന്റെ കൂടെ നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് എന്റെ കൂടെ പുല്ല് തിന്ന ഒരാളെ മറന്നോ മോളെ? അത് നിന്റെ ഉമ്മയാണ്, ബീബി ഖദീജത്തുൽ കുബ്ര. നമ്മൾ കഅബാലയത്തിന്റെ മുമ്പിൽ കൊടി നാട്ടി സന്തോഷിക്കുമ്പോ അത് ഇപ്പുറത്തേക്ക് ഒരൽപ്പനേരം ഇപ്പുറത്തേക്ക് വന്ന് ഞാൻ ഇവിടെ കൊടി നാട്ടിയാൽ ഈ കൊടി നാട്ടി മക്കയിൽ നമ്മൾ സന്തോഷിക്കുന്നത് കണ്ടിട്ട് അതാ ആ കിടക്കുന്ന നിന്റെ ഉമ്മ സന്തോഷിക്കട്ടെ മോളെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖദീജ അത്രയും ത്യാഗം സഹിച്ച പുണ്യമായ ആ മക്ക എല്ലാം കഴിഞ്ഞ് ഖദീജ ബിയുടെ അടുത്ത് പോയിട്ട് ഖദീജ എല്ലാം സുന്ദരമായി എന്ന സന്തോഷ വാർത്തയും അറിയിച്ച് പള്ളിയുടെ മുനാരത്തിന്റെ മുകളിൽ കയറി അല്ലാഹു അക്ബർ എന്ന ബാങ്കിന്റെ വിളിയാളം മുഴക്കി ഒരൽപ്പ ദിവസം മക്കത്ത് താമസിച്ച് മക്കക്കാരോട് മുത്തനബി പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ പോവുകയാണ്. മക്കക്കാര് വിളിച്ചങ്ങോട്ട് പ്രവാചകരെ, എൻ്റെ മദീനയിലേക്ക്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്, എൻ്റെ മദീനയിലേക്ക്. മുത്തനബി കളിച്ച് വളർന്ന മദീന, ഹബീബിനെ തോളിലേറ്റിയ മദീന, ആ കളിച്ച് വളർന്ന മക്കയോട് വിട പറഞ്ഞ് റസൂലുള്ളാഹിനെ തോളിലേറ്റിയ മദീനയിലേക്ക് പോകുമ്പോ മക്കയിലുള്ള സ്വഹാബിമാരെ കണ്ണീര് വർക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, വേണ്ട, ഞാൻ എൻ്റെ മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ്. കണ്ണുനീരോടെ ഞാൻ കടന്നു ചെന്നപ്പോ എൻ്റെ കണ്ണുനീര് തുടച്ചു തന്ന മദീന, എനിക്ക് ദുഃഖം വന്നപ്പോ ദുഃഖിക്കണ്ടെന്ന് പറഞ്ഞ മദീന, ബദറിൽ എന്നെ യമപുരി പൂകിക്കാൻ ശത്രുക്കൾ വന്നപ്പോ ഞങ്ങളുണ്ട് നബിയേ എന്ന് പറഞ്ഞ മദീനക്കാർ, അവരെ വിട്ട് ഞാൻ വരൂല എന്ന് പറഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വന്നിട്ട് മദീനയിൽ താമസിച്ച് മദീനയിൽ വഫാത്തായി മദീനയിൽ കിടക്കുന്ന മുത്തേ മുഹമ്മദ് മുസ്തഫ മദീന. അതുകൊണ്ടാണ് മദീനയെ വിട്ട് പോകാതിരിക്കാനാണ് മുൻഗാമികൾ ആഗ്രഹിച്ചത്. മദീനയിൽ കിടന്ന് മരിക്കാനാണ് മുൻഗാമികൾ ആഗ്രഹിച്ചത്. മദീനയിൽ ഹബീബുണ്ട് എന്ന് ചിന്തിക്കാനാണ് ഹാജിമാരെ അവിടെ എത്തിയാൽ നമ്മളെല്ലാവരും ഓർക്കേണ്ടത്. ആരെങ്കിലും ഒരാള് എന്നെ സിയാറത്ത് ചെയ്താൽ എന്റെ വഫാത്തിന് ശേഷം എന്നെ ഒരാൾ സന്ദർശിച്ചാൽ ജീവിതകാലത്ത് എന്നെ കണ്ടതുപോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂക്ഷിക്കണം, അള്ളാഹുവിന്റെ ഹബീബിനെ ജീവിതകാലത്ത് കാണുന്ന അതവോടുകൂടെ അങ്ങോട്ട് കടക്കാവൂ, അവിടെ നടക്കാവൂ, അവിടെ ഇരിക്കാവൂ. അവിടുത്തെ ഓരോരോ ചലനങ്ങളും ശ്വാസങ്ങളും നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിനെ, ഞാൻ മഹാനായ ശൈഖുന മരക്കാർ ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഉസ്താദിന്റെ കൂടെ ഹജ്ജിന് പോകാൻ ഭാഗ്യം കിട്ടിയവനാണ് വിനീതനായി ഞാൻ. മോഹനായ അയ്യായ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, അവിടെ കൂടെ ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്. അവർ ഒരു വട്ടമാണ് ആ റസൂലുള്ളാഹിന്റെ സിയാർ ഖബർ ആ സ്വലാം ചെല്ലുന്നിടത്തേക്ക് കയറിയത്, 1-2 വട്ടം. പിന്നെ കയറില്ല. പിന്നെ എല്ലാ ദിവസവും വരും. കുറെ ദൂരെ നിന്ന് അതബോടുകൂടെ സലാം പറയും. ഞാൻ ചോദിക്കും, അങ്ങോട്ട് പോകല്ലേ? ഉസ്താദ് പറയും, അവിടെ തിരക്കാണ്.
അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടുത്ത് പോയി നമ്മൾ ആളുകളെ തിക്കി തിരക്കണത് മുത്തുനബി ഇഷ്ടപ്പെടും? നമ്മൾ അവിടെ പോയി ആളുകൾ കടങ്ങറുണ്ടാക്കുന്നത് മുത്തുനബി ഇഷ്ടപ്പെടുമോ? നമുക്ക് ഇവിടെ ഇരുന്ന് സലാം ചെല്ലാം. അവിടെ പോയി ഹബീബിനെ വെറുപ്പിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവനെ ശല്യപ്പെടുത്തുക വഴി എന്റെ ഹബീബിന്റെ മനസ്സ് വേദനിക്കുമോ എന്ന് പേടിച്ച് മാതൃക കാണിച്ചതെന്ന ആ മഹാനെ ഞാൻ ഓർക്കുകയാണ്. മരക്കാർ ലഭ്യനായ നമ്മുടെ ഉസ്താദ്. അല്ലാഹുവേ ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ, ഖബർ സ്വർഗമാക്കി കൊടുക്കണം റബ്ബേ. അവരൊക്കെ മദീനയെ അത്രയും പേടിച്ചവരാണ്. മദീനയുടെ പച്ചക്കുബയുടെ അരികിലേക്ക് പോലും പോകുന്നതിന്റെ മുമ്പ് ഇപ്പുറത്തൂടെ അങ്ങോട്ട് നോക്കി ഇപ്പുറത്തൂടെ കണ്ണുനീരൊലിപ്പിച്ച് നടക്കുന്നത് ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടാകും. കുറെ ദൂരെ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ട് കണ്ണിങ്ങനെ വെള്ളം നിറച്ച് സലാം പറയുന്നത് ഞാൻ എൻ്റെ കണ്ണ് കണ്ട ഓർത്തത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. സ്നേഹനിധികളായ ഹാജിമാരോട് ഹജ്ജുമ്മമാരോട് പറയാണ്, ആരെങ്കിലും ഒരാൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നു, പക്ഷേ ഫലം യസൂർനി, എന്നെ കാണാൻ വന്നില്ല, എന്നെ സിയാറത്ത് ചെയ്യാൻ വന്നില്ല എങ്കിൽ ഫഖദ് ജഫാനി, ഞാൻ അവനേറ്റ് മുണ്ടൂല എന്ന് മുഹമ്മദ് മുസ്തഫ. കുട്ടികളെ പോലെ കൃപയുള്ള ഒരു സ്നേഹിതനെ പോലെ ഞാൻ അന്നേറ്റ് മുണ്ടൂലട്ട എന്ന് പറയുന്ന നമ്മുടെ കാരുണ്യമുള്ള നേതാവിനെ നമുക്ക് കാണാൻ കിട്ടുന്ന അവസരമാണ്. സ്വലാത്തുകൾ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കുക. ഒരിക്കലും കോലാഹലമുണ്ടാക്കരുത്. ഹജ്ജുമ്മമാരോട് പ്രത്യേകം പറയാൻ, നിങ്ങൾ അവിടെ ചെന്നാൽ പലതും കാണും. മക്കത്തും മദീനത്തും പലതും ചെയ്യുന്നത് നിങ്ങൾ കാണും. നിങ്ങളതൊന്നും ശ്രദ്ധിക്കണ്ട. ആരെയും നിങ്ങൾ ഉപദേശിക്കാനും പോകണ്ട. നിങ്ങൾ അതിന് പോയതല്ല. അവിടെ ആരെയും നമ്മൾ ഉപദേശിക്കണ്ട. അറഫയിലും മിനയിലും പലതും കാട്ടിക്കൂട്ടുന്നത് കാണും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നമ്മളുടെ മസാല പറയാം. അറിവില്ലാതെ നമ്മൾ മസാല അറിയാൻ നിൽക്കണ്ട. കാരണം അവരെ മദ്ഹബിൽ അങ്ങനെ കണ്ടെങ്കിലോ നമ്മക്കറിയില്ല. പക്ഷെ നമ്മളതൊന്നും ചെയ്യാൻ നിൽക്കരുത്. പലതും പിടിച്ച് മുത്തണത് കാണാം. ഇപ്പൊ സഫാ മർവന്റെ മുകളിൽ ആ പാറകളൊക്കെ അടച്ചു. ഇനിയുള്ള പാറന്നെ മെഴുകുറ്റിച്ച് തൊടാൻ പറ്റാതാക്കി. എന്താ കാരണം? ഹാജിയമാര് പോയി കണ്ട് മാന്തി പൊട്ടിച്ച് ആ പൊടിയൊക്കെ കൊണ്ടുപോവുക. അത് കണ്ടപ്പോൾ അവര് മെഴുകുറ്റിട്ട് മാന്തിയെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. എന്നാലും വന്നിട്ട് ഇരുമ്പോണ്ട് തുളക്കുന്ന ഒരവസ്ഥ വന്നപ്പോ ഗ്ലാസ് വെച്ച് അങ്ങോട്ട് പോകാൻ പറ്റാതാക്കി. ഉത്തരവാദി ആരാ? നമ്മളാണ്. ഫാത്തിമ ബീവിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോകാമായിരുന്നു മുമ്പൊക്കെ. ഇപ്പൊ ഫാത്തിമ ബീവിന്റെ ഖബർ എവിടെയെന്ന് ഒരു ശരിക്കും മനസ്സിലാക്കാത്ത വിധം അവിടെ ഒരു മതിൽ കെട്ടി. എന്താ കാരണം? ഷിയാക്കളാണ് ചെന്നാണ് മണ്ണ് വാരിയിട്ട് കണ്ണു തേക്കുക. ഇതെല്ലാം കൂടി കണ്ട് അവസാനം അവര് വെട്ടി അതൊക്കെ ഒന്നായിട്ട് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റാതാക്കി. നമ്മൾ ചെയ്യണ വിവരമില്ലായ്മയാണ് നമുക്കവിടെ ബുദ്ധിമുട്ടുണ്ടാക്കണത്. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ പഠിച്ചതനുസരിച്ച് കൊണ്ട് ചെയ്യാന്നല്ലാതെ അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും പലതും കാട്ടിക്കൂട്ടുന്നത് കാണും. അതൊക്കെ അപകടം ചെയ്തുകൊണ്ട് നമ്മളാരും മുന്നോട്ട് പോകാതെ നമുക്കറിയണത് മാത്രം ചെയ്യുക. നമ്മളാരും ഉപദേശിക്കാനും പ്രയാസപ്പെടുത്താറുണ്ടാ. ഒലി ചെയ്യണതിന് ഒരേക്കും വല്ല മസലി ഉണ്ടാവും. ഒരിക്കൽ വിവരമില്ലാത്തതുകൊണ്ടല്ല അള്ളാഹ് മാപ്പെടുക്കും. ഞാൻ അതിനൊന്നുമില്ല, ഞാൻ എൻ്റെ റബ്ബിന്റെ പൊരുത്തത്തിൽ അങ്ങനെ ജീവിക്കട്ടെ എന്ന് ചിന്തിച്ച് കിട്ടേണ്ട ലാഭങ്ങളൊക്കെ നേടി ഇൻഷാ അള്ളാഹ് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തും. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങളെ യാത്രയിൽ. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു തരട്ടെ. ഇപ്പൊ പ്രൈവറ്റ് ഗ്രൂപ്പുകാർക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ പറയുന്നുണ്ട്. അള്ളാഹുവേ റബ്ബേ, ഒരു പ്രയാസവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാവർക്കും പോയി വരാൻ നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله
الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقي الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഇത് പ്രതിഫലമുള്ള മജ്ലിസാക്കണേ അല്ലാ. റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ എല്ലാ അമലുകളും സ്വീകരിക്കണേ അല്ലാ. തെറ്റുകളും കുറ്റങ്ങളും ഒരുപാട് ചെയ്ത അടിയങ്ങളാണ്, ഞങ്ങൾക്ക് മാപ്പ് നൽകണം അല്ലാ. ഇനിയുള്ള കാലം നിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ആബിദീങ്ങളായി, ദാക്കിരീങ്ങളായി, ഷാക്കിരീങ്ങളായി, മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. നീ തൗഫീഖ് നൽകണം അല്ലാ. പടച്ചോനെ, ഞങ്ങളെ എല്ലാവരും മനസ്സിലുള്ള എല്ലാ മുറാദുകളെയും നീ ഹാസിലാക്കണേ റബ്ബേ. ഒരുപാട് വിഷമങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങളെ എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണം അല്ലാ. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങളെ വീട്ടണേ അല്ലാ. രോഗങ്ങളുള്ളവരുണ്ട്, ശിഫ നൽകണം അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പടച്ചോനെ, ഹജ്ജിന് പോകുന്ന ഹജിമാരോട് ദ്വാരക്കാൻ പറയാൻ ഒരുമിച്ച് കൂടിയ മജ്ലിസാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ മഹത്തായ മജ്ലിസ് സംഘടിപ്പിച്ച ഈ വാണിയന്നൂരിലെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, പടച്ചോനെ, അവർക്ക് ദീർഘായുസ് കൊടുക്കണം അല്ലാ, ആഫിയത്ത് കൊടുക്കണം അല്ലാ. ഈ മഹല്ലിൽ ദീനിയായ ചൈതന്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആവുന്ന നിലക്ക് പരിശ്രമിക്കുന്ന മഹല്ല് കമ്മിറ്റിക്ക് ഖൈറും ബർക്കത്തും നൽകണം റബ്ബേ. അവരിടപെടുന്ന എല്ലാ രംഗങ്ങളിലും വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ നാടിന് ഈമാനിക വെളിച്ചം നൽകുന്ന അഭിനന്ദനായ ഫൈളി നിസാമി ഉസ്താദ്, അല്ലാഹുവേ, കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ഒരുപാട് ഇൽമിന്റെ മക്കളെ വളർത്തിയെടുക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഹജ്ജിന് പോകുന്ന ഹാജിമാര്, അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണം റബ്ബേ. അവര് പോകുന്നത് റബ്ബേ നിന്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ടാണ്, നിന്റെ കഅബ മുത്തി മണക്കാനാണ്, മുത്ത റസൂലുള്ളാഹിനെ കാണാനാണ്, അറഫയിലിരുന്ന് പൊട്ടിക്കരയാനാണ്, നിന്റെ ലുത്ഫും ഖിർഫയും മഗ്ഫിറത്തും നേടാനാണ്. അതുകൊണ്ട് ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, ഒരു രംഗത്തും നീ തളർത്തല്ല അല്ലാ, ഒരു രംഗത്തും നീ കുഴക്കല്ല അല്ലാ. പലരും പല അസുഖങ്ങളുള്ളവരാണ് ഹജ്ജിന് പോകുന്നവർ, നീയല്ലേ രോഗം കൊടുത്തത്. അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാ, പൂർണ്ണ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, വീൽ ചെയറിലും മറ്റും ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കാതെ ഹജ്ജിന്റെ ഓരോരോ കർമ്മങ്ങളും അവർക്ക് സ്വന്തം ചെയ്യാൻ നീ ആഫിയത്ത് കൊടുക്കണം അല്ലാ, നീ ആരോഗ്യം കൊടുക്കണം അല്ലാ. ഉംറകൾ ചെയ്യാനുള്ള ആഫിയത്തും തൗഫീഖും നൽകണം അല്ലാ. തവാഫുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. ഇഹ്റാമും മിനയും അറഫയും സഅയും തവാഫും അല്ലാഹുവേ എല്ലാം എളുപ്പമാക്കണേ തമ്പുരാനെ. പുണ്യമായ ജംറ കാണാൻ കല്ലെറിയാൻ പോകുന്ന എൻ്റെ ഹാജിമാര്, ഹജ്ജുമ്മമാര്, അവർക്ക് അതിനുള്ള ആഫിയത്ത് കൊടുക്കണേ അല്ലാ. റബ്ബേ, അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ കിടന്നിട്ട്, ഐസിവിലും മറ്റും കിടന്നിട്ട് അറഫയിലേക്ക് റബ്ബേ ആംബുലൻസിൽ വരുന്ന എത്രയോ ഹാജിമാരെ കാണാം, ഹജ്ജുമ്മമാരെ കാണാം. നീ കാക്കണേ അല്ലാ. ഒരു ഹാജിക്കും ആ ഒരവസ്ഥ വരുത്തല്ല അല്ലാ, ഒരു ഹജ്ജുമാക്കും ആ ഒരവസ്ഥ വരുത്തല്ല അല്ലാ. സ്വന്തമായി റാഹത്തായി അറഫയിൽ വരാനും അവിടെ വന്ന് കരമുയർത്തി റബ്ബേ നിന്നോട് ദ്വാരക്കാനുമുള്ള ആഫിയത്തും ആരോഗ്യവും ഹാജിമാർക്ക്, ഹജ്ജുമ്മമാർക്ക് നൽകണം അല്ലാ. അതിന് തടസ്സമാകുന്ന അസുഖങ്ങളോ രോഗങ്ങളോ കൊടുക്കല്ല അല്ലാ. റബ്ബേ, നിന്റെ ലുത്ഫ് കൊണ്ട് നീ ഹജ്ജിന് പോകുന്നവരെ സഹായിക്കണം അല്ലാ. എവിടെയും ഒരു തടസ്സവും അവർക്ക് ഉണ്ടാക്കരുത് പടച്ചോന്, എവിടെയും ഒരു തടസ്സവും അവർക്ക് ഉണ്ടാക്കരുത് പടച്ചോന്. എല്ലാ രംഗവും അവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാന്.
അല്ലാഹുവേ, പാപങ്ങളായി ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെ ശിഫയാക്കണേ തമ്പുരാന്. ഞങ്ങളുടെ ജോലികളിലും പ്രവർത്തനങ്ങളിലും ബർക്കത്ത് നൽകണേ തമ്പുരാന്. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുമ്പോൾ ഈമാൻ നൽകണേ റഹ്മാന്. ഞങ്ങളെ ഖബർ സന്തോഷത്തിൻ്റെ വീടാക്കണേ അല്ലാ. ഞങ്ങളപ്പാര് മരിച്ചുപോയി, ഞങ്ങളമ്മാര് മരിച്ചുപോയി. ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് പലരും ഇന്ന് ഖബറിലാണ്. അവരെ ഖബറൊക്കെ നീ സ്വർഗമാക്കി കൊടുക്കണം പടച്ചോനെ. അവർക്കും ഞങ്ങൾക്കും സ്വർഗം ഓശാരമായി നൽകണേ അല്ലാ. ഞങ്ങളെ നരകത്തിലിടല്ല റബ്ബേ. എന്താണ് നിന്നോട് ചോദിക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഖൈറായതൊക്കെ തരണേ റബ്ബേ, ശർറായതൊക്കെ ഒഴിവാക്കി തരണേ റബ്ബേ. സാഹിരീങ്ങളെ സിഹ്ർ, ഹസദീങ്ങളെ ഹസദ്, മുഫ്സിദീങ്ങളെ ഫസാദിൽ നിന്ന് ഞങ്ങളെല്ലാവരും കാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളരികിൽ പഠിക്കണ മക്കളെ ആലിമീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ ശിഷ്യന്മാർക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. അവരെ കൊണ്ട് ഞങ്ങൾക്കും ഇസ്സത്ത് നൽകണേ അല്ലാ. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, മുതഅല്ലിമീങ്ങളെ സഹായിക്കുന്നവർ, ഏറ്റവും ചുരുങ്ങിയത് മുതഅല്ലിമീങ്ങളോട് സലാം പറഞ്ഞ് അവരെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാനെങ്കിലും മനസ്സ് കാണിക്കുന്നവർക്ക് നീ സ്വർഗം കൊടുക്കണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും നിന്റെ സഹായം നൽകണം അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് പല തടസ്സങ്ങളും കേൾക്കുന്നു റബ്ബേ. നിന്റെ മഹദ് ഫദ്ൽ കൊണ്ടെല്ലാം ഒഴിവാക്കി അവരെ യാത്ര എളുപ്പമാക്കണം അല്ലാ, സുഖമാക്കണം അല്ലാ, സന്തോഷത്തിലാക്കണം അല്ലാ. എല്ലാ കർമ്മങ്ങളും ചെയ്ത് തിരിച്ചുള്ള യാത്രയും അതിനേക്കാളും ആനന്ദകരമാക്കണം അല്ലാ. തുടർന്നുള്ള ജീവിതം നിന്റെ പൊരുത്തത്തിലാക്കണം അല്ലാ. ഈ വർഷം പോകാൻ കഴിയാത്ത ഞങ്ങൾക്കൊക്കെ അടുത്ത വർഷമെങ്കിലും പോകാൻ നീ തൗഫീഖ് നൽകണം അല്ലാ. നീ ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാ. ഖൈബാക്കി മടക്കല്ല റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഹജ്ജിന് പോകുന്ന എല്ലാവരും അവിടെ ചെന്ന് നമുക്കൊക്കെ വേണ്ടി ദ്വാരക്കണമെന്ന് നിങ്ങളോട് അറിയിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.